നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുകയാണ്. ഒരാഴ്ചക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ ദിവസം നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ കാർത്തികേയൻ നായർ സാറാണ്. ഈ പരിപാടിയിലേക്ക് സത്യത്തിൽ സാറിനെ ആർക്കും മുമ്പിൽ അവതരിപ്പിക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിന്റെ ഒരു സാമൂഹ്യ രംഗത്ത്, വർത്തമാനകാല സാമൂഹ്യ രംഗത്ത് ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് കൂടുതൽ പരിചയപ്പെടുത്തലുകളുടെ ഒന്നും ആവശ്യമില്ല സാറിനെ സംബന്ധിച്ചിടത്തോളം. ചട്ടമ്പി സ്വാമികളുടെ ജ്ഞാന നവോത്ഥാനം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സാർ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ദിവസത്തിന്റെ രാവിലെ പത്രം വായിക്കുമ്പോൾ തന്നെ കാർത്തികേയൻ സാറിന്റെ പണിക്കർ സാറിനെ കുറിച്ചുള്ള ഏറ്റവും വളരെ ഹ്രസ്വവും അതേസമയം തന്നെ സൂക്ഷ്മവുമായിട്ടുള്ള ഒരു വിലയിരുത്തൽ വായിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം തന്നെ ആരംഭിച്ചത്. അതുപോലെ കഴിഞ്ഞ ദിവസം ഏറ്റവും അവസാനമായിട്ട് സാറിനെ കാണാൻ സാധിച്ചത് കേരള പഠന കോൺഗ്രസിന്റെ വേദിയിൽ തിരുവനന്തപുരത്തിന്റെ പൈതൃകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം, ആ പൈതൃക അന്വേഷണ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹമാണ്. അതിനെക്കുറിച്ചുള്ള വിവരണം നടത്തുന്നതാണ് അദ്ദേഹത്തിനെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ വെച്ച് കാണുന്നത്. അപ്പൊ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ സാമൂഹ്യ രംഗത്ത്, ഇടപെടലുകളിലൂടെ ദിനം നിറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാണെങ്കിൽ നമുക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് സാർ ഇതിനകത്തേക്ക് വരുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിനെ വളരെ സൂക്ഷ്മമായിട്ടും അതേസമയം തന്നെ വൈരുദ്ധ്യാത്മക ബന്ധങ്ങളിൽ ഊന്നിക്കൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ് സാറിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പഠന മേഖലകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അതറിയാം. കേരളത്തിന്റെ ഭൂവുടമ ബന്ധങ്ങളിൽ തുടങ്ങി സാമൂഹ്യ പരിഷ്കരണത്തിനെയും നവോത്ഥാനത്തിനെയും ഒക്കെ നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തിനെ ഈ വൈരുദ്ധ്യാത്മകമായ ഒരു ബന്ധത്തിൽ ഊന്നിക്കൊണ്ട് വിശകലനം ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തിന്, നവോത്ഥാനത്തിന്റെ ചരിത്ര തലത്തിന് ഈ നിലയ്ക്ക് നോക്കിക്കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ വിഷയത്തിന്റെ അവതരണത്തിന് ഇന്നത്തെ ദിവസത്തിലേക്ക് അദ്ദേഹത്തിന് കൂടുതൽ പ്രസക്തനായിട്ട് മറ്റൊരാളില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല അദ്ദേഹത്തിന്റെ ഒരു പഠന മേഖല എന്നുള്ളത്. നമുക്കറിയാം, ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഗഹനമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്താണെങ്കിൽ വളരെ വലിയ വലിയ ചുമതലകൾ ഏറ്റെടുത്തുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമുക്കറിയാം, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിരുന്നു. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടറായിരുന്നു. മാത്രമല്ല, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചുമതലയുടെ കാലം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കരണങ്ങൾ നടക്കുന്ന, അതിന്റെ നയരൂപീകരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കാലം കൂടിയാണ്. അപ്പൊ ആ നിലയ്ക്ക് കേരളത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിനെ കരുപിടിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ്. നിലവിലും അദ്ദേഹം ഹയർ സെക്കൻഡറി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കമ്മീഷനുകളിലും മറ്റുമൊക്കെ തന്നെ അംഗമായിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ എല്ലാ നിലയിലും ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് നമുക്ക് ഏറ്റവും ഉചിതമായ ഒരാളെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സാറിനെ വളരെ സ്നേഹത്തോടു കൂടി, ആദരവോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്നത്തെ പരിപാടിക്ക് നമുക്ക് ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ സെൻട്രൽ ഡയറക്ടർ കൂടിയായിട്ടുള്ള ഫൈസൽ സാറാണ്. സാറിനെയും വളരെ സ്നേഹത്തോടു കൂടി, ആദരവോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ രണ്ടാമത്തെ ദിവസത്തെ ഈ ചട്ടമ്പി സ്വാമികൾ സെന്റർ ഫോർ യോഗ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷന്റെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ലെക്ചർ സീരീസിന്റെ രണ്ടാമത്തെ ദിവസത്തെ വിഷയാവതരണം നടത്തുന്നത് കാർത്തികേയൻ സാറാണ്. ചട്ടമ്പി സ്വാമികളുടെ ജ്ഞാന നവോത്ഥാനം എന്ന ടോപ്പിക്കിലാണ് സാർ ഇന്ന് സംസാരിക്കുന്നത്. കേരളത്തിന്റെ സാമൂഹികവും ഭൗതികമായ ചരിത്രത്തിൽ പലപ്പോഴും നവോത്ഥാനം ഒരു മഹത്തായ വഴിത്തിരിവാണ്. എന്നാൽ നവോത്ഥാനം എന്നത് ചില സാമൂഹിക പരിഷ്കാരങ്ങളുടെയോ നിയമപരമായ മാറ്റങ്ങളുടെ ഫലമായി മാത്രമുണ്ടായ ഒന്നല്ല. അത് പലപ്പോഴും മനുഷ്യന്റെ ആത്മാഭിമാനത്തെയും ഭൗതിക സ്വാതന്ത്ര്യത്തെയും ഉണർത്തിയ ഒരു വലിയ ഭൗതിക പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിന് ആഴമുള്ള ചിന്താപരമായ അടിത്തറ പലപ്പോഴും നൽകിയിട്ടുള്ളത് മഹാത്മാക്കളാണ്. അതിൽ ഒരു മഹാത്മാവായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. ഒരു സന്യാസി മാത്രമായിരുന്നില്ല, ഒരു ദാർശനികനും സാമൂഹിക ചിന്തകനും ഭാഷാ പണ്ഡിതനും അതിലുപരി സത്യാന്വേഷണത്തിന്റെ പ്രതീകവുമായിരുന്നു അദ്ദേഹം. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ പരിമിതികളിൽ പെട്ട് നിൽക്കാതെ സ്വയം പഠനത്തിലൂടെ അദ്ദേഹം സംസ്കൃതം, യോഗം, തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളും വേദാന്തം, തന്ത്രം, യോഗം തുടങ്ങിയ ശാസ്ത്രങ്ങളിലും ആഴത്തിലുള്ള പാണ്ഡിത്യം നേടിയിട്ടുണ്ട്. അറിവ് ചിലർക്ക് മാത്രമായി ഒതുങ്ങേണ്ടതല്ല, അത് എല്ലാവർക്കും പങ്കിടേണ്ട ഒരു പൊതു സമ്പത്താണെന്ന വിശ്വാസമാണ് അദ്ദേഹത്തിന്റെ ചിന്തകളെ നയിച്ചത്. കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം ജാതി വ്യവസ്ഥയുടെ അനീതികളെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു. ഈ മേഖലയിൽ ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് വേദാധികാര നിരൂപണം.
അതുപോലെ തന്നെ മറ്റൊരു നവോത്ഥാനം എന്നത് ഒരു ചരിത്ര ഘട്ടം മാത്രമല്ല, അത് മനുഷ്യന്റെ മനസ്സിൽ തുടർച്ചയായി ഉണരേണ്ട ഒരു ബോധമാണ്. ആ ബോധത്തെ ഉണർത്തിയ വിശ്വഗുരു ചട്ടമ്പി സ്വാമികളെ സ്മരിക്കുമ്പോൾ നാം സമത്വവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ഒരു സമൂഹം സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജീവിതവും ചിന്തകളും നമ്മെ അതിലേക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാർത്തികേയൻ സാറിന് ഇന്നത്തെ വിഷയാവതരണത്തിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അദ്ദേഹം അധ്യക്ഷനോട് ചോദ്യം അല്ലെങ്കിൽ ഒരു അറിയാൻ വേണ്ടി എത്ര സമയം നമുക്ക് എടുക്കാം? നമ്മുടെ സമയം എപ്പോഴും തീരും? സാറ് എടുക്കുന്ന സമയം തന്നെയാണ്. നിങ്ങളുടെ ഇതില് ഗൂഗിളിൽ ചില നിയമമൊക്കെ ഉണ്ട്, അവര് ചില സമയമൊക്കെ കട്ട് വെച്ചിട്ടുണ്ട്. നിഷാദ് മാഷെ ഒരു മണിക്കൂറൊക്കെ എടുക്കാം. സാറേ, ചർച്ച ഉൾപ്പെടെ 8 മണി വരെ പോവാം. ആയിക്കോട്ടെ. അപ്പോ വളരെ സന്തോഷം. ഇന്നിപ്പോ പണിക്കർ സാറിന്റെ, നിങ്ങളുടെ പഴയ വൈസ് ചാൻസലറായിരുന്ന പണിക്കർ സാറിൻ്റെ വീട്ടിൽ വെച്ച് നമ്മളൊന്ന് കണ്ടായിരുന്നു. അതിൽ സന്തോഷമുണ്ട്. അതിലേറെ സന്തോഷമുള്ളത് നമുക്ക് ഈ സ്വാഗതം പറഞ്ഞ നിത കണിച്ചേരി 2 തരത്തിൽ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഒന്ന്, എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക്. റഷീദ് കണിച്ചേരി ഞാനും തമ്മിൽ നിരവധി വർഷങ്ങളുടെ അടുത്ത പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം പാലക്കാട്ട്, ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് കുടിയേറി പാലക്കാട്ടെത്തി, പാലക്കാട്ടുകാരനായി, പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ജനറൽ സെക്രട്ടറി ആയി, KSTയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടൊക്കെ കഴിയുന്ന കാലം മുതൽ ഒരു സമര സംഘടനയുടെ ആളെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നതാണ്. 2, ശ്രീ രാജേഷ്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഇന്ന് അദ്ദേഹത്തെ പണിക്കർ സാറിൻ്റെ വീട്ടിൽ വെച്ച് കാണുകയും ഞങ്ങൾ സൗഹൃദം പങ്കിടുകയൊക്കെ ചെയ്യണം. അപ്പോൾ ആ 2 ബന്ധമുള്ള ഒരാളാണ് നമുക്ക് സ്വാഗതം ആശംസിച്ചെന്നുള്ളത് അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ്. ആ സന്തോഷം ഞാൻ മറച്ചു വയ്ക്കാതെ ഇവിടെ അറിയിക്കുകയാണ്. അതേപോലെ നിതിയുടെ ബ്രദറിനെ, സഹോദരനെ ഞാൻ അറിയും. പാലക്കാട്ട് പരിപാടിക്ക് പോകുമ്പോൾ അത് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിരിക്കട്ടെ, ഇന്നത്തെ ഇപ്പോൾ ഈ വിഷയം ചട്ടമ്പി സ്വാമികളുടെ ജ്ഞാന നവോത്ഥാനം എന്നതാണ്. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഈ ചട്ടമ്പി, നാരായണ ഗുരു തുടങ്ങിയ ആൾക്കാരെയൊക്കെ സന്യാസിമാരായിട്ട് ഒതുക്കി കെട്ടിയിട്ട് അവരുടെ സാമൂഹ്യ വൈജ്ഞാനിക രംഗത്തുള്ള ഇടപെടലുകളെ വേണ്ടത്ര ഉയർത്തിക്കാട്ടാറില്ല, അല്ലെങ്കിൽ അതിനെ സമഗ്രമായ പഠനത്തിന് വിധേയമാക്കിയിട്ടില്ല. അതിന് കാരണം ഒരുപക്ഷെ വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ള പഠനം വന്നപ്പോൾ അവരെ പുകഴ്ത്തുന്ന, അല്ലെങ്കിൽ അവരുടെ അവദാനങ്ങൾ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം നമ്മൾ എന്തുകൊണ്ടോ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഭാഷാ പണ്ഡിതന്മാരും കൂടെയൊക്കെ എടുത്തു. വാസ്തവത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ചരിത്രം എഴുതിയ ചരിത്രകാരന്മാർ കുറവാണ്. മറ്റാൾക്കാരാണ്, ഭാഷാ പണ്ഡിതന്മാർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇത് പലതും എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ നവോത്ഥാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന ഒരു നിരീക്ഷണത്തിലൂടെ നമുക്ക് തുടങ്ങിയാലേ പറ്റൂ. നവോത്ഥാനം ഒരിക്കൽ അവസാനിച്ചു പോയതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ വെച്ച് മാത്രം തുടങ്ങിയതോ അല്ല. അതൊരു നിരന്തര പ്രക്രിയയാണ്. സാമ്പത്തിക രംഗത്ത് വരുന്ന മാറ്റം, ഓരോ ഘട്ടത്തിലും മാറ്റം വരും. ആ മാറ്റത്തിനനുസരിച്ച് ആ വ്യവസ്ഥ, ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങൾക്ക് എതിരെ നടക്കുന്ന സമരത്തെയാണ് നവോത്ഥാനം എന്ന് പറയുക. അതായത് ഇപ്പോൾ ശ്രീബുദ്ധൻ്റെ കാലം, അതിന് മുമ്പ് നിലവിലിരുന്ന നാടോടി അല്ലെങ്കിൽ പാസ്റ്ററൽ എക്കോണമി എന്ന് പറയുന്ന ഭാഗികമായിട്ട് കൃഷിയും ഭാഗികമായിട്ട് ഭക്ഷ്യ ശേഖരണവുമായിട്ട് കഴിയുന്നൊരു സമൂഹം, അതാണ് സാമ്പത്തിക ഘടന. പാസ്റ്ററൽ എക്കോണമി, വേദിക് എക്കോണമി എന്നൊക്കെ പറയുന്നത്. അവരുടെ വ്യവസ്ഥയായിരുന്നു ചാതുർവർണ്ണ്യം. ചാതുർവർണ്ണ്യം ജാതി വ്യവസ്ഥയായിട്ട് മാറുന്നതിന് മുമ്പത്തെ അവസ്ഥ. ആ വ്യവസ്ഥയുടെ ചാതുർവർണ്ണ്യത്തെയും മനുഷ്യരെ തുല്യരായി കണക്കാക്കാത്ത അവസ്ഥയ്ക്കുമെതിരായിട്ടായിരുന്നു ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ ശ്രീബുദ്ധൻ, അതേപോലെ മറ്റാൾക്കാർ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ വർദ്ധമാന മഹാവൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഒരു പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് നവോത്ഥാനമായി. ആ നവോത്ഥാനത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം എന്താണ്? ആ നവോത്ഥാനത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം എന്ന് പറയുന്നത് സൈന്ധവ തീരത്ത് നിന്നും ഗംഗാ സമതലത്തിലേക്കുള്ള മനുഷ്യ കുടിയേറ്റവും
ആ കുടിയേറ്റത്തിൻ്റെ ഫലമായിട്ടുണ്ടായ കാർഷിക വ്യാപനവും ആ വ്യാപനത്തിൻ്റെ ഫലമായിട്ട് കൂടുതൽ ലേബർ ഫോഴ്സ് തൊഴിൽ ശക്തി വേണ്ടി വന്നതും ആ പുതിയ തൊഴിൽ ശക്തിയെ എങ്ങനെ കണ്ടെത്തുമെന്ന അന്വേഷണത്തിൽ നിന്ന് ശൂദ്രന്മാരായി കിടക്കുന്ന ആൾക്കാരെ മോചിപ്പിച്ച് അവർക്ക് പുതിയ അവസ്ഥ, സാമൂഹ്യ അവസ്ഥ കൊടുത്ത് സാമ്പത്തിക രംഗത്തെ ലേബർ ഫോഴ്സ് അല്ലെങ്കിൽ അധ്വാന ശക്തിയെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമായി. അതൊരു വശം, കാർഷിക വശം. ഇരുമ്പിൻ്റെ വ്യാപകമായ ഉപയോഗത്തോടു കൂടി കാർഷിക മിച്ചം ഉണ്ടായപ്പോൾ കാർഷിക മിച്ചത്തെ വിപണനം ചെയ്യുന്നതിനുള്ള കച്ചവട കേന്ദ്രങ്ങൾ വളർന്നു വന്നു. ആ കച്ചവട കേന്ദ്രങ്ങളാണ് സിന്ധു ഗംഗാ സമതലത്തിലെ ഈ ജനപദങ്ങൾ എന്ന് പറഞ്ഞ 16 വലിയ ജനപദങ്ങളും അതിൽ ഒരുപാട് ചെറിയ വനങ്ങളുണ്ടായിരുന്നു. അവിടെ വരുന്ന വണിക് വർഗം, കച്ചവട വർഗം. ആ കച്ചവട വർഗത്തിൻ്റെ താല്പര്യമായിരുന്നു ഒരു സ്വതന്ത്ര മനുഷ്യ അധ്വാന ശക്തി വേണ്ടത്. ആ പശ്ചാത്തലത്തിലാണ് ഈ നമ്മുടെ ചാതുർവർണ്ണ വ്യവസ്ഥയെയും ജാതിയുടെ ആദ്യ രൂപങ്ങളെയും വർത്തമാന മഹാവീരനും പിന്നെ ശ്രീബുദ്ധനും ഒക്കെ എതിർക്കുന്നത്. അതൊരു ഒന്നാമത്തെ നവോത്ഥാനം എന്ന് പറയാം. അപ്പം നിലവിലിരിക്കുന്ന സാമ്പത്തികവും സാമൂഹ്യവുമായ വ്യവസ്ഥയിൽ മാറ്റം വരികയും ആ മാറ്റത്തിനനുസരിച്ച് അതിനു മുമ്പ് നിലവിലിരുന്ന വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ച മൂല്യങ്ങൾ മാറാതിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യം, കോൺട്രഡിക്ഷൻ, ക്രൈസിസ്, അതിൽ നിന്നാണ് നവോത്ഥാനത്തിൻ്റെ തുടക്കം. അവിടെ പുതിയ മൂല്യങ്ങൾ വരും, പഴയ മൂല്യങ്ങളും പുതിയ മൂല്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ആ ഏറ്റുമുട്ടലിൻ്റെ ഫലമായി പുതിയ മൂല്യങ്ങൾ വരും. ആ പുതിയ മൂല്യങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക രംഗത്തെ മാറ്റം വന്നിട്ടുണ്ടാവും. ഇതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. യൂറോപ്പിൽ സംഭവിച്ചത് നമ്മൾ പാശ്ചാത്യ നവോത്ഥാനം എന്ന് പറയുന്നത് ഫ്യൂഡൽ എക്കോണമിക്കകത്ത്, അവിടുത്തെ ഫ്യൂഡൽ സമ്പ്രദായം, ജന്മി നാടുവാഴി സമ്പ്രദായത്തിനകത്ത് പുതിയൊരു വണിക് വർഗം വളർന്നു വരികയും ആ വണിക് വർഗത്തിൻ്റെ കച്ചവട താല്പര്യങ്ങൾക്ക് കൂടുതൽ ലേബർ ഫോഴ്സ് ആവശ്യമായി വരികയും ചെയ്തപ്പോൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ അടിയാളന്മാരായി കഴിഞ്ഞവരെ മോചിപ്പിച്ചു കൊണ്ടുവന്ന് ഈ വികസിക്കുന്ന കച്ചവട സമൂഹത്തിൻ്റെ, കച്ചവട വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ പുതിയ ലേബർ ഫോഴ്സിനെ ഉണ്ടാക്കണം. അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ മുദ്രാവാക്യമാണ് ലിബേർട്ടി, ഇക്കോണമി, ഫ്രട്ടേണിറ്റി എന്നൊക്കെ പറയുന്നത്. ലിബേർട്ടി എന്ന് വെച്ചാൽ ഫ്രീഡം, എന്തിനുമുള്ള ഫ്രീഡം, പോയി ചാകാനുള്ള ഫ്രീഡവും കൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ളതാണ്. അങ്ങനെ വരുന്നതാണ് അവിടുത്തെ പാശ്ചാത്യ നവോത്ഥാനം. അപ്പോൾ ഓരോ സാമ്പത്തിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ രംഗത്തും വരുന്ന മാറ്റത്തിനനുസരിച്ച് മൂല്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടും. പഴയ മൂല്യങ്ങൾ കുറച്ചു പോകും, പുതിയ മൂല്യങ്ങൾ വരും, അല്ലെങ്കിൽ പഴയ മൂല്യങ്ങൾ നവീകരിക്കപ്പെടും. ഈ പ്രക്രിയയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തികവും സാമൂഹ്യവുമായ അവസ്ഥ ഏത്? ആ സാമ്പത്തികവും സാമൂഹ്യമായ അവസ്ഥയുടെ രാഷ്ട്രീയ രൂപമാണ് നാടുവാഴിത്തം, രാജഭരണം. അത് ചെറിയ നാടുകളുണ്ടാവും, വലിയ നാടുകളുണ്ടാവും. ഒരു ഘട്ടം കഴിയുമ്പോൾ ചെറിയ നാടുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കുറച്ചുകൂടി വലിയ നാട്, ഇപ്പോൾ തിരുവിതാംകൂർ വലിയ നാടാണ്. കോഴിക്കോട് ഏറാൾപ്പാടിൻ്റെ സാമൂതിരിപ്പാടിൻ്റെ വലിയ രാജ്യമാണ്. രാജ്യത്താൽ കേരളത്തിനകത്തെ രാജ്യങ്ങൾ തമ്മിൽ കൊച്ചു നാടുകളെ അപേക്ഷിച്ച് വലുതാകുന്നു. അത് രാഷ്ട്രീയമായി സംഭവിക്കുന്ന കാര്യം. ഒരു സാമ്പത്തികമായ ഒരു കമ്പോളത്തിൻ്റെ ഏകീകരണം വേണ്ടി വരുന്നതുകൊണ്ടാണ്. അപ്പം 19-ാം നൂറ്റാണ്ടിന് മുമ്പ് വരെ കേരളത്തിൽ നിലവിലിരുന്ന സാമ്പത്തികവും സാമൂഹികമായ അവസ്ഥയാണ് ജന്മിത്തം സാമ്പത്തികവും, ജാതി വ്യവസ്ഥ സാമൂഹികവും, നാടുവാഴിത്തം രാഷ്ട്രീയവും. ഇത് മൂന്നാണ് EMS പറഞ്ഞ ജാതി, ജന്മി, നാടുവാഴി വ്യവസ്ഥ. പക്ഷേ ഇതിനകത്ത് നമ്മൾ രേഖപ്പെടുത്താതെ കിടന്നതും ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥ കൂടെ ഉണ്ട്. അത് പൗരോഹിത്യമാണ്. പൗരോഹിത്യം പുരോഹിതന്മാർ മാത്രം അടങ്ങുന്നതല്ല. ഒരു കാലത്ത് മുൻകാലങ്ങളിലെ പുരോഹിതന്മാരും നാട്ടുകാരും കൂടി ഉണ്ടാക്കി വെച്ച മൂല്യവ്യവസ്ഥയെ മാറാതെ സംരക്ഷിക്കുന്നത് ആരാണോ അതാണ് പൗരോഹിത്യം. അതിൽ പുരോഹിതൻ 1-2 ആൾക്കാരെ നോബലായിട്ടേ കാണുകയുള്ളൂ. പക്ഷേ അതിനെ പിന്താങ്ങി നിലനിർത്തുന്ന ഒരു സമൂഹം കാണും. ആ സമൂഹം പവർഫുള്ളായി, ശക്തമായിരിക്കും. അവർ സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് ശക്തി ചെലുത്താൻ, സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരായിരിക്കും. അതിനെ നമുക്ക് പൗരോഹിത്യം എന്ന് വിളിക്കാം. പ്യുവർലി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അത് സാമ്പത്തിക താല്പര്യം വെച്ചുള്ള ഒരു പൗരോഹിത്യമാണ്. അപ്പം ജാതി, ജന്മി, നാടുവാഴി പൗരോഹിത്യമാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ദശകങ്ങൾ വരെ കേരളത്തിൽ നിലനിന്നിരുന്നത്. ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നെങ്കിൽ എങ്ങനെ? ഇത് വേണം 1800 മുതൽ 1900 വരെ, അതായത് 19-ാം നൂറ്റാണ്ടും
നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധി വരെയുള്ള 1950 വരെയുള്ള അരനൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റം എന്താണ്? 2 തരത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഒന്ന് ആഭ്യന്തരമായിട്ട്, ഇൻറ്റേർണലായിട്ട് ഭൂവുടമ ബന്ധങ്ങളിൽ മാറ്റം വരുന്നു. ഭൂബന്ധങ്ങൾ നേരത്തെ സ്വാഗതം പറഞ്ഞപ്പോൾ എൻ്റെ പേര് സൂചിപ്പിച്ചാണ് അതിന് ഭൂബന്ധങ്ങളുടെ മാറ്റം. ആ ഭൂബന്ധങ്ങളുടെ മാറ്റം എങ്ങനെയാണ്? രാജാവിന് അല്ലെങ്കിൽ നാടുവാഴിക്ക് സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഭൂമി ചില സ്ഥാപനങ്ങൾക്ക്, വ്യക്തികൾക്കല്ല സ്ഥാപനങ്ങൾക്ക് ദാനമായി നൽകുന്നു അല്ലെങ്കിൽ എടുത്തോളാൻ പറയുന്നു. അങ്ങനെയാണ് 3 തരത്തിലുള്ള ഭൂവുടമ ബന്ധങ്ങൾ വരുന്നത്. ദേവന്റെ പേരിലുള്ള ദേവസ്വവും, പൂജാരിയുടെ പേരിലുള്ള ബ്രഹ്മസ്വവും, നാടുവാഴിയുടെ പേരിലുള്ള തിരുക്കൊച്ചി പ്രദേശത്ത് പണ്ടാരവക എന്ന് പറയും, മലബാറിലാണെങ്കിൽ അതിനെ ചേരിക്കൽ എന്ന് പറയും. അങ്ങനെ ഒരു ഭൂമിയുടെ വീതം വെപ്പ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ്. അതിന് മുമ്പുണ്ടായിരുന്നത് കോമൺവെൽത്താണ്, പൊതുസ്വത്താണ്. സമൂഹം ഈ ഭൂമി ആരുടെയും അല്ല. വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്നവന് കൈവശം വയ്ക്കാം. ഉടമസ്ഥതയില്ല, കൈവശാവകാശം മാത്രമേ ഉള്ളൂ, പൊസഷനേ ഉള്ളൂ, ഓണർഷിപ്പ് ഇല്ല. ഇതായിരുന്നു അവസ്ഥ. ഇതിൽ ചെറിയ മാറ്റം വരുന്നത് വേണാടിൻ്റെ അധിപനായിരുന്ന മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറാക്കി മാറ്റുന്ന സമയത്ത് നിരന്തരമായ യുദ്ധങ്ങൾ വേണ്ടി വന്നു. യുദ്ധത്തിന് ആയുധം വേണം, പട്ടാളക്കാർ വേണം, അതിന് ചെലവുണ്ട്, അവർക്ക് ചോറ് കൊടുക്കണം, ആയുധം വാങ്ങണം, ഒക്കെ വേണം. പണം കണ്ടെത്തണം. പണം കണ്ടെത്തുന്നതിന് വേണ്ടി സർക്കാർ വക ഭൂമി, അതായത് പണ്ടാര വക ഭൂമി പുതിയ ഉടമകൾക്ക്, അല്ലെങ്കിൽ പുതിയ ഉടമയെന്ന് പറഞ്ഞുകൂടാ, കുടിയാന്മാർക്ക് പാട്ടത്തിന് കൊടുത്തു. അങ്ങനെ പണ്ടാര വക ഭൂമി പാട്ടത്തിന് കൊടുത്തതിൻ്റെ പേരാണ് പണ്ടാരപ്പാട്ടം. 19-ാം നൂറ്റാണ്ടിലെ ഭൂസംബന്ധമായ വ്യവഹാരങ്ങൾ ഇതൊക്കെ കാണാം. അങ്ങനെ മാറ്റം വരുന്നു. അപ്പോൾ പുതിയ ഒരു കർഷക വർഗം ഈ ജന്മിത്തത്തിന് കീഴിൽ വളർന്നു വരുന്നു. ജന്മിത്തത്തിനകത്ത് പുതിയൊരു കർഷക വർഗം, കോഴിമുട്ടയ്ക്കകത്ത് കുഞ്ഞ് വിരിയുന്നത് പോലെ. അവസാനം കോഴിമുട്ടയുടെ തൊണ്ട് പൊളിച്ച് ആ തോട് കളഞ്ഞിട്ടാണല്ലോ കുഞ്ഞ് പുറത്തു വരുന്നത്. അങ്ങനത്തെ ഒരു സ്ഥിതി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തുടങ്ങുന്നു. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ ദശകത്തിൽ കേണൽ മൺട്രോ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും ദിവാനായി ഒരേ സമയം പ്രവർത്തിച്ച സമയത്ത് ദേവസ്വം ഭൂമിയും എടുത്ത് പണ്ടാരവകയാക്കി. അതായത് സ്വകാര്യ, അതായത് ക്ഷേത്രങ്ങളുടെ വകയായിരുന്നതാണ് ദേവസ്വം. ആ ദേവസ്വം ഭൂമിയെ സർക്കാർ ഏറ്റെടുത്തു. ദേവന്റെ നിത്യനിദാന ചെലവിലേക്കായിട്ട് ദേവസ്വം വകുപ്പ് രൂപീകരിച്ചു. സർക്കാരിൽ ഒരു വകുപ്പ്, ദേവസ്വം വകുപ്പ്. ആ ദേവസ്വം വകുപ്പിൻ്റെ ഇപ്പോഴത്തെ രൂപമാണ് ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൻ്റെ ജോലി എന്താ? ക്ഷേത്ര ഭരണമാണ്. വേറെ ഒരു ഭരണവും അവരെ ഏൽപ്പിച്ചിട്ടില്ല. വേറെ വല്ല ഭരണങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അവരോട് ആവശ്യപ്പെട്ടാൽ അവർ അനാവശ്യമായിട്ട് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയാം. എനിക്കത് വേറെ കാര്യം. അപ്പോൾ ഭൂമിയിൽ പൊതുസ്വത്തായിരുന്ന ഭൂമിയെ സ്ഥാപനങ്ങളുടെ പേരിലാക്കി. നാടുവാഴി സ്ഥാപനമാണ്, ദേവസ്വം സ്ഥാപനമാണ്, പൂജാരി സ്ഥാപനമാണ്. ഏതെങ്കിലും വ്യക്തിയല്ല, പൂജാരി കുടുംബത്തിനാണ് കിട്ടുന്നത്. ബ്രാഹ്മണനാണ് പൂജാരി എന്നുള്ള ബ്രഹ്മസ്വം. അങ്ങനെ ഒരു മാറ്റം വരുന്നു. അപ്പോൾ കൂടുതൽ ഭൂ ഉടമകൾ അല്ലെങ്കിൽ പാട്ടക്കാരുണ്ടാകുന്നു. അപ്പം ജന്മിത്തത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ ഒരു ആന്തരിക വളർച്ച ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടായിരുന്നു. അതിൻ്റെ ഫലമെന്താ? 812 തിരുവിതാംകൂറിൽ 378 ക്ഷേത്രങ്ങൾ മൺട്രോ ഏറ്റെടുത്ത് സർക്കാരിൻ്റെതാക്കി. ആ 378 ക്ഷേത്രങ്ങളുടെയും ഭൂമി സർക്കാർ ഭൂമിയാക്കി. അങ്ങനെ സർക്കാരിൻ്റെ ഭൂമിയാക്കിയ ഈ വസ്തുവിനെ മറ്റ് പുതിയ പാട്ടക്കുടിയാന്മാർക്ക് വീതം വെച്ച് കൊടുത്തു, പാട്ടത്തിന് കൊടുത്തു. ഉദ്ദേശം സർക്കാരിന് പണം കിട്ടണം, നെല്ലളക്കണം. അത് നെല്ലാണ്, പാട്ടം വസ്തുക്കളായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ക്യാഷായിട്ടല്ല വരുന്നത്, കൈൻറ്റായിട്ടാണ് വരുന്നത്. അങ്ങനെ വന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ? ഒരുപാട് പുതിയ കർഷക വർഗം, മധ്യവർഗ കർഷകർ വളർന്നു വന്നു. ഈ മധ്യവർഗ കർഷകരുടെ സമ്മർദ്ദം സഹിക്കവയ്യാതെയാണ് 1865 തിരുവിതാംകൂർ സർക്കാർ ഒരു പണ്ടാരപ്പാട്ട വിളംബരം പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഫലമായി പണ്ടാരവക ഭൂമി, സർക്കാർ വക ഭൂമി കൈവശം വച്ചിരുന്ന പാട്ടക്കുടിയാന് ഉടമസ്ഥാവകാശം കിട്ടി, പിന്തുടർച്ചാവകാശം കിട്ടി, കൈമാറ്റാവകാശം കിട്ടി. അന്നേ വരെ ഭൂമി കൈമാറ്റമില്ല, ഭൂമി മാറും, വിൽപ്പനയില്ല. ഇപ്പൊ വിൽപ്പനയ്ക്ക് അവസരം കിട്ടുന്നു. അപ്പൊ ചരക്കായി, ഭൂമി ചരക്കായി. മറ്റൊന്ന്,
ഈ മരുന്ന് മാറ്റം എന്ന് പറയുന്നത് പിന്തുടർച്ച അവകാശം കിട്ടുന്നു. നേരത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലായതുകൊണ്ട് പിന്തുടർച്ചയില്ല. പണ്ടാരപ്പാട്ടം വഴി വ്യക്തിക്കാകുന്നു. പട്ടയം ഒരു വ്യക്തിയുടെ പേരിൽ, കരം തീർത്ത വ്യക്തിയുടെ പേരിലാവുമ്പോൾ അയാളുടെ കാലശേഷം ഭൂമി അയാളുടെ അവകാശികൾക്ക് കൊടുക്കാം, ലോ ഓഫ് സക്സഷൻ അനുസരിച്ച്. അങ്ങനെ ലോ ഓഫ് സക്സഷൻ അനുസരിച്ച് കൊടുക്കുമ്പോൾ ആർക്ക് കൊടുക്കണം? ആരാണ് പിന്തുടർച്ച? കൂടുതൽ ഭൂമി കൈവശിച്ച നായന്മാരാണ്. പണ്ടാരപ്പാട്ട ഭൂമി കിട്ടിയത് നായന്മാരുടെ ദായക്രമം മരുമക്കത്തായമാണ്. അപ്പോൾ അനന്തരവന്മാർക്കേ പോവും. അപ്പോഴാണ് മക്കളെല്ലാം കൂടി ഉയർന്നു വന്നത്. അപ്പോൾ മക്കത്തായികളും മരുമക്കത്തായികളും സാമ്പത്തികമായി ഏറ്റുമുട്ടി അതിൻ്റെ ഫലമായിട്ടുണ്ടായ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. ഉണ്ടായത് 1914 ഉള്ളൂ. അവർ പറഞ്ഞെന്താ, മരുമക്കത്തായം വേണ്ട, മക്കത്തായം മതി. ഏതിൻ്റെ അടിസ്ഥാനത്തിലായത്? ഈ ഭൂമി കൈവശം വച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ്യക്തികൾക്ക് ഭൂമിയിൽ പാട്ട അവസ്ഥ മാറിയിട്ട് ഓണർഷിപ്പ് വരുന്നതോടുകൂടി വരുന്നതാണ്. അതാണ് ഒരു കാര്യം. 2, ദേവസ്വം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ഇങ്ങനെ പാട്ടത്തിന് കൊടുത്തപ്പോൾ അങ്ങനെ പാട്ടം കിട്ടിയത് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും കിട്ടി. മൺട്രോ ബ്രിട്ടീഷുകാരനാണ്, അയാൾക്ക് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. അയാൾക്ക് ഈഴവർക്ക് കൊടുത്തു, തെക്കൻ തിരുവിതാംകൂറിൽ ചാന്നാമാർക്ക് കൊടുത്തു, അമ്പലവാസിയെ കൊടുത്തു, ക്രിസ്ത്യാനിക്ക് കൊടുത്തു, മുസൽമാന് കൊടുത്തു. അങ്ങനെ ഇതര മതസ്ഥർക്കും താഴ്ന്ന ജാതി എന്ന് വിശേഷിപ്പിച്ചിരുന്നെങ്കിലും ന്യൂമറിക്കലി സ്ട്രോങ് ആയിരുന്ന അംഗസംഖ്യയിൽ മുന്നിൽ നിന്ന് ഈഴവർക്ക് കിട്ടി. തെക്കൻ തിരുവിതാംകൂർ എന്ന് പറയുന്ന ഇന്നത്തെ കന്യാകുമാരി ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ഭാഗങ്ങൾ, അവിടെ ചാന്നാർ എന്ന് പറയുന്ന നാടാർ വിഭാഗത്തിന് കിട്ടി. അങ്ങനെ പലർക്ക് ഭൂമിയുടെ കൈവശ അവകാശം മറ്റു ഒരുപാട് പേരിലേക്ക് മാറിപ്പോയി. അപ്പോൾ എല്ലാ ജാതികൾക്കകത്തും, അതായത് ഈ ഭൂമി കിട്ടിയ ജാതികൾക്കകത്ത് പുതിയൊരു സമ്പന്നവർഗം വളർന്നു വന്നു. അതായത് ജന്മിത്തത്തിനകത്ത് ഒരു പുതിയ മധ്യവർഗ കർഷകൻ വളർന്നു വന്നു. അതാണ് ഒരു കാര്യം. അപ്പോൾ ജാതിക്ക് അതീതമായി ഭൂമിയുടെ ഉടമസ്ഥത മറ്റ് ജാതിക്കാരിലേക്ക് പോയപ്പോൾ അവിടെ ഒരു സമ്പന്നവർഗം വളർന്നു വന്നു. ആ സമ്പന്നവർഗത്തിൻ്റെ താല്പര്യങ്ങൾ കൂടെ മാനിക്കേണ്ടതായ ഒരവസ്ഥ ഭരണകൂടത്തിന് വന്നു. അത് ഒരു പശ്ചാത്തലം. 2, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. 1600 ലണ്ടനിൽ സ്ഥാപിക്കപ്പെട്ട കമ്പനി. അവരിങ്ങോട്ട് കച്ചവട സ്ഥാനത്ത് നിന്ന് ഇവിടുന്ന് വസ്ത്രം, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ വിറ്റ് ലാഭം ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെ ലാഭമുണ്ടാക്കി പുതിയൊരു മധ്യവർഗം, ഒരു സമ്പന്ന വർഗം, കച്ചവട വർഗം, മെർക്കൻറ്റൈൽ കമ്മ്യൂണിറ്റി അവിടെ വളർന്നു വന്നു. ഒരു മെർക്കൻറ്റൈൽ കമ്മ്യൂണിറ്റിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയത്. 125 ഷെയർ ഹോൾഡർമാർ കൂടി ചേർന്ന് 1,25,000 പൗണ്ട് ഓഹരി മൂലധനമായിട്ട് ഉയർത്തിയെടുത്ത് ഉണ്ടാക്കിയ കമ്പനിയുടെ പേരാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കിഴക്കൻ പ്രദേശത്ത് പോയി കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കി. അങ്ങനെ ലാഭമുണ്ടാക്കിയ ആ പണം അവർ കൂടുതൽ സ്ഥലത്തേക്ക് നിക്ഷേപിച്ചു. അതിൽ ഒരു നിക്ഷേപം വന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലാണ്. ആ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ 16, 17, 18 നൂറ്റാണ്ടുകളിൽ, ശരിക്കും പറഞ്ഞാൽ 17, 18 നൂറ്റാണ്ടുകളിൽ ഉണ്ടായ വ്യാവസായിക വിപ്ലവം. ആ വ്യാവസായ വിപ്ലവത്തിൻ്റെ കൂടെ വന്ന കാർഷിക വിപ്ലവം, ഈ 2 വിപ്ലവവും കൂടി സമൂഹത്തിൽ മാറ്റം വരുത്തിയപ്പോഴുണ്ടായ ഇന്റലക്ച്വൽ റവല്യൂഷൻ എന്ന് പറയുന്ന ജ്ഞാനോദയം, എൻലൈറ്റൻമെന്റ്, അത് യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായതാണ്. അപ്പോൾ ഇവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി യൂറോപ്യൻ കമ്പോളത്തിൽ കൊണ്ടുപോയി വിറ്റ് പണമുണ്ടാക്കിയിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി അവിടെ യന്ത്രങ്ങളെ ഉപയോഗിച്ചു. മനുഷ്യാധ്വാനത്തിന് പകരം വയ്ക്കാവുന്ന യന്ത്രശക്തി നിലവിൽ വന്നു. അതായത് ടൂൾസിൽ മാറ്റം വരുന്നു, ഉൽപ്പാദന ഉപകരണങ്ങളിൽ മാറ്റം വന്നു. മാറ്റം വന്നതനുസരിച്ച് ഉൽപ്പാദന വർധനവുണ്ടായി. ഉൽപ്പാദന വർധനവുണ്ടായപ്പോൾ ഉൽപ്പാദന മിച്ചമുണ്ടായി. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം ഈ ഉൽപ്പന്നത്തെ വിറ്റാൽ മതിയാവില്ല, വീണ്ടും മിച്ചം കിടക്കും. അപ്പോൾ ഈ മിച്ചോൽപ്പന്നം വിറ്റഴിക്കേണ്ടത് കച്ചവട കമ്പനിയുടെ താല്പര്യമായി, ആവശ്യമായി. ആ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവർ നേരത്തെ ഉൽപ്പന്നങ്ങൾ തേടി വന്ന കോളനികളിൽ ഈ ഉൽപ്പന്നങ്ങൾ തിരിച്ചു വിൽക്കാൻ നോക്കി. അങ്ങനെ ആ ഉൽപ്പന്നം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടുകാരുടെ, കോളനി നിവാസികളുടെ ജീവിത സങ്കല്പങ്ങളിൽ മാറ്റം വരുത്തണം, ജീവിത ശൈലിയിൽ മാറ്റം വരുത്തണം. അങ്ങനെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി അവർ വിദ്യാഭ്യാസത്തെ ഒരു ഉപകരണമാക്കി. നേരത്തെ നിലവിലിരുന്ന വേദവിദ്യാഭ്യാസം അമ്പലങ്ങൾ, ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും സാമാന്യ ജനങ്ങളുടെ വിദ്യാഭ്യാസം ആശാൻ പള്ളിക്കൂടങ്ങൾ വഴിയും
നടന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പള്ളിക്കൂടങ്ങൾ വന്നു, അത് പള്ളികളിൽ പള്ളിക്കൂടം വന്നു. അവിടെ പാശ്ചാത്യ സാഹിത്യം, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു, പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിച്ചു. അത് കിട്ടിയ ഒരു പുതിയ വർഗം, മധ്യവർഗ വിദ്യാഭ്യാസം ലഭിച്ചൊരു മധ്യവർഗം ഇവിടെ വന്നു. അവരുടെ താല്പര്യങ്ങൾ മാറി, അവരുടെ സാംസ്കാരിക രംഗത്ത് വന്ന് അവരുടെ മാറ്റമാണ് തിരുവിതാംകൂറിലെ വസ്ത്രധാരണ അവകാശത്തിനു വേണ്ടി നടന്ന സമരം. കേരളത്തിൽ അന്നേ വരെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ അന്നേ വരെ കൈത്തറിയേ ഉണ്ടായിരുന്നുള്ളൂ. കൈത്തറിയിൽ ഉണ്ടാക്കിയ മിച്ചോൽപ്പന്നമാണ് യൂറോപ്പിൽ കയറ്റുമതി ചെയ്തിരുന്നത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാങ്ങിക്കൊണ്ട് പോയത്. അവിടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വിപ്ലവം വന്നു. 1784 യന്ത്രം പവർലൂം വരുന്നു. ഹാൻഡ്ലൂമിൽ നിന്നും പവർലൂമിലേക്കുള്ള ഈ മാറ്റം വന്നപ്പോൾ അത് അവിടെ ഒരു മിച്ചോൽപ്പന്നത്തിനിടയാക്കി. ആ മിച്ചോൽപ്പന്നം വിൽക്കണമെങ്കിൽ കേരളീയരുടെ, ഇന്ത്യക്കാരുടെ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്തണം. ആ വസ്ത്രധാരണ രീതിയിൽ മാറ്റം വരുത്താനാൽ അവർ ബോധപൂർവ്വം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടാം മുണ്ടോ കുപ്പായമോ ധരിക്കണമെന്നുള്ള ആവശ്യം വന്നത്. അതിൻ്റെ ഫലമായി വസ്ത്രധാരണ അവകാശത്തിനുള്ള സ്ത്രീകൾ പോരാടിയത്. അവസാനം സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഉത്തരവിലൂടെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം കിട്ടി. ഇതൊക്കെ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം കഴിയുമ്പോഴേക്കും നടന്നിരുന്നു കേരളത്തിൽ. ഇങ്ങനെ ഒരവസ്ഥയിൽ രാഷ്ട്രീയമായി നാടുവാഴിത്തത്തെ മൂക്കുകയറിട്ട് നിർത്തിയിരിക്കുന്ന കൊളോണിയലിസം, മദ്രാസ് ഗവൺമെന്റ് നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് തിരുവിതാംകൂറും കൊച്ചിയൊക്കെ പ്രവർത്തിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് പുതിയ ഉൽപ്പന്നങ്ങൾ വന്നു. ആ ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ യന്ത്രങ്ങളും വന്നു. നോക്കൂ, അച്ചടിശാല 1820 നാഗർകോവിൽ, 834 തിരുവനന്തപുരത്ത് സർക്കാർ തന്നെ പ്രസ് തുടങ്ങുന്നു. 840-കളായപ്പോഴേക്കും ചാവറ അച്ഛൻ കോട്ടയത്ത് മാന്നാനത്ത് പ്രസ് തുടങ്ങി. അതേപോലെ CMSകാർ കോട്ടയത്ത് പ്രസ് തുടങ്ങി. ഈ പ്രസ് ആര് പ്രവർത്തിപ്പിക്കും? പ്രസ് പ്രവർത്തിപ്പിക്കാൻ ഒരു ജാതി കേരളത്തിലുണ്ടോ? കേരളത്തിൽ അന്നേ വരെ നടന്നിരുന്ന എല്ലാ തൊഴിലുകളും ജാതി അടിസ്ഥാനത്തിലാണ്. ഇപ്പം ജാതിക്ക് അതീതമായൊരു തൊഴിൽ വന്നു. ആ തൊഴിൽ ആര് ചെയ്യണം? അപ്പം ജാതികളിൽ നിന്ന് ഊരിയെടുക്കണം. 2, മൂലധനമെന്ന് പറയുന്ന പുതിയ യന്ത്രം വന്നാൽ മൂലധനം, പണം വാങ്ങണം. പണമാണ് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെയാണ് 865 ഞാൻ നേരത്തെ പറഞ്ഞ പണ്ടാരപ്പാട്ട വിളംബര പ്രകാരം ഭൂമി ചരക്കായപ്പോൾ 10-12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഭൂമി വിൽപ്പന ചരക്കായി. മൂന്നാറിൽ 3000 ഏക്കർ ഭൂമി ഒരു സായിപ്പ് വിലയ്ക്ക് വാങ്ങി. അവിടെ തേയില കൃഷി തുടങ്ങി. വനം വെട്ടി വെളിവാക്കി തേയില കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് തൊഴിലാളികളെ ആവശ്യമുണ്ട്. തേയില കേരളത്തിൻ്റെ ഉൽപ്പന്നമല്ല, അന്നേ വരെ കൃഷിയില്ല. അന്ന് നേരത്തെ പരമ്പരാഗതമായിട്ട് തേയില ഇവിടെ കൃഷി ചെയ്തിരുന്നെങ്കിൽ തേയില കൃഷി ചെയ്തൊരു ജാതി ഉണ്ടാവുമായിരുന്നു. തെങ്ങിൽ കയറാൻ ജാതി ഉള്ളതുപോലെ, നെല്ല് നടാൻ ജാതി ഉള്ളതുപോലെ തേയിലയ്ക്ക് ഒരു ജാതി ഉണ്ടാവുമായിരുന്നു. ആ ജാതിയില്ല, കാരണം അത് പുതിയ ഉൽപ്പന്നമാണ്. അപ്പോൾ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വെട്ടി വെളിവാക്കാനായിട്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ വേണം. ഈ തൊഴിലാളി എവിടെ നിന്ന് കിട്ടും? അപ്പം ജാതി വ്യവസ്ഥയെ ദുർബലമാക്കി അത് ഈ നൂരിയെടുത്തെങ്കിൽ മാത്രമേ. ഒരു ചരട് കൊണ്ട് കെട്ടിവച്ചിരിക്കുന്ന ഈർക്കിലിൻ്റെ പേരാണ് ചൂല്. ആ ചൂലിൻ്റെ കെട്ട് അയഞ്ഞു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ലൂസായി തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും അത് മുറുക്കി ഉറപ്പിക്കും. അങ്ങനെ മുറുക്കി ഉറപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ജാതിയെ കെട്ടി നിർത്തിയിരുന്ന ബന്ധങ്ങൾ തകരാൻ തുടങ്ങി. അപ്പം ജാതിക്കകത്ത് വിള്ളലുണ്ടായി. ഇതെല്ലാം 19-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയുടെ അല്ലെങ്കിൽ 3-ാം പാദത്തിൻ്റെ അവസാനത്തോടു കൂടി വന്നപ്പോഴാണ് ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായി. ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ചട്ടമ്പി സ്വാമിയെയും നാരായണ ഗുരുവിനെയൊക്കെ കാണാൻ. അയ്യാവൈകുണ്ഠൻ മുതൽ അയ്യങ്കാളി വരെയുള്ള ഒരു 1.25 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനമാണ് കേരളത്തിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ സന്യാസി വേഷം ഉണ്ടായിരുന്ന 2-3 പേരാണ്. ഒന്ന് അയ്യാവൈകുണ്ഠനാണ്, മറ്റേത് തൈക്കാട്ട് അയ്യാ ഗുരുവാണ്, 3 ചട്ടമ്പി സ്വാമിയാണ്, 4 നാരായണ ഗുരുവാണ്. വേറെ ചിലരൊക്കെ സന്യാസി വേഷം ഉണ്ടെങ്കിൽ ഇവരെ പോലെ പ്രഗത്ഭരല്ല. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം 2 പ്രധാനപ്പെട്ട സന്യാസിമാർ, അത് ചട്ടമ്പി സ്വാമി, നാരായണ ഗുരു. അവരാണ് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ഇളക്കി മറിച്ച് അവർക്ക് പഥ്യമായ തരത്തിലുള്ള ചില മൂല്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ മൂല്യങ്ങൾ മുന്നോട്ട് വയ്ക്കണമെങ്കിൽ ഞാൻ നവോത്ഥാനത്തിന് ആദ്യം കൊടുത്ത നിർവചനം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നിലവിലിരുന്ന സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ ഘടന തകരുകയോ അല്ലെങ്കിൽ ദുർബലമാവുകയോ ചെയ്യുമ്പോൾ ആ ഘടന ഉൽപ്പാദിപ്പിച്ചിരുന്ന സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഇടച്ചിലുണ്ടാവും, തളർച്ചയുണ്ടാവും. പുതിയ മൂല്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ആരംഭിക്കും. ആ പോരാട്ടമാണ് നവോത്ഥാനം നമ്മൾ പറയുന്നത്.
അപ്പോൾ ജാതി ജന്മി നാടുവാഴി പൗരോഹിത്യ വ്യവസ്ഥ ഉൽപ്പാദിപ്പിച്ചിരുന്ന മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതിയാണ്. ആ ജാതിയുടെ അധിഷ്ഠിതമായിട്ട് തന്നെ ശ്രേണീബദ്ധമായ ഹയറാർക്കിക്കലായ ജാതിയാണ്. ഏറ്റവും തലപ്പത്ത് ബ്രാഹ്മണ ജാതിയാണ്, ഏറ്റവും താഴെയായിട്ട് തടിയാള ജാതിയിൽപ്പെട്ടവരാണ്. സമ്പത്തെല്ലാം ജാതീയമായി മുകളിലുള്ളവരാണ്. സമ്പത്ത് കൈവശം വെച്ചവരെയാണ് സവർണർ എന്ന് പറഞ്ഞത്. ആ സവർണർക്ക് മാത്രമേ സമ്പന്നരുടേതായ ഭാഷയും സമ്പന്നരുടേതായ വിജ്ഞാനവും കൈവശം വയ്ക്കാൻ പറ്റൂ. കാരണം ഭാഷ എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്. അറിവിനെ സംഭരിച്ചു വയ്ക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ഭാഷ. ജ്ഞാനസമ്പത്തിൻ്റെ കുത്തക സാമ്പത്തിക രാഷ്ട്രീയ അധികാരത്തിൻ്റെ ഒരു മുന്നുപാധിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് ഭാഷയെ ഉപയോഗിച്ച് രാഷ്ട്രീയവും സാമ്പത്തികവുമായ അധീശത്വം നേടിയത്. അതിനു മുമ്പ് നിലവിലിരുന്ന മുഗള ഭരണത്തിൽ നിലവിലിരുന്ന രാഷ്ട്രീയമായ നാടുവാഴിത്തം എന്ന് പറയാവുന്ന മുഗള ഭരണത്തിന് കീഴിൽ നിലവിലിരുന്ന ഭാഷ ഏതാ? ഭരണഭാഷയായിട്ട് പേർഷ്യനും ജനങ്ങളുടെ ഭാഷയായിട്ട് ഉറുദുവുമായിരുന്നു. ഉറുദു ഭാഷയായിരുന്നു. ആ ഉറുദു ഭാഷ ജനങ്ങളുടെ ഭാഷയാണ്. ആ ജനങ്ങളുടെ ഭാഷയെ തകർത്തിട്ടാണ് അവിടെ പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ വളർന്നു വന്നത്. അതിൽ ബ്രിട്ടീഷുകാർ ബോധപൂർവം വളർത്തിയ ഒരു ഭാഷയായിരുന്നു ഹിന്ദി. ഉറുദുവിനെ തകർത്തിട്ട് ഹിന്ദി. കാരണം എന്താ? മുഗള ഭരണകാലത്ത് എല്ലാവരും, അത് മുസ്ലിങ്ങളുടെ മാത്രം ഭാഷയില്ല, ജനങ്ങൾ സംസാരിച്ചിരുന്ന ഭാഷ ഉറുദുവാണ്, ഭരണഭാഷ പേർഷ്യനുമാണ്. ആ ഭരണഭാഷയായ പേർഷ്യനെ മാറ്റി മുഗള സാമ്രാജ്യം തകർന്നപ്പോൾ ബ്രിട്ടീഷുകാർ അതേ ഇംഗ്ലീഷാക്കി. ജനങ്ങളുടെ ഭാഷ ഇംഗ്ലീഷ് ആവുന്നില്ല. ജനങ്ങൾ ഇപ്പോഴും പഴയ ഭാഷ തന്നെ സംസാരിക്കുന്നത്, അത് ഉറുദുവാണ്. ഉറുദു മാത്രം സംസാരിച്ചാൽ പോലെ പ്രാദേശിക ഭാഷകൾ വളർന്നോട്ടെ എന്ന് വെച്ചാണ് വെർണാക്കുലർ സ്കൂളുകൾ തുടങ്ങുന്നതും ഉത്തരേന്ത്യയിൽ ഹിന്ദിയെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ ഭാഷ അധികാരം കൈവശം വയ്ക്കാനുള്ള ഒരു ഉപകരണമാണ്. ജാതി ജന്മി നാടുവാഴി പൗരോഹിത്യ കാലത്തെ വിജ്ഞാനത്തിൻ്റെ ഭാഷ ഏതായിരുന്നു? ആ വിജ്ഞാനത്തിൻ്റെ ഭാഷ സംസ്കൃതമായിരുന്നു. ആ സംസ്കൃതം കൈകാര്യം ചെയ്യുന്നാല ഒരു ന്യൂനപക്ഷമാണ്. സംസ്കൃതം മറ്റുള്ളവരെ പഠിപ്പിച്ചിരുന്നില്ല. ഈ വേദപാഠശാലകളെന്ന് ഞാൻ പറഞ്ഞെടുത്ത് മാത്രമേ സംസ്കൃതമുള്ളൂ. ആശാൻ പള്ളിക്കൂടങ്ങളിൽ സംസ്കൃതമല്ല മലയാളവും തമിഴും ഒക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നീട്, പക്ഷേ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് തമിഴും മലയാളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ പ്രവർത്തനം എന്താണ്? ബ്രാഹ്മണർ അല്ലെങ്കിൽ പൗരോഹിത്യം കൈവശം വച്ചിരുന്ന സംസ്കൃത ഭാഷയുടെ കുത്തകയെ തകർക്കുക. 1. 2, ആ സംസ്കൃത ഭാഷയിലൂടെ വേദങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ പ്രചരിപ്പിക്കുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത ചില ചരിത്രത്തെ, ചില നിർമ്മിതികളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം മാത്രമേ ഞാൻ ഈ പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഭാഷാപരമായ കാര്യങ്ങൾ, ഭാഷയുടെ കുത്തകയെ വെല്ലുവിളിച്ച കാര്യം ഞാൻ പറയുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഡോക്ടർ ശ്രീനാഥിൻ്റെ ഒരു പ്രഭാഷണം കൊണ്ട് അദ്ദേഹം അത് അവതരിപ്പിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ കേരളത്തിൽ ജാതി ജന്മി നാടുവാഴി ഭരണകാലത്ത് നിലനിന്നിരുന്ന കേരളത്തിൻ്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചൊരു ഐതിഹ്യ കഥയുണ്ട്. അതാണ് കേരളോൽപ്പത്തി. അജ്ഞാത കർത്തൃകമാണ്. ആരെഴുതിയെന്നറിഞ്ഞുകൂടാ. എഴുതിയത് ആരും നല്ല വേന്ദ്രന്മാരാണ്, ബുദ്ധിമാന്മാരാണ്. അതിലൂടെയാണ് കേരളം എന്ന ഭൂപ്രദേശം മുഴുവൻ ബ്രാഹ്മണരുടെ വകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് കഥയുണ്ടാക്കി, പരശുരാമ കഥ. ആ പരശുരാമ കഥ നമ്മൾ പറയുന്നത് ഐതിഹ്യം എന്നാണ്. ഇംഗ്ലീഷിൽ മിത്ത് എന്ന് പറയും. മിത്തിന് നമ്മളൊരു വാക്ക്, മലയാള വാക്ക് ഉപയോഗിച്ചാൽ പുരാവൃത്തം. ഐതിഹ്യം എന്നതിനേക്കാൾ നല്ലത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു പദം പുരാവൃത്തം. മിത്തിനെ പഠിക്കലാണ് പുരാവൃത്തം. അത് ഇവിടെ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും മിത്തുകളുണ്ട്. ഈജിപ്തിലില്ലേ, പാലസ്റ്റീനിലൊരു മിത്തുണ്ടല്ലോ, അതല്ലേ ഇവിടെ കിടന്ന് പഠിക്കുന്ന യുദ്ധം. ഗ്രീക്കുകാർക്ക് മിത്തില്ലേ, പേർഷ്യക്കാർക്ക് മിത്തില്ലേ? ഓരോ പ്രദേശത്തും മിത്തുണ്ട്. മലയാളികൾക്ക് വേറെ മിത്തുണ്ട്. ഓരോ ജാതിക്കും അതിൻ്റെതായ മിത്തുണ്ട്. ആ മിത്തിനെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ മാത്രമേ ഇതിനെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. പാശ്ചാത്യമായ ഒരുപാട് സങ്കല്പങ്ങൾ, മൂല്യങ്ങൾ, തിയറിയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പഠിക്കാൻ. ഇതൊന്നും തന്നെ ചട്ടമ്പി സ്വാമിക്ക് അറിഞ്ഞൂടായിരുന്നു. ചട്ടമ്പി സ്വാമി ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല. പക്ഷേ ഇംഗ്ലീഷ് പണ്ഡിതന്മാരുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അതിലൊരാളാണ് മനോന്മണിയം സുന്ദരനാർ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി പ്രൊഫസറായിരുന്നയാൾ. ആ കാലത്തിൽ മരിച്ചുപോയി. 53 വയസ്സുള്ളോ മറ്റോ മരിച്ചുപോയി. അദ്ദേഹം ആലപ്പുഴ ജനിച്ചയാളാണ്, പക്ഷേ തമിഴനായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സർവകലാശാല ഉണ്ട് ഇപ്പോൾ, മനോന്മണിയം സുന്ദരനാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാമീപ്യം അവരതുവരെ സംസാരിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെയും പ്രൊഫസറായിരുന്ന ഒരു പ്രൊഫസർ ഹാർവി ഉണ്ട്, ബ്രിട്ടീഷുകാരനാണ്, അദ്ദേഹമാണ് ഫിലോസഫി പ്രൊഫസറായിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു സമ്പർക്കം, ക്രൈസ്തവ പുരോഹിതന്മാരുമായിട്ടുള്ള സമ്പർക്കം, പിന്നെ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ടുള്ള സമ്പർക്കം, ഇതൊക്കെ വ്യത്യസ്ത മത തത്വങ്ങൾ മനസ്സിലാക്കാൻ ചട്ടമ്പി സ്വാമിക്കും നാരായണ ഗുരുവിനും ഒക്കെ അവസരം കിട്ടി. അതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലെങ്കിലും പാശ്ചാത്യമായ ആശയങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊന്ന്, ഒരു പരമ്പരാഗതമായിട്ട് ചട്ടമ്പി സ്വാമിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പിന്നെ ആശാൻ പള്ളിക്കൂടത്തിൽ നിന്നാണ്. സർക്കാർ പള്ളിക്കൂടങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളത്. ആശാൻ പള്ളി, അങ്ങനെയാണ് പേട്ടയിൽ ആശാൻ്റെ അടുത്തും കരുനാഗപ്പള്ളിയിൽ മറ്റേ ആശാൻ്റെ അടുത്തൊക്കെ പഠിക്കാൻ പോകുന്നത്. അവിടുന്ന് പഠിച്ച സംസ്കൃതം, ജ്യോതിശാസ്ത്രം, ദർശനം, വേദാന്തം, ഇതൊക്കെ സമഗ്രമായിട്ട് പഠിച്ച് ചട്ടമ്പി സ്വാമി വികസിപ്പിച്ചെടുത്തത് യുക്തി ചിന്തയാണ്. യുക്തിബോധം കൊണ്ടാണ് അദ്ദേഹം നിലവിലിരുന്ന സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കുന്നത്. ഇവിടെ മിത്തിൻ്റെ അല്ലെങ്കിൽ പുരാതത്വത്തിൻ്റെ പഠനത്തിന് അദ്ദേഹം ഉപയോഗിക്കുന്ന അപാരമായ ബുദ്ധിയാണ്. അത് പിന്നീട് ആദിഭാഷ എന്ന കൃതി പരിശോധിക്കുമ്പോൾ അവിടെ ഈ യുക്തി പ്രയോഗിക്കുന്നത് കാണാം. ഉച്ചാരണത്തിൽ വന്ന ഭേദം വെച്ചുകൊണ്ട് സംസ്കൃതത്തെയും ആദിഭാഷയും തമ്മിൽ താരതമ്യം ചില കാര്യങ്ങൾ അത് പറയുന്നുണ്ട് അദ്ദേഹം. ഇവിടെ പുരാതത്വ അല്ലെങ്കിൽ നമ്മുടെ മിത്തിനെ കുറിച്ചുള്ള പഠനം വരുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന യുക്തിയാണ്. എന്താണ് പ്രബലമായി നിന്ന് ചട്ടമ്പി സ്വാമി ജീവിച്ചിരുന്ന 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പാദം 924 70-ാം വയസ്സിൽ അദ്ദേഹം സമാധി അടയുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യൗവന കാലത്ത് നിലവിലിരുന്ന സിദ്ധാന്തം എന്താ? കേരളം പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയതാണ്, അത് ബ്രാഹ്മണർക്കായി ദാനം ചെയ്തു. 64 കുടുംബങ്ങൾ, ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ കടലിലേക്ക് അദ്ദേഹം മഴു എറിഞ്ഞ് കടൽ പൊന്തി വന്നു എന്നാണ് ഐതിഹ്യം. അങ്ങനെ പൊന്തി വന്ന ഭൂഭാഗത്തെ 64 ഗ്രാമങ്ങളായി വിഭജിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെവിടുന്നോ കൊണ്ടുവന്ന ബ്രാഹ്മണരെ കൊണ്ടുവന്ന് കുടിയിരുത്തി, അവിടെ കൊണ്ടുവന്ന് കുടിയിരുത്തി അവർക്ക് കൊടുത്തു. എന്ന് വെച്ചാൽ കേരളം അല്ലെങ്കിൽ ഈ പരശുരാമ ക്ഷേത്രം, പരശുരാമൻ സ്ഥാപിച്ച ഭൂമി ബ്രാഹ്മണരുടേതായി. ഇതാണ് അവർ പറഞ്ഞു പരിചരിപ്പിച്ചത്. അങ്ങനെ പരശുരാമൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഈ ജന്മിമാർ മുഴുവൻ ബ്രാഹ്മണരായത്, ഭൂമിയുടെ ഉടമസ്ഥൻ അവരായത്. നേരിട്ട് കൃഷി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടും കഴിയാത്തതുകൊണ്ടും മറ്റാൾക്കാർക്ക് പാട്ടത്തിന് കൊടുക്കുന്നു. അങ്ങനെ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ പാട്ടക്കുടിയന്മാരായി. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് ഈ പരശുരാമ കഥ എന്ന് പറയുന്ന വളരെ ആസൂത്രിതവും വളരെ അധികാരം ഉപയോഗിച്ച് സ്ഥാപിച്ചെടുത്തൊരു കാര്യമാണ്. അവരുടെ മുമ്പിൽ രാജാക്കന്മാർ പോലും ഓച്ചാരിച്ചിരിക്കണം. കാരണം സമ്പത്ത് എവിടെയുണ്ടോ ആ സമ്പത്തിൻ്റെ മുമ്പിൽ രാഷ്ട്രീയ അധികാരികൾ ഓച്ചാരിച്ച് നിൽക്കും. ഇന്നത്തെ വർത്തമാനകാല ഇന്ത്യയിലും അത് തന്നെയാണ്. സമ്പത്താണ് പ്രധാനപ്പെട്ട ഘടകം. സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ആരുടെ കയ്യിലാണോ അവരായിരിക്കും രാഷ്ട്രീയത്തെ, ഭരണത്തെ നിയന്ത്രിക്കുന്നത്. നാടുവാഴിത്തത്തിൽ രാഷ്ട്രീയാധികാരം നാടുവാഴിയുടെ കയ്യിലായിരുന്നെങ്കിലും സമ്പത്ത് ജന്മിമാരുടെ കയ്യിലാണ്. ജന്മിക്ക് അഹിതമായിട്ടുള്ള ഒന്നും നാടുവാഴികൾ ചെയ്തിട്ടില്ല. നാടുവാഴിത്തം തകർന്ന് മുതലാളിത്തം വന്നപ്പോൾ ആ മുതലാളിമാരുടെ അല്ലെങ്കിൽ അവരുടെ കമ്പനികളുടെ താല്പര്യത്തിന് വിരുദ്ധമായി രാഷ്ട്രീയ അധികാരം ഒന്നും ചെയ്തിട്ടില്ല. മുതലാളിത്തത്തിൻ്റെ രാഷ്ട്രീയ അധികാര രൂപത്തിൻ്റെ പേരാണ് ജനാധിപത്യം. ജനാധിപത്യം നമുക്കറിയാം, ജനങ്ങളുടെ ആധിപത്യം ഒന്നും നടക്കത്തില്ല, പണാധിപത്യമാണ് നടക്കുന്നത്. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മൾ വോട്ടെടുക്കുന്നു അല്ലെങ്കിൽ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ധനാഢ്യന്മാരാണ് ഭരിക്കുന്നത്. അപ്പം എപ്പോഴും സമ്പത്തും അധികാരവും ഒരുമിച്ച് നിൽക്കും. ഇവിടെ സമ്പത്ത് ഭൂമി, അന്നത്തെ കേരളത്തിൽ സമ്പത്ത് ഭൂമിയാണ്. ആ സമ്പത്ത് എന്ന ആ ഭൂമി എന്ന സമ്പത്തിനൊപ്പം വൈജ്ഞാനിക സമ്പത്തും കൂടെ കുത്തകയാക്കി വെച്ചു. വൈജ്ഞാനിക സമ്പത്ത് സംസ്കൃത സാഹിത്യത്തിലാണ് കിടക്കുന്നത്. ആ സംസ്കൃത സാഹിത്യത്തിൽ കിടന്ന വൈജ്ഞാനിക സമ്പത്തിനെ പ്രാദേശിക ഭാഷകളിൽ ഉണ്ടാക്കിയ ഒരു വിപ്ലവമായിരുന്നു ഭക്തി പ്രസ്ഥാനം. അത് ഭക്തിയുടെ അപ്പോഴും അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല. പക്ഷെ ഒരു ജനകീയ സംസ്കാരം വികസിച്ചു വരുന്നതിന് ഭക്തി പ്രസ്ഥാനം കാരണമായി. ആധ്യാത്മിക രാമായണം എന്ന് പറയുന്ന സംസ്കൃതത്തിലുണ്ടായിരുന്ന കൃതിയെ സ്വതന്ത്ര രൂപത്തിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ മലയാള ഭാഷ സമ്പന്നമായി. മലയാളം അറിയാവുന്ന എല്ലാവർക്കും മൂലകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. വാൽമീകി രാമായണം, ആ രാമായണത്തിൻ്റെ ആത്മരാമായണം ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഭക്തി പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ഭാഷാപരമായി ഒരു പുതിയ ഉണർവിന് കാരണമായി. ആ പുതിയ ഉണർവ് എന്തിനു വേണ്ടിയായിരുന്നു? ജന്മിത്തത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. സംസ്കൃതത്തിലൂടെ മാത്രം ജനങ്ങൾക്ക് ജനങ്ങളെ അടിച്ചമർത്താൻ പറ്റില്ല എന്ന് മനസ്സിലായി. ജനങ്ങളെ അടിച്ചമർത്താൻ ജനങ്ങളെ തന്നെ ഉപയോഗിക്കണം. ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ജനങ്ങളുടെ ഭാഷയിലേക്ക് അത് കൊടുക്കണം. അപ്പം
അപ്പം അതുകൊണ്ട് ഈ സംസ്കൃത സാഹിത്യത്തിലുണ്ടായിരുന്ന വിജ്ഞാനം മലയാള ഭാഷയിലേക്ക് വന്നത് കാരണം ജന്മിത്തത്തിന് യാതൊരു കോട്ടവും തട്ടിയില്ല. കാരണം വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് അധികാരം കൊടുക്കുന്നുവെന്ന തോന്നൽ ഉണ്ടാക്കേണ്ടതായി വരും, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കേണ്ടതായി. അങ്ങനത്തെ ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടാണ് ഭക്തി പ്രസ്ഥാനവും മുതലാളിത്ത അല്ല മറ്റേ ഫ്യൂഡലിസത്തിൻ്റെ അല്ലെങ്കിൽ ജന്മിത്തത്തിൻ്റെ ഭാഗമായിട്ട് നിന്നത്. അങ്ങനെ ഈ ജന്മിത്തവും പൗരോഹിത്യവും സവർണത്വവും കൂടി ഉണ്ടാക്കിയ സമ്പത്തിനെ, ജ്ഞാനക്കുത്തകയെ വെല്ലുവിളിക്കുകയാണ് ചട്ടമ്പിസ്വാമി ചെയ്തത്. അതെങ്ങനെയാണ്? പ്രാചീന മലയാളം എന്ന കൃതിയിലൂടെ. പ്രാചീന മലയാളം മലയാള സാഹിത്യം സംബന്ധിച്ചതല്ല, ചരിത്രമാണ്. ആ ചരിത്ര കൃതിയിലൂടെ അത് പ്രാചീന മലയാളം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് മലയാളത്തെ അല്ല, പ്രാചീന ഭാഷയെക്കുറിച്ചല്ല, മലയാളത്തിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. മലയാളം, പ്രാചീന മലയാളം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന പ്രാചീന കേരളം എന്നാണ്. ആ കേരളം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട ഒരു കേരളത്തിൽ എന്തുകൊണ്ടാണ് പരശുരാമൻ ഇങ്ങനെ ഉണ്ടാക്കാൻ തോന്നലുണ്ടായത്? എങ്ങനെ, എന്തുകൊണ്ട് ബ്രാഹ്മണരെ കൊണ്ടുവന്നു? ഇതിനൊക്കെ കാരണങ്ങൾ അന്വേഷിക്കുകയാണ് ഈ പ്രാചീന മലയാളം. 2 ഭാഗമുണ്ട് അതിന്. ഒന്നാം ഭാഗവും രണ്ടാം ഭാഗമുണ്ട്. ആദ്യത്തെ ഭാഗം വരെ 913 രണ്ടാം ഭാഗം പിന്നീട് എപ്പോഴാണ് കണ്ടുകിട്ടിയിട്ടുള്ളത്. അതിലൂടെ ചോദ്യം ചെയ്യാണ് പ്രാചീന മലയാളം, നമ്മുടെ ഈ പരശുരാമ സങ്കല്പം, കേരള ചരിത്രത്തെ പരശുരാമത്തെ ഉണ്ടാക്കിയ എന്ന് പറയുന്ന വിളംബരങ്ങളിലൊക്കെ പറയുന്നതിനെ പൊളിച്ചടുക്കുകയാണ് യുക്തിയുക്തമായി. ഒന്ന്, പരശുരാമനത്തിന് കഥാപുരുഷൻ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ ഉണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്നതായിട്ട് യാതൊരു തെളിവുമില്ല. അദ്ദേഹം വന്ന് കേരളത്തെ എന്തിനൂടെ എങ്ങനെ നിർമ്മിക്കണം, അവ നിർമ്മിക്കുന്നതിന് പറയുന്ന ഹേതു എന്താ? അദ്ദേഹം ക്ഷത്രിയന്മാരെ നിഗ്രഹിച്ചു, ഭൂമി മുഴുവൻ ക്ഷത്രിയന്മാരുടെ ചോര വീണ് പങ്കിലമായി. അങ്ങനെ പങ്കിലമല്ലാത്തൊരു പുതിയ ഭൂമി ഉണ്ടാക്കി തനിക്ക് ധ്യാനമിരിക്കണം. അങ്ങനെ കടലിൽ നിന്ന് കരയെ മാറ്റിയെടുത്തു. അതാണ് ഹേതുവായിട്ട് പറയുന്നത്. അത് സ്വീകാര്യമല്ല, യുക്തിസഹമല്ല, കാര്യകാരണ ബന്ധിയായിട്ട് പറയാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ പരശുരാമൻ എന്നൊരു കഥാപാത്രം കൽപ്പിത കഥാപാത്രമാണ്, ഒരു സാഹിത്യ സൃഷ്ടിയാണ്. അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നതിന് തെളിവില്ല. സാഹിത്യകൃതികളിൽ മാത്രം നിൽക്കുന്ന ഒരു കഥാപാത്രം ഇവിടെ വന്ന് ഇങ്ങനെ നിർമ്മിച്ചു എന്നല്ലെങ്കിൽ കേരളത്തെ ഉണ്ടാക്കി എന്ന് പറയുന്നത് അസംഭാവ്യമാണ്, യുക്തിസഹമല്ല. രണ്ടാമത്തെ കാര്യം, എന്തിനൂടെ ബ്രാഹ്മണരെ കൊണ്ടുവന്നു? ഈ ബ്രാഹ്മണർ മറ്റേതോ പ്രദേശത്തുള്ളവരാണെന്നാണല്ലോ പറയുന്നത്. ഉത്തരേന്ത്യ ഇത് കൊണ്ടുവന്നു. ചിലപ്പോൾ ഇന്ത്യപ്പോൾ അവകാശപ്പെടുന്നത് തെലുങ്ക് ദേശത്ത് നിന്ന് വന്നു എന്നതാണ് ചില ആൾക്കാർ പറയുന്നത്. സ്വയം അവകാശപ്പെടുന്നതാണ്. ഇവിടെ ആരുടെയെങ്കിലും പേരിൻ്റെ കൂടെ ബ്രാഹ്മണൻ എന്നുണ്ട്? ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് ബ്രാഹ്മണ ജാതി എന്ന് അവകാശപ്പെടുന്നവരുടെ പേരിൻ്റെ ഭാഗമായിട്ട് ബ്രാഹ്മണൻ എന്നില്ല. അവർ സ്വയം പറയുന്ന, ഡെസിഗ്നേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മറ്റാരോ അസൈൻ ചെയ്ത് കൊടുത്തതാണ്, അവർ അസ്യൂം ചെയ്തതാണ്. അല്ലാതെ അങ്ങനെ ഒരു സാധനമില്ല. നമുക്കറിയാം കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, മൂത്തത്, ഇളയത്, മൂസ എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരേ ജാതിക്കകത്ത് തന്നെ ഉപവിഭാഗങ്ങളായിരിക്കാം. ഇതൊന്നും തന്നെ ബ്രാഹ്മണൻ എന്ന പേരില്ല. പൂണൂല് ധരിക്കുന്നത് കൊണ്ട് മാത്രം ബ്രാഹ്മണനാകുന്നില്ല. കാണാൻ പൂണൂല് മറ്റേ ആൾക്കാർ ക്ഷത്രിയന്മാരും ധരിക്കാറുണ്ട്. അപ്പോൾ അത് ബ്രാഹ്മണരെ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല എന്ന് രണ്ടാമത്തെ കാര്യം. 3, കേരളത്തെ പുതുതായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ആവശ്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. അധ്വാനശേഷിയുള്ളവരും ബലിഷ്ഠകായന്മാരുമായ ആൾക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത്. അവർ ഭൂമിയിൽ അധ്വാനിച്ച് സമ്പത്ത് ഉൽപ്പാദിപ്പിച്ച് സമാധാനപൂർണമായിട്ട് ജീവിക്കുകയായിരുന്നു. ഇതാണ് അതിൽ പറയുന്നത്. അതിന് അദ്ദേഹം ഒരു ഭാഗത്ത് നായർ എന്നൊരു പദം പറയുന്നത്, നായന്മാർ പണ്ടുണ്ടായിരുന്നത് പറയുന്നു. അത് നായർ ജാതിയെക്കുറിച്ചല്ല, കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരെയും അദ്ദേഹം ഒറ്റ പേരിൽ വിളിച്ചതാകാം എന്നും ഒരു ആലോചനയുണ്ട്. എന്തായാലും യുക്തിസഹമായിട്ട് അദ്ദേഹം പറയുന്നു. പിന്നെ അല്പം കളിയാക്കലത് ഈ സന്യാസിമാർക്ക് ചിലപ്പോൾ ഈ നർമ്മം കൂടും. നാരായണ ഗുരുവിനുണ്ട് നർമ്മം. ആ നർമ്മത്തിൻ്റെ ഭാഗമായിട്ട് ചട്ടമ്പി പറയുകയാണ്, അങ്ങനെ ബ്രാഹ്മണർ വല്ല പരശുരാമൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. നാടോടിയായിട്ട് ഇങ്ങനെ നടന്ന് വഴിയാ കാഴ്ചയെ കണ്ടിങ്ങനെ കടപ്പുറത്തൂടെ നടന്നു വന്നപ്പോൾ നമ്മുടെ കടപ്പുറത്ത് കുറേ പേര് മീൻപിടുത്തം കഴിഞ്ഞ് കേടുപാടുകൾ പറ്റിയ വലയെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, കേട് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. വലയാണല്ലോ, നൂലാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് 2 ചരടിക്ക് പൊട്ടിച്ചെടുത്ത് ആ കേടുപാടുകൾ നീക്കിക്കൊണ്ടിരുന്ന മുക്കുവരുടെ മാറത്ത് വിലങ്ങനെ ഒരു ചരട് കെട്ടി അത് പൂണൂലാണെന്ന് പറഞ്ഞ് നീ ബ്രാഹ്മണനാണ് എന്ന് കൽപ്പിച്ചു എന്നാണ്. പരിഹാസമാണ്.
ചട്ടമ്പി പറയുന്ന പരിഹാസമാണ്. അപ്പോൾ കേരളത്തിലെ ബ്രാഹ്മണല്ല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായി എന്നൊരു പരിഹാസമാണ്. അതായത് ബ്രാഹ്മണരെന്ന് പറയുന്നത് പുതിയൊരു വർഗമല്ല, അവർ വെളിയിൽ നിന്ന് വന്നവരല്ല, ഇവിടെ തന്നെ ഉള്ളവർ ബ്രാഹ്മണരായി തീർന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്ന യുക്തി മാത്രമാണ്. അപ്പം ഈ യുക്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണ കുടിയേറ്റത്തിന് മുമ്പ് പരശുരാമൻ വന്ന് ഇവിടെ കേരളം ഉണ്ടാക്കി എന്ന് പറയുന്നത് അസംഭാവ്യം. അതിനു മുമ്പേ കേരളമുണ്ട്. ഇങ്ങനെ ഗോകർണത്തിൽ നിന്നും കന്യാകുമാരിക്ക് കടലിലേക്ക് കോടാലി വലിച്ചെറിഞ്ഞ് ഉണ്ടാക്കേണ്ട ഒരാവശ്യവുമില്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതെന്താ? നമ്മുടെ അവതാര കഥയുണ്ടല്ലോ, മത്സ്യം, കൂർമ്മം, വരാഹം, വാമനം, രാമൻ 3 രാമന്മാർ, പിന്നെ കൃഷ്ണൻ, അങ്ങനെയാണല്ലോ വരുന്നത്. ഇതിലാദ്യത്തെ രാമനാണ് പരശുരാമൻ. പരശുരാമനാണ് ഈ പരശുരാമ കഥയനുസരിച്ച്, കേരളോൽപ്പത്തി കഥയനുസരിച്ച് പരശുരാമനാണ് കേരളം ഉണ്ടാക്കിയത്. പക്ഷെ ഈ അവതാര കഥയിലെ 5ാമത്തെ ആള്, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, 5ാമത്തെ ആളാണ് കേരളം ഭരിച്ചിരുന്ന മഹാബലി എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മൂർധാവിൽ ചവിട്ടി പാതാള ലോകത്തേക്ക് ആക്കിയത്. 5ാമത്തെ അവതാരം വന്ന് കേരള രാജാവിനെ ചവിട്ടി താഴ്ത്തുന്നു. 6ാമത്തെ അവതാരം വന്ന് കേരളത്തെ നിർമ്മിക്കുന്നു. നോക്കൂ, ഒരു മിത്തിൻ്റെ പോക്ക്, ഒരു പുരാവൃത്തത്തിൻ്റെ പോക്ക്. എന്തെങ്കിലും യുക്തിയുണ്ടോ അവിടെ? വാമനനും പരശുരാമനും ഒരേ സമയം അവതാരം എടുത്തതായിട്ട് പറയുന്നില്ല. ബലരാമനും ശ്രീകൃഷ്ണനും ഒരേ സമയം അവതാരം എടുത്തായിട്ട് പറയുന്നു. പക്ഷെ ഇവിടെ അത് പറയുന്നുമില്ല, ഒരു കഥയിലും പറയുന്നില്ല. നമ്മൾ ഈ 18 പുരാണങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ, മഹാപുരാണങ്ങൾ 18 കണക്ക്, എല്ലാം കൂടെ 108 പുരാണമായിട്ടുണ്ട്. അതിൽ 18 പുരാണം, ഭദ്വയം ചൈവ ഭ്രത്രയം വ ചതുഷ്ടയം അനാപലിക കൂസ്കാരി പുരാണാനി പൃഥക് 18 പുരാണവും. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 18 അക്ഷരങ്ങളുണ്ട്. 18 അക്ഷരത്തിലൂടെ 18 പുരാണം വന്നു. പിന്നെ ഭ്രത്രയം ഇഷ്ടം, പിന്നെ പ്രാവച്ച് 2, വാവച്ച് 4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് 18 പുരാണങ്ങളെ ചേർക്കുന്നത്. ആ പുരാണങ്ങളിൽ ഒരിടത്തും ഒരേ സമയം വാമനനും പരശുരാമനും അവതാരം എടുത്തതായിട്ട് പറയുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 6ാമത്തെ അവതാരമായ പരശുരാമൻ നിർമ്മിച്ച കേരളത്തിൽ അതിനു മുമ്പേ അവതാരമെടുത്ത 5ാമത്തെ ആളായ വാമനന് ഭരിക്കാൻ പറ്റുക? അത് യുക്തിസഹമല്ല. അപ്പോൾ ഒരു പുരാവൃത്തത്തെ വ്യാഖ്യാനിക്കുന്നതിന്, പഠിക്കുന്നതിന്, പാശ്ചാത്യമായ രീതിശാസ്ത്രങ്ങളൊന്നും വരുന്നതിന് മുമ്പ് തനതായൊരു രീതിശാസ്ത്രം വികസിപ്പിച്ച് അദ്ദേഹം എടുക്കുകയാണ്. നമ്മൾ കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ യൂറോപ്യൻ അളവുകോൽ വെച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും പിന്നെ നവോത്ഥാനത്തെ അല്ലെങ്കിൽ മാറ്റത്തെ അളന്നു എന്നുള്ളതാണ്. അതൊരു പരിധിവരെ നമ്മുടെ യൂറോപ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം ബാധകമാണ്, കാരണം അത് പഠിപ്പിക്കാൻ വന്നവരെല്ലാം നവോത്ഥാന അനന്തര യൂറോപ്പിലുണ്ടായ വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ ബുദ്ധിജീവികളാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ ഇവിടെ വന്ന്, മിഷണറിമാരിലൂടെ ഇവിടെ വന്ന് പള്ളികളെ പള്ളിക്കൂടങ്ങളാക്കി ഇവിടുത്തെ ആൾക്കാർക്ക് അക്ഷരാഭ്യാസം കൊടുത്ത് പുതിയ വിജ്ഞാനം പഠിപ്പിച്ച പാശ്ചാത്യ രീതിയിൽ ഇവിടെ പഠിപ്പിച്ചു. അപ്പം തനത് വിജ്ഞാനമില്ല. തനത് വിജ്ഞാനത്തെ പുച്ഛിക്കാൻ, അഥവാ ഒരു പുച്ഛ മനോഭാവത്തോടുകൂടി നമ്മുടെ പ്രാചീന വിജ്ഞാനത്തെ പരിശോധിക്കാൻ ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച ഇന്ത്യക്കാരിലും ഒരു മനോഭാവം ഉണ്ടായി. ഞാനിത് പറയുമ്പോൾ വേറൊരു അപകടം വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാചീനമായ ഈ ഭാരതത്തിൻ്റെ വിജ്ഞാനം മുഴുവൻ ശ്രേഷ്ഠമായിരുന്നു എന്ന അർത്ഥം അതിനില്ല. പ്രാചീന ഭാരതത്തിലെ സംസ്കാരം അല്ലെങ്കിൽ വിജ്ഞാനം ഉണ്ടായത് അന്ന് നിലവിലിരുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ്. സിന്ധു ഗംഗാ സമതലത്തിലെ സാമ്പത്തിക വികസനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പുതിയ സങ്കല്പങ്ങളാണ് അഷ്ടാംഗമാർഗവും ബുദ്ധമതവും ജൈനമതവും ഒക്കെ. അതിനനുസരിച്ച് പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആര്യഭടനും കണാദനും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നത്. അവരൊക്കെ ഏത് ജാതിക്കാരും നമ്മൾ അന്വേഷിക്കേണ്ട. പ്രപഞ്ചഗോളങ്ങളെക്കുറിച്ച് പഠിച്ച്, നവഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ച്, അതിൻ്റെ അളവ് നഗ്നനേത്രങ്ങൾ കൊണ്ട് തിട്ടപ്പെടുത്തിയെടുത്ത ശാസ്ത്രജ്ഞന്മാരാണല്ലോ ഇവരൊക്കെ. പിന്നെ ആര്യഭടനും ഒക്കെ കണാദനോ കണങ്ങളെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഓരോന്നും അങ്ങനെ ശാസ്ത്രങ്ങളുണ്ട്. ഭാഷാശാസ്ത്രമുണ്ട്, ഉച്ചാരണ ശാസ്ത്രമുണ്ട്.
അത്തരത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തമസ്കരിക്കപ്പെട്ടു പോയി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടുന്ന് നമ്മൾ പലതും കടമെടുത്താണ് അറബികൾ കൊണ്ടുപോയി, അറബികളിൽ നിന്ന് കടമെടുത്തിട്ടാണ് പാശ്ചാത്യ രാജ്യക്കാർ പലതും കൊണ്ടുവന്നത്. അല്ലെങ്കിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന് ആനുഷംഗികമായിട്ട് പറയാനുള്ളത്, ഇന്ത്യയെപ്പോലെ തന്നെ അതിസമ്പന്നമായ ഒരു സംസ്കാരത്തിൻ്റെയും ജ്ഞാനസമ്പത്തിൻ്റെയും ഉടമയായിരുന്നു ചൈന. ആ ചൈന കണ്ടുപിടിച്ച 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉപയോഗിച്ചാണ് യൂറോപ്യന്മാർ, ചൈനക്കാരിൽ നിന്ന് അറബികൾ വഴി യൂറോപ്യന്മാർ മോഷ്ടിച്ചെടുത്ത ആ വിജ്ഞാനത്തെ ഉപയോഗിച്ചാണ് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾ സ്ഥാപിച്ചത്. ഒന്ന് വെടിമരുന്ന്, എങ്ങനെയാ തോക്കും പീരങ്കിയും ഉണ്ടായി കോട്ട കൊത്തളങ്ങളെ തകർത്തത്? ആ തോക്ക് ഉപയോഗിച്ചല്ലേ ഇപ്പോഴും ഇറാനിൽ യുദ്ധം നടക്കുന്നത്. വേറെ രൂപത്തിൽ മിസൈലാണെന്നല്ലേ ഉള്ളൂ. 2 അച്ചടി, കൂടക്കടലാസ്. 4-മത്തത് അല്ലെങ്കിൽ 2-മതായിട്ട് പറയേണ്ടതാണ് മാരിനേഴ്സ് കാമ്പസ് എന്ന് പറയുന്ന പുറംകടലിൽ യാത്രയ്ക്ക് പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ ദിശ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാരിനേഴ്സ് കോമ്പസ്. നമ്മൾ വടക്ക് നോക്കി എന്തോ എന്ന് പറയുന്ന മാരിനേഴ്സ് കോമ്പസ്. ഇത് 4 ചൈനക്കാരുടെ കണ്ടുപിടുത്തമാണ്. ഈ ചൈനക്കാരുടെ കണ്ടുപിടുത്തത്തെ യൂറോപ്യന്മാരെടുക്കുന്നു. എങ്ങനെ? ചൈനയിലൂടെ, മറ്റേ അറബികളിലൂടെ. അറബി സംസ്കാരം പൗരസ്ത്യദേശത്തേക്ക് വികസിച്ചപ്പോൾ അത് ചൈനക്കാരെ ഉൾക്കൊണ്ടു, ചൈനക്കാരെ അവരെ ഉൾക്കൊണ്ടു, അങ്ങനെ പാശ്ചാത്യ ലോകത്തേക്ക് പോയി. ജോസഫ് നീഥ എന്ന് പറയുന്ന ഒരു പാശ്ചാത്യ പണ്ഡിതനുണ്ട്. ചൈനയുടെ സംസ്കാരത്തെക്കുറിച്ച് സമഗ്രമായി പഠിച്ചയാളാണ്. ചൈനീസ് സംസ്കാരത്തെ സയൻസ് ആൻഡ് സിവിലൈസേഷൻ ചൈന എന്ന് പറഞ്ഞ് 25ഓളം വാല്യങ്ങൾ വരുന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹം മരിക്കുമ്പോൾ 15-16 പുസ്തകങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ, അദ്ദേഹത്തിൻ്റെ അച്ഛന്മാരും ആ സിദ്ധാന്തം ഉൾക്കൊള്ളുന്നവരും കൂടി ചേർന്ന് ബാക്കി വാല്യങ്ങളെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. നോക്കൂ, പാശ്ചാത്യ സഹായമില്ലാതെ ഇല്ലേ ചൈന ഇന്ന് അമേരിക്കയെയും അമേരിക്കൻ സാമ്രാജ്യത്തെയും വെല്ലുവിളിക്കുന്നത്? 100 കണക്കിന് കൃത്രിമ സൂര്യനെ ആകാശത്തേക്ക് വിട്ട് യഥാർത്ഥ സൂര്യനിൽ നിന്ന് എവർ പിടിച്ചെടുക്കുന്ന സൗരോർജത്തെ വൈദ്യുതിയാക്കി മാറ്റി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെയും ലിഥിയം എന്ന് പറയുന്ന ലോഹത്തെ കൊണ്ടുവന്ന് ബാറ്ററികൾ ഉണ്ടാക്കി അതിലേക്ക് ശേഖരിക്കുകയാണ്. ചൈനയ്ക്ക് അപ്പം പവർ കട്ട് വേണ്ട, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് വേണ്ട, തെർമൽ പ്രോജക്റ്റ് വേണ്ട, സോളാർ എനർജിയാണ് അവർ ഉപയോഗിക്കുന്നത്. അതിലേക്ക് വേണ്ടി കൃത്രിമ സൂര്യൻ, ഒരു സൂര്യൻ്റെ സ്ഥാനത്ത് 1000 സൂര്യന്മാരെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. അത്ര അതിവേഗം വളർന്ന കാര്യം എന്താ? പാശ്ചാത്യ സ്വാധീനമില്ലാതെയാണ്. അങ്ങനെ പാശ്ചാത്യ സ്വാധീനത്തിൽ പെട്ട് നമ്മൾ നമ്മുടെ പലതിനെയും തകർക്കാനിടയായി, അല്ലെങ്കിൽ വിസ്മരിക്കാനിടയായി. ബോധപൂർവം യൂറോപ്യന്മാരത് ചെയ്യിച്ചു. നമ്മൾ ആ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം ലഭിച്ച മധ്യവർഗ ബുദ്ധിജീവികൾ അതിൽ വീടുപോയി. അങ്ങനെ മധ്യവർഗ ബുദ്ധിജീവികൾ, പാശ്ചാത്യ സ്വാധീനത്തിൽപ്പെടാത്ത മധ്യവർഗ ബുദ്ധിജീവി വിഭാഗത്തിൽ പെടാത്ത ഒരാളാണ് ചട്ടമ്പി സ്വാമി. തനത് വിജ്ഞാനത്തെ ഉപയോഗിച്ച് തനത് വിജ്ഞാനത്തെ വെല്ലുവിളിക്കുന്നു. അഥവാ ഒരു സഹസ്രാബ്ദം മുമ്പ് ഭാരത വിജ്ഞാനീയത്തിൻ്റെ ഭാഗമായി ഇവിടെ വളർന്നു വന്ന തദ്ദേശീയമായ വിജ്ഞാനത്തിൻ്റെ ന്യൂനതകളെ തദ്ദേശീയമായ കരുക്കൾ ഉപയോഗിച്ച് തന്നെ വെല്ലുവിളിക്കാൻ ചട്ടമ്പി സ്വാമിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ജ്ഞാന നവോത്ഥാനം എന്ന് പറയാൻ കാരണം. പാശ്ചാത്യരുടെ യാതൊരു സഹായം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ സഹായമില്ല. ഇംഗ്ലീഷ് പ്രൊഫസറുമായിട്ടൊക്കെ അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് അദ്ദേഹത്തിന് സൗഹൃദം ഉണ്ടായിരുന്നു. അത് ഏതാനും വർഷത്തെ സൗഹൃദം കൊണ്ട് പാശ്ചാത്യ വിജ്ഞാനം മുഴുവൻ അദ്ദേഹം ഉൾക്കൊണ്ടു എന്ന് വിശ്വസിക്കാനും പറ്റില്ല. പക്ഷെ അപാരമായ യുക്തിചിന്ത, ആ യുക്തിചിന്തയ്ക്ക് പഴയ തർക്കശാസ്ത്രം, നമ്മുടെ ഷഡ് ദർശനങ്ങളുണ്ടല്ലോ, ആ ഷഡ് ദർശനങ്ങൾ ചിട്ടയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ളതിനെ വെല്ലുവിളിക്കാൻ സാധിക്കും. ഈ സാഖ്യ ദർശനമൊക്കെ ക്രിപ്റ്റിക്കലായിട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ ക്രിപ്റ്റിക്കലായിട്ട് പഠിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് അത് കിട്ടിയത്. അദ്ദേഹം ഒരു 6-7 കൊല്ലക്കാലം തമിഴ്നാട്ടിൽ സഞ്ചരിക്കുകയും അവിടുത്തെ ചില സന്യാസിമാരും സിദ്ധന്മാരുമായിട്ട് കൂടിക്കഴിയുകയൊക്കെ ചെയ്തു. അങ്ങനെ ചർച്ചയിലൂടെ ആദാന പ്രധാനങ്ങളിലൂടെ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ശാസ്ത്രം, യുക്തിശാസ്ത്രം, ആ ശാസ്ത്രം ഉപയോഗിച്ചാണ് ഒരു മിത്തിനെ, ഒരു പുരാവൃത്തത്തെ അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളിയുടെ ഫലം എന്താണ്? നിലവിലിരുന്ന ബ്രാഹ്മണ്യത്തിൻ്റെ കുത്തക. 2 കുത്തകയുണ്ട്. ഒന്ന് വൈജ്ഞാനിക കുത്തക, 2 സമ്പത്തിൻ്റെ കുത്തക. സമ്പത്തിൻ്റെ കുത്തക ഇതിലൂടെ തകർത്തു, പ്രാചീന മലയാളത്തിലൂടെ തകർത്തു. വൈജ്ഞാനികമായ കുത്തക നമ്മുടെ വേദാധികാര നിരൂപണത്തിലൂടെയും തകർത്തു. വേദങ്ങൾ പഠിക്കാൻ ആർക്കാണ് അവകാശം? ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ. ബ്രഹ്മജ്ഞാനം കിട്ടുന്നവൻ ബ്രാഹ്മണൻ എന്നാണ്. ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് എവിടെയാ? അത് വേദങ്ങളിലാണ്. വേദങ്ങൾ എത്ര വേദമുണ്ട്? 100 കണക്കിന് വേദമുണ്ടെന്നാണ് ഓരോരുള്ളവർ പറയാം. നമ്മൾ 4 വേദങ്ങളെക്കുറിച്ചേ പറയുന്നുള്ളൂ, ചതുർവേദങ്ങൾ.
ഋക്കാണ് ആദ്യം ഉണ്ടായത്. അത് പല ഘട്ടത്തിലായിട്ടാണ് ഉണ്ടായത്. 10ാം മണ്ഡലം പിന്നീടാണ് ഉണ്ടായത്. ആദ്യത്തെ ഖണ്ഡം ഒക്കെ പിന്നെ പലതും ഇൻ്റർപൊലേഷൻ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിട്ടുണ്ട്. ഋഗ്വേദ മന്ത്രങ്ങളെ ഓർത്തുവയ്ക്കാൻ, സംഗീതാത്മകമായിട്ട് ഓർത്തുവയ്ക്കാൻ വേണ്ടി സാമം ഉണ്ടാക്കി. വേദമന്ത്രങ്ങളെല്ലാം തന്നെ പ്രകൃതി ശക്തികളോടുള്ള അഭ്യർത്ഥനകളാണ്. അഭ്യർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രതിഫലം കൊടുക്കണം. ആ പ്രതിഫലം കൊടുക്കുമ്പോഴാണ് പഴവും നെയ്യും നേരും ഒക്കെ കൊടുക്കുന്നത്. അതിൻ്റെ കണക്കുകൾ, അതിൻ്റെ അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് യജൂറിൽ പറയുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, എൻ്റെ മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളാണ് പിന്നെ അഥർവത്തിൽ പറയുന്നത്. അഥർവത്തിൻ്റെ ബ്ലാക്ക് വേദ അല്ലെങ്കിൽ കരിവേദം എന്നും പറയാറുണ്ട്. കാരണം ആദ്യകാലത്ത് മറ്റു 3 വേദങ്ങളെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഓരോ വേദത്തെയും ഓരോ രൂപത്തിൽ കാരണം ഇത് വായ്മൊഴിയായിട്ട് വന്നവയാണ്. ഓരോ ഗുരുക്കന്മാരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ വ്യാഖ്യാനിച്ച ആളാണ് ശങ്കരൻ. ആ വ്യാഖ്യാനങ്ങളെല്ലാം പിന്നെ ഏതൊക്കെ ഭാഷ, സംസ്കൃത ഭാഷയിലായിരുന്നു. ആ സംസ്കൃത ഭാഷ മറ്റുള്ളവർ പഠിക്കാൻ പാടില്ല. അപ്പോൾ വേദങ്ങളിലാണ് ഇത് നിൽക്കുന്നത്. വേദങ്ങളിലാണ് ബ്രഹ്മജ്ഞാനമുള്ളത്. വേദത്തിൻ്റെ അന്ത്യഭാഗമാണ് വേദാന്തം. ആദ്യത്തത് മന്ത്രം, രണ്ടാമത്തത് ബ്രാഹ്മണം, മൂന്നാമത്തത് ആരണ്യകം, നാലാമത്തത് വേദാന്തം. ആ വേദാന്തമാണ് ഉപനിഷത്ത്. അതുകൊണ്ടാണ് നമ്മൾ വേദാന്തത്തെ ഔപനിഷദിക ദർശനമെന്ന് പറയുന്നത്. ഇതാണ് അവർ പഠിച്ചത്. അത് ഈ കുത്തകയാണ് അവർ കൈവശം. ബ്രഹ്മജ്ഞാനം ആർക്കും വിട്ടുകൊടുക്കില്ല. ആ ബ്രഹ്മജ്ഞാനം അവരുടെയും കുത്തകയല്ല എന്നുള്ളതാണ് ചട്ടമ്പി സ്വാമി എടുക്കുന്ന നിലപാട്. അതാണ് വേദാധികാര നിരൂപണത്തിലൂടെ അദ്ദേഹം പറയുന്നത്. അതിലൂടെ അദ്ദേഹം പറയുന്നത് ഏത് മനുഷ്യനാണെങ്കിൽ അത് പഠിക്കാം. ചണ്ടാലനാണേലും താഴ്ന്ന ജാതിക്കാരനും അതിൽ ജാതി വ്യത്യാസമില്ല. കാരണം ബ്രഹ്മത്തിൽ പറയുന്നത് ആത്മത്തെക്കുറിച്ചാണ്. ജഗത്തും ജഗത്തിൻ്റെ ബ്രഹ്മവും പിന്നെ ദേഹിയും ദേഹവും. അപ്പോൾ ഇതെല്ലാം ഒന്നിൻ്റെ ഭവേദമാണ്. അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ജ്വലിക്കുന്ന തീപ്പൊരികളാണ് ഈ ആത്മം എങ്കിൽ അവിടെ ജാതി വ്യത്യാസം എന്തിന്, മതവ്യത്യാസം എന്തിന്, പിന്നെ സവർണ അവർണ മനോഭാവം അല്ലെങ്കിൽ ആ ഡിഫറൻസസ് അല്ലെങ്കിൽ ആ വ്യത്യാസങ്ങൾ ഇതിനൊന്നും വേണ്ട. എല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാം ഒന്ന് തന്നെയാണെങ്കിൽ എല്ലാവർക്കും എല്ലാം അറിയണം. ആ അവകാശം നമുക്കുണ്ട്. അപ്പോൾ ജാതി വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജാതികളുടെ പേരിൽ വേദപഠനം നിരോധിക്കാൻ പാടില്ല. അതാണ് വേദാധികാര നിരൂപണത്തിൽ അടിസ്ഥാന തത്വം. അപ്പം 2 തരം കുത്തകകളാണ് ബ്രാഹ്മണർ എന്ന് അവകാശപ്പെട്ടവർ കേരളത്തിൽ, ഇന്ത്യയിലൊട്ടാകെ, കേരളത്തിൽ തന്നെ എടുക്കാം, കേരളത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഒന്ന് സമ്പത്തിന്മേലുള്ള കുത്തക, അതാണ് പരശുരാമ കഥ. 2 വിജ്ഞാനത്തിന്മേലുള്ള കുത്തക. വിജ്ഞാനം ഉപകരണമാണ്, അടിച്ചമർത്തി വയ്ക്കാനുള്ള ഏറ്റവും വലിയ ഉപകരണമാണ് വിജ്ഞാനം. ആ വിജ്ഞാനത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കീഴടക്കിയത്. അങ്ങനെ കീഴടക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കിയതാണ് ഹയർ എഡ്യൂക്കേഷൻ. ആ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബിരുദധാരികളാണ് ഇന്നത്തെ കേരളത്തെ നയിക്കുന്നത്. ഒരു വൈജ്ഞാനിക സമൂഹത്തെ ഉണ്ടാക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. ആ യൂണിവേഴ്സിറ്റികളുടെ ഉൽപ്പന്നമായ മധ്യവർഗമാണ് ബ്രിട്ടീഷ് ഭരണത്തെ ഇവിടെ പിന്താങ്ങിയതും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള ദേശീയ പ്രസ്ഥാനം കൊണ്ടുവന്നത്. അങ്ങനെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടിയവർ തന്നെയാണ് ദേശീയതയെ തകർക്കാൻ വേണ്ടി വർഗീയതയുടെ വക്താക്കളായതും. നമ്മൾ വർഗീയത, ഇസ്ലാമിക മുസ്ലിം വർഗീയതയാണെങ്കിലും ഹിന്ദു വർഗീയതയാണെങ്കിലും വളർത്തിയെടുത്തവരും പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. സാവർക്കർ, തിലകൻ, അങ്ങനെയുള്ളവരൊക്കെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരാണ്. മുഹമ്മദ് അലി ജിന്ന, അദ്ദേഹമാണല്ലോ ഇസ്ലാമിക പിന്നെ വളർത്തിയെന്ന് പറയുന്നത്. ഇപ്പം ഇത് രണ്ടും പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ ഉൽപ്പന്നമായിട്ട് കിട്ടിയതല്ലേ. വിദ്യാഭ്യാസം അപ്പോൾ ഏറ്റവും ശക്തമായൊരു ഉപകരണമാണ്. അത് ലിബറേഷന് വേണ്ടിയിട്ട്, മോചനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, സ്ലേവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് ഉപയോഗിക്കുന്നവൻ്റെ മനോഭാവം അനുസരിച്ചിരിക്കും. ഒരു ഭാഷയെ ആ ഭാഷ ഉപയോഗിക്കുന്ന ജനതയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത്, അതോ ആ ഭാഷ ഉപയോഗിച്ച് അത് സംസാരിക്കുന്ന മനുഷ്യരെ അടിമകളാക്കി അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണോ ഉപയോഗിക്കേണ്ടത് എന്ന് ഈ ഭാഷയുടെ അധികാരം കൈകാര്യം ചെയ്യുന്ന ആളിൻ്റെ വർഗവീക്ഷണം അനുസരിച്ചിരിക്കും. സംസ്കൃത ഭാഷ കുറേ പേർ പഠിക്കണ്ട എന്ന് അന്നത്തെ അധികാരി വർഗം തീരുമാനിച്ചെങ്കിൽ അതിനർത്ഥം ഭാഷ അവരുടെ കയ്യിൽ ശക്തമായൊരു ഉപകരണമാണ്, അടിച്ചമർത്തലിൻ്റെ ഉപകരണമാണ്. ആ അടിച്ചമർത്തലിന് അല്പം അളവ് വരുത്തി കൊടുത്തതാണ് ഭക്തി പ്രസ്ഥാനം. ആ ഭക്തി പ്രസ്ഥാനം ജന്മിത്വത്തിന് ദോഷം പറ്റിയില്ല, പക്ഷേ ജനങ്ങളുടെ പിന്തുണ ആർജിച്ചെടുക്കാൻ സാധിച്ചു.
വിജ്ഞാനത്തെ ജനകീയമാക്കാൻ സാധിച്ചു. വേദം പഠിക്കാൻ അവകാശമില്ലാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ്റെ വീട്ടിലും വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി വെച്ച് നാമരാമരാമാന്ന് ജപിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഭക്തി പ്രസ്ഥാനമാണ്. അങ്ങനെ നമ്മൾ അറിയാതെ വേദവിജ്ഞാനത്തിൻ്റെ വക്താക്കളാവാൻ, വേദത്തിൻ്റെ വക്താക്കളാകാൻ നമ്മളെ പഠിപ്പിച്ചത് ഈ നാടുവാഴി കാലത്തെ അല്ലെങ്കിൽ ജന്മിത്ത നാടുവാഴി കാലത്തെ ഫലമായിട്ടാണ്. അതിൻ്റെ ഫലമായിട്ടല്ലേ കേരളത്തിൽ നവോത്ഥാനമെന്ന് നമ്മൾ പറയുന്ന പ്രക്രിയയുടെ ഭാഗമായി സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആചാരങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന അമ്പലത്തിലേക്ക് എരച്ചു കയറാൻ മലയാളിയെ പ്രേരിപ്പിച്ചത് ആരാണ്? അമ്പലത്തിൽ കയറി ആരാധിക്കുന്നത് നവോത്ഥാനമാണോ? ചട്ടമ്പി അത് പറയുമോ? ചട്ടമ്പി ക്ഷേത്രമൊന്നും സ്ഥാപിച്ചിട്ടില്ലല്ലോ. ഒരു ക്ഷേത്രം സ്ഥാപിച്ചതിനു വേണ്ടിയ പ്രതീകാത്മകമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇനി ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് വേണ്ടത്. പഠിച്ച് സംഘടിക്കുക, പഠിച്ച് പ്രബുദ്ധനാകാനും സംഘടിച്ച് ശക്തനാകാനുമാണ് പിന്നെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യമാകുമ്പോഴോ 1924 നമ്മുടെ പിന്നെ ആലുവ സർവോദയ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ സന്ദേശം. ആ സന്ദേശത്തിൽ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിൽ പിന്നെ സ്വാമി സത്യവ്രതനെ കൊണ്ട് അദ്ദേഹം പറയിപ്പിക്കുന്നു. അദ്ദേഹം ഇവരെല്ലാം കൂടി എഴുതിയെടുത്ത് ഗുരു വായിച്ചു നോക്കി അംഗീകരിച്ചതിന് ശേഷമാണ് സ്വാമി സത്യവ്രതൻ ആ സ്വാഗത പ്രസംഗം 1 മണിക്കൂറോളം നീളുന്ന സ്വാഗത പ്രസംഗം വായിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. പക്ഷേ വളരെ വളരെ റെലവൻ്റ് ആയിട്ട് പ്രസക്തമായ ചില കാര്യങ്ങളാണ്. ഉന്നതങ്ങളും ഉദാത്തങ്ങളുമായ ആത്മീയ തത്വങ്ങൾ കണ്ടുപിടിക്കുന്നത് സന്യാസിമാരാണ്, ആചാര്യന്മാരാണ്. പക്ഷേ ആത്മീയ തത്വങ്ങളെ ഉപയോഗിച്ച് സമ്പത്തുണ്ടാക്കുന്നത് മതവ്യവസായികളാണ്. നോക്കൂ അദ്ദേഹത്തിൻ്റെ പ്രയോഗം. ഉത്തുംഗങ്ങളായ അല്ലെങ്കിൽ ഉന്നതങ്ങളായ ആശയങ്ങൾ, ആത്മീയ ആശയങ്ങൾ കണ്ടുപിടിക്കുന്ന ആരാ? അത് സന്യാസിമാരാണ്. പക്ഷെ അത് പ്രയോജനപ്പെടുത്തുന്ന ആരാ? മതവ്യവസായികളാണ്. യേശു സന്യാസിയാണെങ്കിൽ അദ്ദേഹം ഉത്പാദിപ്പിച്ച വിജ്ഞാനത്തെ അല്ലെങ്കിൽ ആത്മീയ തത്വത്തെ കച്ചവടമാക്കി മാറ്റിയതാരാ? അതിന് ഉദാഹരണം അദ്ദേഹം പറയുന്നെങ്കിൽ വേറൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അദ്ദേഹം ആ പ്രസംഗം തന്നെ ഉണ്ട്. ഗന്ധകാമ്ലം കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. ഗന്ധകാമ്ലം സൾഫ്യൂരിക് ആസിഡ്, എന്താ നല്ല മലയാളത്തിൻ്റെ പേര് ഗന്ധകാമ്ലം. ഗന്ധകാമ്ലം കണ്ടുപിടിക്കുന്നത് ശാസ്ത്രജ്ഞനാണ്. എന്നാൽ അത് ഉപയോഗിച്ച് സമ്പത്തുണ്ടാക്കുന്നത് വ്യവസായിയാണ്. അതും ആത്മീയ വ്യവസായിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നല്ലേ ഗുരു പറഞ്ഞത്. 22 അദ്ദേഹത്തിൻ്റെ സമാധിയുടെ തൊട്ട് മുമ്പ് ഈ ഒരു നമ്മുടെ വർക്കല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നു, ഈ തീർത്ഥാടനത്തിന് നിങ്ങൾ എന്തിനാ പോണേ? തീർത്ഥാടകർക്കൊരു ലക്ഷ്യം വേണ്ടേ? നിങ്ങൾ എന്തിനാ ആറ്റുകാൽ പൊങ്കാലയിടാൻ പോകുന്നു? എന്താ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ എന്തിനാ ശബരിമലയിൽ കയറാൻ പോകുന്നു? എന്താ നിങ്ങളുടെ ലക്ഷ്യം? വല്ല ലക്ഷ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? പറയും ആത്മമോചനം കിട്ടണം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? നമ്മളെല്ലാം ഈശ്വരവിശ്വാസികളെല്ലാം ഇന്നേ വരെ പ്രാർത്ഥിച്ചിട്ടുള്ളത് അവനവൻ്റെ രക്ഷയ്ക്കും കുടുംബങ്ങളുടെ രക്ഷയ്ക്കും. പരീക്ഷയിൽ ജയിക്കണമേ, ജോലി കിട്ടണമേ, സമ്പത്തുണ്ടാക്കണമേ, വീട് വയ്ക്കാൻ കഴിയണമേ, വിഘ്നങ്ങളൊന്നും ഉണ്ട്. ഇതൊക്കെ അല്ലേ പ്രാർത്ഥന? അവൻ ലൗകികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥന. അത് ഗുരുവിന് നന്നായിട്ടറിയാം. പക്ഷേ ലക്ഷ്യം പറഞ്ഞിട്ട് പോകണം. നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകണം. അതുകൊണ്ട് വർക്കല പിന്നെ ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവരുടെ മുമ്പിൽ 8 ഉപദേശങ്ങൾ അദ്ദേഹം 8 ലക്ഷ്യങ്ങൾ വയ്ക്കുന്നു. ആ 8 ലക്ഷ്യങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി മുഴുവൻ ലൗകിക ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ളതാണ്. ബുദ്ധൻ ഉപയോഗിച്ച അല്ലെങ്കിൽ ഉപദേശിച്ച അഷ്ടാംഗമാർഗത്തിന് തുല്യമാണെന്ന് അദ്ദേഹം പറയുന്നു. എന്തൊക്കെയാണ് വേണ്ടത്? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരചിന്ത, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതിക വിദ്യ. ഇതിൽ ഈശ്വരചിന്ത ഒഴികെ ബാക്കി 7 കാര്യങ്ങളിൽ ലൗകികമായ അഥവാ ഭൗതികമായ നേട്ടത്തിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അത് ഗുരു പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗുരുവിനെ കുറിച്ച് പറയാം. ഈ AI-യുടെ ആളാണ് അദ്ദേഹം. അദ്ദേഹം അവസാനം പറഞ്ഞ സാങ്കേതിക വിദ്യ എന്നാണ്. അപ്പോൾ സാങ്കേതിക നമ്മൾ ആലോചിച്ച് മാറ്റിയെടുത്ത് ഉപയോഗിക്കുന്നു, നിർമ്മിത ബുദ്ധി നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പം ഭൗതിക ജീവിതത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്, ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ ജാതിക്കാർക്കും ഈശ്വരന്മാരുണ്ടായിരുന്നു.
കോവിലുണ്ടായിരിക്കില്ല, ഒരു കല്ലോ വല്ലതും വെച്ചിട്ടുണ്ടാവാം. ഇവരെല്ലാം കൂടി സവർണന്മാരെ ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് വിചാരിച്ചത് നവോത്ഥാനമാണ്. സവർണന്മാരുടെ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിലനിൽക്കുന്ന ആചാരമേതാ? സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ളത്. ആ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആചാരം മാറ്റാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറിയവർക്ക് പറ്റിയ നവോത്ഥാനത്തിന് പറ്റിയോ? പറ്റിയില്ല. ഇന്നലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് എന്താ? സ്ത്രീ പ്രവേശനത്തിൻ്റെ യുവതീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാട് വ്യക്തമാണ്. ആചാരങ്ങൾ മാറ്റാൻ ഞങ്ങൾ ഒരുക്കമല്ല. അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞാൽ നന്ദി കൊടുക്കണം. നമ്മൾ ഒച്ചയ്ക്ക് പറഞ്ഞല്ലോ, മുമ്പുള്ളവരത് പറഞ്ഞില്ല, അഴകുഴപ്പം നയമെടുത്തു. അപ്പം സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ആചാരങ്ങളെ സംരക്ഷിക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് കേരളീയരെ കടത്തിവിട്ടത് നവോത്ഥാനമാണ്, ഒരിക്കലുമല്ല. വഴി നടക്കാനുള്ള അവകാശം പോലെയോ, വിദ്യാഭ്യാസ അവകാശം പോലെയോ, തൊഴിലെടുക്കാനുള്ള അവകാശം പോലെയോ, സർക്കാർ ജോലി കിട്ടണമെന്നുള്ളത് പോലെയോ, ആധുനിക വിദ്യാഭ്യാസം കിട്ടണമെന്ന് പോലെയോ ഉള്ള ആവശ്യമാണോ അമ്പലത്തിൽ കയറണമെന്നുള്ളത്? അല്ല. ചട്ടമ്പി സ്വാമി അമ്പലത്തിൽ കയറുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ചട്ടമ്പി സ്വാമി പറഞ്ഞത് അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന പൗരോഹിത്യം മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയ സംഹിതയെ പിച്ചി ചീന്തുന്നു. അത് കാലഹരണപ്പെട്ടതാണ്. ബ്രാഹ്മണരെന്ന സാധനം ഇവിടെ വന്നിട്ടില്ല. വരണമെന്നുണ്ടെങ്കിൽ പരശുരാമൻ വരണം. പരശുരാമൻ ഇവിടെ കേരളം നിർമ്മിച്ചിട്ടില്ല. അപ്പം നിലവിലിരിക്കുന്ന മൂല്യസങ്കല്പത്തെ പരസ്യമായി വെല്ലുവിളിച്ചു. പക്ഷെ ദൗർഭാഗ്യവശാൽ ചട്ടമ്പി സ്വാമിയുടെ അത്തരത്തിലുള്ള ജ്ഞാന നിർമ്മിതിയെ നിലവിലിരുന്ന വ്യവസ്ഥയുടെ പഴയ വ്യവസ്ഥയുടെ മൂല്യങ്ങളെ തച്ചുടച്ചത് നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് പഠിച്ചവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ചട്ടമ്പി സ്വാമിയെ നമുക്ക് വീണ്ടും വായിക്കേണ്ടതായിരിക്കുന്നു. ഇനിയും വായിക്കണം. പുനർവായനയ്ക്ക് വിധേയമാക്കി വേദാന്ത പഠനത്തെക്കുറിച്ചും അല്ലെങ്കിൽ വേദപഠനത്തെക്കുറിച്ചും കേരള ചരിത്രത്തെ സംബന്ധിച്ചും സംസ്കൃത ഭാഷയുടെ പ്രാമാണികത്വത്തെക്കുറിച്ച് പറഞ്ഞത് ആദിഭാഷയിൽ വരും. അത് എനിക്കൊന്ന് ശ്രീനാഥ് എടുക്കുമായിരിക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ സർവ്വതിനെയും ബ്രാഹ്മണ്യത്തിൻ്റെ അല്ലെങ്കിൽ സവർണത്വത്തിൻ്റെ കുത്തകയെ വെല്ലുവിളിക്കുകയാണ്. സാമ്പത്തികമായ കുത്തകയെ, വൈജ്ഞാനികമായ കുത്തകയെ, രണ്ടിനെയും വെല്ലുവിളിച്ച ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ജ്ഞാന നിർമ്മിതിയുടെ ജ്ഞാനവിസ്ഫോടനത്തിൻ്റെ വക്താവാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താവായിരുന്നു ചട്ടമ്പി സ്വാമി. അദ്ദേഹം സംഘടനയുണ്ടാക്കി ആൾക്കാരെ കൂട്ടി ഒരു ജനകീയമായ വിപ്ലവത്തിലേക്ക് പോയില്ല, ജനകീയമായ ഒരു രൂപത്തിലേക്ക് പോയില്ല എന്നുള്ളത് കൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കാതെ ജനകീയമാവാതെ കടന്നുപോയത്. അത് ആധുനിക മനുഷ്യർ, ഇന്നത്തെ മനുഷ്യർ ചട്ടമ്പി സ്വാമിയുടെ നവോത്ഥാനത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കണം. ആവശ്യമെങ്കിൽ പാശ്ചാത്യമായ രീതിശാസ്ത്രം ഉപയോഗിക്കാം, മാർക്സത്തെ ഉപയോഗിക്കാം, ഗ്രാംഷ്യൻ തത്വത്തെ ഉപയോഗിക്കാം, പോസ്റ്റ് മോഡേണിസത്തിൻ്റെയോ ഡീകൺസ്ട്രക്റ്റിവിസത്തിൻ്റെയോ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ ടൂള് അല്ലെങ്കിൽ ആ ഉപകരണം, യാഡ് സ്റ്റിക്ക്, അളവുകോലത്തോ കളന്നു നോക്കാം. ഈ അളവുകോലൊന്നും ഇല്ലാതെയാണല്ലോ ചട്ടമ്പി നിലവിലുള്ള തകർത്തത്. ആ തകർത്തതിനെയാണ് ജ്ഞാന നവോത്ഥാനവും നമ്മൾ പറയുന്നത്. അത് ചട്ടമ്പി കൃതഹസ്തതയോടുകൂടി ചെയ്തു. ഒരു സന്യാസിക്ക് ഉണ്ടാകേണ്ടതിനേക്കാൾ അധികമുള്ള യുക്തിബോധത്തോടുകൂടി, യുക്തിചിന്തയോടുകൂടി അപഗ്രഥിക്കാൻ സാധിച്ചു. അത് കേരളത്തിൻ്റെ നിലവിലിരുന്ന വൈജ്ഞാനിക വ്യവസ്ഥയെ വെല്ലുവിളിക്കാനും സമ്പത്ത് ഉൽപ്പാദിപ്പിച്ചവരെ വെല്ലുവിളിക്കാൻ, അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഉടമകളെ വെല്ലുവിളിക്കാനും സാധിച്ചു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജ്ഞാന നവോത്ഥാനത്തിൻ്റെ ഒരു ഭാഗം. മറ്റു ഭാഗങ്ങൾ വേറെയുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ചർച്ചയ്ക്കായിട്ട്. സന്തോഷം സാർ. വളരെ ചിന്തോദ്ദീപകമായ പ്രഭാഷണമായിരുന്നു. നമ്മൾ പലപ്പോഴും ഈ സംസ്കൃതം പഠിക്കുന്ന അല്ലെങ്കിൽ സംസ്കൃത വിഷയങ്ങൾ പഠിക്കുന്ന ആളുകൾ നോക്കിക്കാണുന്ന രീതിയിലല്ലാതെ ഒരു ചരിത്രകാരൻ്റെ രീതിശാസ്ത്രത്തിലൂടെ എങ്ങനെയാണ് ചട്ടമ്പി സ്വാമികളെ കാണുക എന്ന വളരെ പ്രൗഢമായിട്ടുള്ള പ്രഭാഷണമായിരുന്നു സാറിൻ്റെ. സന്തോഷം. നമുക്ക് ചർച്ചയ്ക്കും അഭിപ്രായങ്ങൾക്കും ഒക്കെയുള്ള സമയമാണ്. എല്ലാവരും സജീവമായിട്ട് ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ പരിപാടിയുടെ ഒരു ദൗർബല്യം എന്ന് പറയുന്നതേ, ഇത് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് വെച്ചിട്ട് പോയിരുന്ന് ഉറങ്ങും, അതാണ്. അല്ലെങ്കിൽ എണീറ്റ് പോവും.
പക്ഷെ ഇതിൽ സജീവമായിട്ടുള്ള കുറച്ച് ചെറിയ ഓഡിയൻസ് ആണെങ്കിലും നമുക്ക് വളരെ കാര്യമായിട്ട് ചട്ടമ്പിസ്വാമികളെ പിന്തുടരുന്ന കുറെ പേരുടെ പേരൊക്കെ ഞാൻ കാണുന്നുണ്ട്. സാർ ഇപ്പൊ പറഞ്ഞത് ഒരുപക്ഷെ പലപ്പോഴും ശരിയാണ്. നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ സസൂക്ഷ്മം ശ്രദ്ധിച്ചു. വളരെ വ്യത്യസ്തമായ രീതിയിലും സാറിന്റെ ഭാഷാ ശൈലിയും ശബ്ദഗാംഭീര്യവും അതുപോലെ തന്നെ കണ്ടന്റിൽ ഉണ്ടായിരിക്കുന്ന പുതുമ, ഒരുപക്ഷെ ഞാൻ സാറിനെ ആദ്യമായിട്ട് കേൾക്കുന്നതുണ്ടാവും. പക്ഷെ വളരെ വളരെ നമ്മുടെ പെർസ്പെക്റ്റീവ് തന്നെ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കണ്ടന്റ് കിട്ടി. വളരെ നന്ദിയുണ്ട് സാർ. നന്നായിരുന്നു. വളരെ എന്താ പറയുന്നത്, വിജ്ഞാനം പകർന്നു നൽകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രസന്റേഷന്റെ പുതുമ സാറിന് നിരന്തരമായുള്ള ശൈലിയാണെങ്കിൽ പോലും എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ചട്ടമ്പിസ്വാമിയുടെ ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട്. സാർ ഒരു 2 സംശയങ്ങൾ തോന്നുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ചോദിക്കും. ഒന്ന്, നമ്മൾ ഈ 3 തരത്തില് ഭൂസ്വത്തിനെ വിഭജിച്ചു എന്ന് പറഞ്ഞു. പണ്ടാരവക, ദേവസ്വം, ബ്രഹ്മസ്വം. അപ്പോ ഈ പണ്ടാരവക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് അല്ലെ, ഭരണകൂടത്തിന്റെ വക. അപ്പൊ പിന്നെ അവിടെ ഈ ജന്മികൾ വരുന്നത് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ ഭൂമി ഉടമകളായിട്ട് ജന്മികൾ വരുന്നത്, അതായത് ഈ പണ്ടാരവകയായിരുന്നാലും ബ്രഹ്മസ്വമായിരുന്നാലും ദേവസ്വമായിരുന്നാലും ഇവർ 3 കൂട്ടരും നിലത്ത് ചവിട്ടി കൃഷി ചെയ്യുന്നവരല്ല. കാരണം അവർ ഭൂമിയുടെ ഉടമസ്ഥത ആരോ എങ്ങനെയോ കൽപ്പിച്ചു കൊടുത്തു. എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല. അവർ സ്വയം ഏറ്റെടുത്തു. നമ്മൾ നടന്നു പോകുമ്പോൾ ഇടവഴിയിൽ ഒരു തേങ്ങ കിടക്കുന്നു, നമ്മൾ നാളികേരെടുത്ത് കക്ഷത്തിച്ചുകൊണ്ട് പോയാൽ അത് ഉടമസ്ഥാരെന്ന് അറിഞ്ഞുകൂടല്ലോ. എന്നിട്ട് തൻ്റെ വകയെന്ന് പറയുന്നത് പോലെയാണ് ഭൂമി കൈവശപ്പെടുത്തിയത്. തൊട്ട് താഴെ 2ാമത്തെ ലെയറിൽ നിരവധി ആൾക്കാരെ ഉണ്ടാക്കി, അവരാണ് ഈ ജന്മിമാർ. ഞാൻ പിന്നെ മാർത്തോണ്ടമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞല്ലോ, സർക്കാർ വക ഭൂമി പുതിയ ജന്മിമാർ പാട്ടം കുടിയാൻ, പണ്ടാരപ്പാട്ടം കുടിയാന്മാരെന്നാ പറഞ്ഞെങ്കിൽ അത് ജന്മിമാരാണ്. 100 കണക്കിനോ 200 കണക്കിനോ ഏക്കർ ഭൂമിയാണ് കൊടുക്കുന്ന ഓരോരുത്തര്. അവർ ജന്മിമാരായി. ആ ജന്മിമാര് തൊട്ട് താഴെ കൃഷി ചെയ്യാൻ വേണ്ടി ഇപ്പൊ 100 ഏക്കർ ഭൂമി ഒരു കുടുംബത്തിന് കൃഷി ചെയ്യാൻ പറ്റുമോ? ലേബർ ഫോഴ്സ് വേണ്ടേ? അപ്പോൾ സബ് ഡിവൈഡ് ചെയ്തു, ഉപപാട്ടം അങ്ങനെ കൊടുത്തു. ഇതിൽ ഭൂമി നേരിട്ട് കൈവശം ഉടമസ്ഥത ഉണ്ടെന്ന് അവകാശപ്പെട്ടവരാണ് ജന്മിമാർ. ജന്മനാ കിട്ടിയതാണ് ജന്മം. നമ്മൾ വസ്തുവിന്റെ വീതം വയ്ക്കാൻ ജന്മം കാണുമെന്ന് പലതും പറയുമല്ലോ. കുടിജന്മം, കാണമെന്ന് പറഞ്ഞാൽ മലബാർ പ്രദേശത്തെ ഒരു ഭൂ ഉടമസ്ഥ പാട്ടം എടുക്കുന്നതിനാണ് കാണമെന്ന് പറയുക. അവരെയാണ് കാണക്കാർ എന്ന് പറയുന്നത്. മലബാറിലെ ഈ മധ്യവർഗത്തിൻ്റെ വളർച്ച ഈ കാണക്കാരിൽ നിന്നാണ്. ജന്മിമാരുടെ തൊട്ട് താഴെ കാണക്കാരാണ് വാസ്തവത്തിൽ പാട്ടക്കുടിയാന്മാരിൽ നിന്ന് പാട്ടം പിരിച്ച് ജന്മിയെ ഏൽപ്പിച്ചത്. ഇത് അപഹരിച്ചെടുത്താണ് ഈ കാണക്കാർ പണം ഉണ്ടാക്കിയത്. ജന്മിയിൽ പാട്ടക്കുടിയാൻ്റെ നിന്ന് പിരിക്കുന്ന പാട്ടം, നെല്ലായാലും മറ്റേതെങ്കിലും ആയാലും പിരിയുടെ ഒരു വിഹിതം യവൻ എടുത്തിട്ട് അഥവാ അപഹരിച്ചതിന് ശേഷമാണ് ജന്മിക്ക് കൊടുത്തത്. ജന്മിക്ക് 1000 ഏക്കർ ഭൂമികളുണ്ടോ, 1-2 പറ നെല്ല് പോയ അയാൾ അറിയുന്നില്ല. അങ്ങനെ ഈ കാണക്കാരാണ് പിന്നീട് മലബാറിലെ മധ്യവർഗമായി വളർന്നത്. EMSന്റെ ഒരു നിരീക്ഷണമുണ്ട്, ഷോർട്ട് ഹിസ്റ്ററി ഓഫ് പെസന്റ് റൂളിൽ, പെസന്റ് കേരള എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ വരുന്നു ഈ പാട്ടക്കുടിയാന്മാർ. അതിലൊരു വിഭാഗം പാട്ടത്തിൽ ആദ്യത്തെ 1ാം ഘട്ടത്തിൽ അവർ ജന്മിമാരായി മാറും. അതാണ് ജന്മം സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരുന്നത്, ഞാൻ ഈ പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡാണ്. രാജകുടുംബം, നാടുവാഴി കുടുംബം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ദേവസ്വം ഒരു ദേവന്റെ പേരിലൊരു അമ്പലമാണ്, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് കൈകാര്യം ചെയ്തത്, ആ ഭൂമി കൈകാര്യം ചെയ്തത് ബ്രാഹ്മണരാണ്, ആ പൂജാരിയാണ്. അതുകൊണ്ടാണ് അവർക്ക് ഇരട്ടി സ്വത്ത് കൈവശം വന്നത്. 3ൽ 2 ഭൂമി. മൊത്തം കൃഷിഭൂമിയെ 3ആയിട്ട് വീതം വയ്ക്കാമെങ്കിൽ ഒരു ഭാഗം നാടുവാഴിയുടേതും 2 ഭാഗം ബ്രഹ്മസ്വവും ദേവസ്വവും ഒരു കൂട്ടർ കൈകാര്യം ചെയ്തു. ദേവന് തനിയെ ഇറങ്ങിയിടന്ന് ചെയ്യാൻ നോക്കുമല്ലോ, ദേവന്റെ പേരിൽ പൂജാരിയല്ലേ പണി ചെയ്യുന്നത്. അപ്പൊ ദേവന്റെ ഭൂമിയും പൂജാരിയുടെ ഭൂമിയും ബ്രാഹ്മണർ തന്നെ കൈകാര്യം ചെയ്തു. അങ്ങനെയാണ് അവർ സമ്പത്തിന്റെ കേന്ദ്രീകരണമായത്. ആ സമ്പത്തിന്റെ കേന്ദ്രീകരണവും
മറുഭാഗത്ത് സംസ്കൃത ഭാഷയിൽ ഉണ്ടായിരുന്ന വിജ്ഞാനത്തിന്റെ കേന്ദ്രീകരണം, വിജ്ഞാന സമ്പത്തും ഭൗതിക സമ്പത്തും ഒരിടത്ത് വന്നപ്പോഴാണ് കേരള സമൂഹത്തിൽ ബ്രാഹ്മണർക്ക് മേൽക്കൈ കിട്ടിയത്. അവർ നാടുവാഴിയെ ചൂണ്ടുവിരൽ കാട്ടി നിലക്കി നിർത്തി, കീഴ്ജാതിക്കാരെയും ചൂണ്ടുവിരൽ കാട്ടി നിലക്കി നിർത്തി. പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ പേരിലോ വേദത്തിന്റെ പേരിലോ ബ്രഹ്മത്തിന്റെ പേരിലോ ഒക്കെ ആയിരിക്കാം. അതാണ് ഇത്. ഒരു കാര്യം കൂടി ഞാൻ പറയേണ്ടതുണ്ട്. രാജകുടുംബത്തിലെ മുഴുവൻ പേരും ധനവാന്മാരായിരുന്നില്ല. ബ്രാഹ്മണരിൽപ്പെട്ട ഭൂരിപക്ഷം പേരും ദരിദ്രവാസികളായിരുന്നു. നായന്മാരിൽപ്പെട്ട കുടിയാന്മാരില് കുറച്ചു പേര് മാത്രമേ സമ്പന്നരുള്ളൂ, ബാക്കി ദരിദ്രന്മാരായിരുന്നു. ഈഴവരിൽ സമ്പന്നരുണ്ടായിരുന്നു, ഭൂരിപക്ഷവും ദരിദ്രന്മാരായിരുന്നു. അപ്പൊ എല്ലാ ജാതി, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വിളിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഒഴികെ ബാക്കിയുള്ളവരിലെല്ലാം അതിസമ്പന്നരും അതിദരിദ്രരും ഉണ്ടായിരുന്നു. ഈ അതിദരിദ്രർക്ക് അതിസമ്പന്നരാവാനുള്ള മോഹം, മിഡിൽ ക്ലാസ് ആയി മാറാനുള്ള മോഹം, ആ മിഡിൽ ക്ലാസ്സിന് പിന്നെ അപ്പർ ക്ലാസ് ആകാനുള്ള മോഹം, ഇത് ഈ 19-ാം നൂറ്റാണ്ടിലുടനീളം കാണാം. നവോത്ഥാനത്തിന്റെ സൂക്ഷ്മ വായന നടത്തിയാൽ ഇത്തരത്തിലുള്ള പ്രക്രിയ നമുക്ക് കാണാൻ സാധിക്കും. ആ അപ്പർ ക്ലാസ് ആകാനുള്ള മോഹത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പർ ക്ലാസിന്റെ കയ്യിലിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ കയറണമെന്നുള്ള വികാരം വരുന്നത്. സ്വന്തം ദേവന് ശക്തി കുറഞ്ഞിട്ടില്ല. കാളിക്കും കൂളിക്കും ബാധയ്ക്കും അല്ലെങ്കിൽ മറ്റേ ഭൂതത്തിനും പിശാചിനും യക്ഷിക്കും ഒന്നും ശക്തി ഇല്ല എന്ന് വിചാരിച്ചിട്ടല്ല. ഈ സവർണന്റെ കയ്യിരിക്കുന്ന സമ്പത്തിന്റെ ഭാഗമാണ് അവന്റെ ക്ഷേത്രവും. അപ്പോൾ പുതുതായിട്ട് വളർന്ന മധ്യവർഗം സമ്പന്നവർഗമായി മാറിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സമ്പന്നവർഗത്തിന് കിട്ടിയിരുന്ന അവകാശങ്ങൾ എന്താ, അല്ലെങ്കിൽ അവരെ ആസ്വദിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തങ്ങൾക്കും കിട്ടണമെന്ന് തോന്നലുണ്ട്. ഒരു മാനസികമായ അവസ്ഥയാണ്. സമ്പത്തിന്മേലുള്ള അവകാശമാണ്, തൊഴിൽ. അതാണ് ഈ നവോത്ഥാനത്തിന് വന്ന ഒരു മാറ്റം. അങ്ങനെയാണ് ഈ അമ്പലത്തിൽ കയറാൻ പോയത്. വാസ്തവത്തിൽ ക്ഷേത്രപ്രവേശന സമരം നവോത്ഥാനത്തെ മുന്നോട്ട് നയിച്ച ഒന്നല്ല. അവിടെ കയറിയവരുടെ സ്ഥിതി എന്താ? ഇപ്പോഴും ഓച്ചാനിച്ച് നിൽക്കുകയല്ലേ. മതിലിനകത്തല്ലേ കയറാൻ പറ്റി? ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റിയോ? ഇഷ്ടദേവനെ തൊട്ട് വണങ്ങാൻ പറ്റുന്നില്ലല്ലോ. പുരുഷന്മാരാണെങ്കിലോ ഒറ്റമുടുത്തല്ലേ അകത്ത് കയറാൻ പറ്റുന്നുള്ളൂ. പാൻറ് ഷർട്ട് കയറാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ വേഷമൊക്കെ പാൻറ് ഷർട്ടും അല്ലേ. സ്ത്രീകൾക്ക് ചുരിദാറിട്ട് കയറാൻ പറ്റുന്നുണ്ടോ? പുതിയ വേഷമല്ലേ അവരുടെ. ഇപ്പോൾ വേഷം മാറിയാലും ആചാരം മാറൂല. അത് നവോത്ഥാനത്തിൻ്റെ പരിമിതിയാണ്. അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞ ഈ 3 ലെയർ ഭൂമിയുടെ കാര്യം ചോദിച്ചുകൊണ്ടാണ്. ജന്മിത്വം അങ്ങനെയാണ് വന്നത്. അത് കൂടുതൽ ജന്മിമാർ പിന്നെ ഉണ്ടായി. കാര്യം എന്താ? 865 തിരുവിതാംകൂറിലെ പാട്ടക്കുടിയാന്മാര് ഭൂമിയിൽ ഉടമസ്ഥരായപ്പോൾ അവർ ജന്മിയായി. ഏറ്റവും മനസ്സിലാകുന്ന ഒരു ഭാഷയെ ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ 57 കേരളത്തിലെ ഭൂപരിഷ്കാര നിയമം, കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം വന്നു. പിന്നീട് ലാൻഡ് റിഫോം ആക്ട് വന്നു. അത് 64 ആക്ട് വരുന്ന, പിന്നെ 74-70 വീണ്ടും അമെൻഡ് ചെയ്യുന്നുണ്ട്. വന്നപ്പോൾ എന്താ? പാട്ടക്കുടിയാന്മാർക്ക് കൈവശ ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി. 36 ലക്ഷം ജന്മിമാരല്ലേ ഉണ്ടായത്. ജന്മം കിട്ടിയില്ല അവന് ഭൂമി. അവൻ താഴെ പാട്ടക്കാരന് വേറെ കൊടുത്തോ ഇല്ലയോ എന്നുള്ള ഉടമസ്ഥാവകാശം കിട്ടിയില്ലേ അവന്. ആ ഉടമസ്ഥാവകാശം കിട്ടിയപ്പോൾ അവന്റെ ബോധത്തിൽ മാറ്റം വന്നു. സാമ്പത്തിക രംഗത്ത് മാറ്റം വന്നു. സാമ്പത്തിക രംഗത്ത് മാറ്റം വന്നപ്പോൾ അവന്റെ ബോധത്തിൽ മാറ്റം വന്നു. അവന്റെ ബോധത്തിൽ മാറ്റം വന്നത് കൊണ്ടാണ് അവന്റെ മക്കളെ പഠിപ്പിക്കാൻ പള്ളിക്കൂടത്തിൽ അയച്ചത്. ആ മക്കളാണ് 60-കളുടെ അവസാനം 70-കളിലൊക്കെ സമരം ചെയ്ത്, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ എൻ്റെയൊക്കെ തലമുറയിൽപ്പെട്ടവർ സമരം ചെയ്യാൻ പോയത് ഈ 1-ാം തലമുറയിൽപ്പെട്ട പാട്ടക്കുടിയാന്മാരുടെ മക്കളോ അവരുടെ സ്വാധീനത്തിൽപ്പെട്ടവരോ ആണ്. നോക്കൂ, ഒരു 100 കൊല്ലത്തെ ചരിത്രം എടുത്താൽ സാമ്പത്തിക രംഗത്ത് വന്ന മാറ്റം എങ്ങനെയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും മാറ്റം വരുത്തിയത്. അപ്പം ജന്മിത്വം എന്ന് പറയുന്നത് ഏതാനും വ്യക്തികൾ മാത്രമല്ല, ഭൂമി കൈവശം വയ്ക്കുന്നതിന്. കാരണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി 10 പേർക്കാറ്റ് വീതം വെച്ചാൽ ഒരാളിന് 100 ഏക്കർ കിട്ടും. ആ 100 ഏക്കർ അവരുള്ള ജന്മിയാണ്. അവന് സാങ്കേതികമായി പാട്ടക്കുടിയാനെന്ന് പറയും, പക്ഷേ ഇഫക്റ്റീവായിട്ട് എന്താണ്? അയാൾ ജന്മിയാണ്. അങ്ങനെയാണ്. അത് വളരെ സങ്കീർണമായ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്, കേരളത്തിലെ ഭൂബന്ധങ്ങൾ. ഒരു സംശയം കൂടിയുള്ളത് സാർ, ഇപ്പോ ഈ ഗുരുവിനെ ആയാലും ചട്ടമ്പി സ്വാമികളെ ആയാലും പാശ്ചാത്യ ആശയങ്ങൾ അവർ പരിചയപ്പെട്ടിട്ടുണ്ട്, അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഒരാശയം സാറ് പറഞ്ഞു. അതെ, അങ്ങനെയാണെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പക്ഷേ ഇവരെഴുതിയ കൃതികളിലൊന്നും ഈ പാശ്ചാത്യ ആശയങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ പോലും ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പ്രത്യേകിച്ച് ഫിലോസഫിക്കൽ വർക്കുകളെല്ലാം തന്നെ നമ്മുടെ ഒരു
ഔപനിഷദികമായ ആശയങ്ങളാണല്ലോ ഗുരുവും ചട്ടമ്പി സ്വാമികളും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആ കൃതികളിൽ ആ സ്വാധീനം നിഴലിക്കാത്തത് എന്നൊരു സംശയം. അതിൽ പ്രധാനമായിട്ടും വന്ന ഒരു കാര്യം, ഇവർക്ക് ഭാരതത്തിൻ്റെ തനത് ദർശനമായ വേദാന്തത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായി. അതാണ് ഏറ്റവും ഉദാത്തമായ ദർശനമെന്ന് അവർ സ്വയം വിശ്വസിച്ചു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെ തേടിപ്പോകുന്ന എന്തിനാ? തേടിപ്പോകേണ്ട ആവശ്യമില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത് സംഭവിച്ചത്, ഇവർക്ക് മൂലഭാഷയിൽ ഇംഗ്ലീഷ് ആയിക്കോട്ടെ വായിച്ച് പഠിക്കാനുള്ള പരിജ്ഞാനമില്ലാതെ പോയി. എങ്കിൽ ആ സ്വാധീനം വന്നേനെ. ഇവർ കേട്ട് പഠിച്ചതാണ്. പാശ്ചാത്യ ദർശനത്തെ കുറിച്ച് ഹാർവി സാഹിബും അല്ലെങ്കിൽ അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച നമ്മുടെ മനോന്മണിയും സുന്ദരനാറും ഒക്കെ പഠിച്ചത് അവർ പറഞ്ഞു കേട്ടാണ് അറിയുന്നത്. അപ്പം പറഞ്ഞു കേട്ടറിഞ്ഞപ്പോൾ ഭാരത ദർശനവും അതും തമ്മിൽ വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടാവില്ല. ആത്മീയതയാണല്ലോ അവിടെ നയിച്ച ഒരു അംശം. അങ്ങനെ ഈ രണ്ട് കാരണങ്ങളാലാവാം ഈ പാശ്ചാത്യ സ്വാധീനം അവരിൽ വരാതിരുന്നത്. ഒന്ന്, തൻ്റെ വിജ്ഞാനത്തെക്കുറിച്ച് തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അടിയുറച്ച വിശ്വാസമുണ്ട്, അത് ഉദാത്തമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറൊന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. രണ്ട്, വേറൊന്ന് അന്വേഷിച്ച് പോകാൻ നമുക്ക് താല്പര്യം വരുന്നത് എപ്പോഴാണ്? മറ്റൊന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ്. ആ പഠിക്കാനുള്ള സൗകര്യം അവർക്കില്ല. അവർക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചില്ല. അതൊരു കുറവായിട്ട് ഞാൻ കാണുന്നുമില്ല. പാശ്ചാത്യ ദർശനം സ്വീകരിച്ചാലേ ഇവിടെ ശരിയാവും നമ്മൾ വിചാരിക്കേണ്ട കാര്യമുണ്ട്. അതില്ലല്ലോ. കാരണം മനുഷ്യ സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് ദർശനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ലോകത്തെ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് യൂറോപ്യൻ സമൂഹമാണ് ആധുനിക കാലത്ത് ഏറ്റവും വികസിച്ചത് എന്നുള്ളത് കൊണ്ടാണ് മാർക്സിസം ഉണ്ടായത്. മുതലാളിത്തം വളർന്നില്ലെങ്കിൽ മാർക്സിസം ഉണ്ടാവുമോ? ഇല്ലല്ലോ. അപ്പോൾ ഓരോ ദർശനവും അതാത് കാലത്തെ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹ്യവുമായ ഒരു പശ്ചാത്തലത്തിലാണ് ഉത്ഭവിക്കുന്നത്. നമ്മുടെ ആശാന്മാർക്ക് നമ്മുടെ ദർശനം ഉദാത്തമാണെന്നുള്ള ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. കണ്ണുമടച്ച് വിശ്വസിച്ചു. അവർക്ക് യുക്തിയുണ്ട്. കണ്ണുമടച്ച് ഞാൻ പറയുന്നില്ല, യുക്തിപരമായിട്ടാണ് വിശ്വസിച്ചിരിക്കുന്നത്. അങ്ങനെയാണത് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി സർ, താങ്ക് യു സർ. ഒരു സംശയം, അതായത് പരശുരാമന് മുമ്പ് കേരളം ഉണ്ടായിരുന്നു എന്നതിനായിട്ട് സാർ ഒരു യുക്തി പറഞ്ഞിരുന്നു. അതായത് വാമനാവതാരം എന്ന് പറയുന്ന സംഭവം, വാമനാവതാരത്തിന് ശേഷമാണ് പരശുരാമൻ വന്നത് എന്നുള്ളത്. ശരിക്കും മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് പറയുന്നതും ഒരു മിത്തല്ലേ? മിത്താണ്. അപ്പോ ശരിക്കും ഇതല്ലാതെ വേറെന്തെങ്കിലും യുക്തി ഉണ്ടോ പരശുരാമന് മുമ്പ് കേരളം ഉണ്ടായിരുന്നു എന്നുള്ളതിന്? അല്ല, അത് കേരളത്തിന്റെ സമ്പദ്ഘടനയും ഇവിടുത്തെ ജനങ്ങളുടെ എണ്ണവും വെച്ചുകൊണ്ടാണ് ഗുരു അത് ഇവിടെ ചട്ടമ്പി അത് പറയണത്. അന്ന് ഇന്നത്തെ പോലെ കേരളത്തിൽ ജനത അന്നും ഉണ്ടല്ലോ, കുറേ ഇന്നത്തെ എണ്ണമില്ലെങ്കിലും അന്നും ഉണ്ടല്ലോ. നോക്കൂ, അന്നത്തെ കൃഷി, ചട്ടമ്പി ജീവിച്ചിരുന്ന കാലം അല്ലെങ്കിൽ പരശുരാമൻ കേരളത്തിൽ വന്നു എന്ന് വിചാരിക്കുന്ന കാലം നെൽകൃഷിയാണല്ലോ കേന്ദ്രം. കേരളത്തിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുസരിച്ച ഒരു കൃഷിയാണ് നെല്ല്. കാരണം സമ്പന്നമായ ജലസമൃദ്ധി, പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ കിടന്ന 100 കണക്കിന് തോടുകൾ, ഈ തോടുകൾക്ക് ഇരുവശമുള്ള ഭൂമി വെട്ടി വെളിവാക്കിയാണ് നെൽപ്പാടങ്ങളാക്കിയത്. ഈ നെൽപ്പാടങ്ങളെല്ലാം, അതിന് നമ്മൾ ഒരു ഏലായെന്നോ ഓരോ പ്രദേശത്ത് ഓരോ പേര് പറയും, ഗ്രാമം എന്നൊക്കെ പറയാം. ഒരു നെൽപ്പാടത്തിൽ ഒരു ദേവനുണ്ടായിരുന്നു. ആ ദേവന്റെ ചുറ്റുമാണ് നെൽപ്പാടം കറങ്ങിയിരുന്നത്. അഥവാ കാർഷിക സമ്പദ്ഘടന കേരളത്തിൽ വളർന്നു വന്നതോടൊപ്പം ഒരു ടെമ്പിൾ സെന്റേഡ് കൾച്ചറും വന്നു. ടെമ്പിൾ സെന്റേഡ് അഗ്രികൾച്ചർ എന്ന് പറയാം. ദേവനെ ഒരു പ്രതിഷ്ഠയാക്കി വെച്ചതേ ഉള്ളൂ. ദേവന്റെ അവിടെ കൂടിയിരിക്കാൻ നമ്മളൊരു ഒരു റീഡിംഗ് റൂം പോലെ ഉപയോഗിച്ച് അവിടെ നാട്ടുകൂട്ടം ഉണ്ടായിരുന്നു കൃഷികാര്യങ്ങൾ ചർച്ച ചെയ്യാൻ. ആദ്യകാലത്ത് ജാതി വ്യത്യാസം ഇല്ലായിരുന്നു എന്നാണ് വിചാരിക്കുന്നത്. കാരണം നെൽകൃഷി എന്ന ഒരു സാധനം നടക്കണമെന്നുണ്ടെങ്കിൽ എത്ര ജാതികൾ ഒരുമിച്ച് ചേരണം? ജാതി വിട്ട് നിങ്ങൾ കൈത്തൊഴിൽ എന്നാക്ക്. എത്ര കൈത്തൊഴിലുകൾ ഒരുമിച്ച് ചേർന്ന് സഹകരിച്ചാലാണ് നെൽപ്പാടത്ത് കൃഷി ചെയ്യാൻ പറ്റുക? ഇരുമ്പ് പണിക്കാരൻ വേണ്ടേ? മരപ്പണിക്കാരൻ വേണ്ടേ? മൺപാത്രം ഉണ്ടാക്കുന്നവൻ വേണ്ടേ? തുണി ഉണ്ടാക്കുന്നവൻ വേണ്ടേ? തുണി എല്ലാവർക്കും വേണം. തുണി ഉണ്ടാക്കുന്നവൻ വേണ്ടേ? അപ്പോൾ ഇത്തരത്തിലുള്ള കൈവേല കൈത്തൊഴിൽ ഉള്ളവർക്ക് സഹകരിച്ചെങ്കിൽ മാത്രമേ ഭൂമിയിൽ കൃഷി നടക്കുകയുള്ളൂ. അപ്പോൾ ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ നീ അകലെ നിൽക്കുക, നീ പിന്നെ കാർപ്പൻ്റർ എൻ്റെ അടുത്ത് വരണ്ട, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്ത് എൻ്റെ അടുത്ത് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. തുടക്കത്തിൽ ഇത് തുടങ്ങുന്ന ഒരു വ്യക്തി. അപ്പോൾ അവർ കൂടിയിരുന്നാണ് നാട്ടുകൂട്ടം. വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നാട്ടുകൂട്ടത്തെ ഇളക്കിയിട്ടാണ്. ഈ നാട്ടുകൂട്ടം എന്ന് പറഞ്ഞ അമ്പലം കേന്ദ്രീകരിച്ചുള്ള കൃഷിക്കാരാണ്.
ആ കൃഷിക്കാരാണ് അമിതമായ നികുതി കൊടുക്കേണ്ടി വരുന്നത്. വേലുത്തമ്പിയുടെ വിളംബരത്തിൽ പറയുന്നത് എന്താ? തെങ്ങവരി തലവരി മുതലായ അധിക നികുതികൾ കുടികളിൽ കെട്ടിവെച്ചും കോവിലുകളിൽ കുരിശും കൊടിയും നാട്ടിയും എന്ന് പറഞ്ഞിട്ട് ഈ സമ്പദ്ഘടനയും സമൂഹത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയാണ് ബ്രിട്ടീഷർക്കെതിരായ സമരത്തിന് ആഹ്വാനിച്ചത്. ആ നാട്ടുകൂട്ടത്തെ ഇളക്കിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ അദ്ദേഹം കാൽനട യാത്ര നടത്തി രാജാവിനെ ബോധ്യപ്പെടുത്തി അഥവാ ഭീഷണിപ്പെടുത്തി ദിവാൻ പദവി ദളവാ പദവി നേടിയെടുക്കുന്നത്. അപ്പം നാട്ടുകൂട്ടം എന്നൊരു സാധനമുണ്ട്. ടെമ്പിൾ സെൻറ്റേഡ് ആണ്, ടെമ്പിൾ സെൻറ്റേഡ് അഗ്രേറിയൻ ഇക്കോണമി എന്ന് അതിനെക്കുറിച്ച് രാജഗുരുക്കൾ പറയുന്നുമുണ്ട്. ഇത് കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമ്പദ്ഘടന നിലവിലിരിക്കുമ്പോഴാണ് ഇതിന്റെ പുറത്ത് ബ്രാഹ്മണർ കയറി വരുന്നത്. അതാണ് ചട്ടമ്പി സ്വാമി ഈ സാമ്പത്തികമായൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ചട്ടമ്പി സ്വാമീനെ വെല്ലുവിളിക്കുന്നത്. അത് കേരളത്തിൽ ഇയാൾ മഹാബലി ഭരിച്ചു എന്നുള്ളതൊക്കെ മിത്താണ്, അതും ഒരു പുരാവൃത്തമാണ്, യാതൊരു തെളിവുമില്ല. സാർ, ഒരു സംശയം. കണ്ടംപററി ആയിട്ടുള്ള എല്ലാ ശക്തികളെയും വെല്ലുവിളിക്കുന്ന കൃതികളാണ് ചട്ടമ്പി സ്വാമിയുടേത്, പ്രത്യേകിച്ച് പ്രാചീന മലയാളവും വേദാധികാര നിരൂപണവും ഒക്കെ. ഈ കൃതികൾ കണ്ടംപററി അന്ന് ചർച്ച ചെയ്യപ്പെടാതിരുന്നത് കൊണ്ടാണോ അന്ന് കോൺട്രവേഴ്സി ഉണ്ടാവാഞ്ഞത്? അത് എന്തായിരിക്കും ഇതിന് അന്ന് അത്രയധികം ഒരു രംഗം കലുഷിതമാക്കാവുന്ന കണ്ടന്റ് ഇത് ഉണ്ടായിരുന്നിട്ടും, അതായത് ഇത് സൂക്ഷിക്കുന്ന ഗ്രന്ഥശാല കത്തിപ്പോകാതിരുന്നത് എന്ത് എന്നൊരു കമന്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ കൃതികൾ അന്നത്തെ കാലഘട്ടത്തിൽ രേഖപ്പെടുത്താതിരുന്നത് അല്ലെങ്കിൽ ആ ചർച്ചയാവാഞ്ഞത്? ഒരു എന്തായിരിക്കും പ്രധാനപ്പെട്ട കാരണം? നമുക്ക് നാരായണ ഗുരുവായിട്ട് കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്യുമ്പോൾ അറിയാം. നാരായണ ഗുരു ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിലൂടെയാണ് ഗുരുവിൻ്റെ സിദ്ധാന്തങ്ങൾ ലോകമറിഞ്ഞത്. അന്നല്ലോ SNDP യോഗം എന്ന സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ പൽപ്പു കുമാരനാശാൻ, CV കുഞ്ഞിരാമൻ, മറ്റേ പിന്നെ വടക്ക് നമ്മുടെ ആളുണ്ടല്ലോ മാസികയെ നടത്തിയിരുന്ന ആള്, അവരൊക്കെ ഇല്ലായിരുന്നു. അങ്ങനത്തെ അഭ്യസ്ത വിദ്യരായ ഒരു ബുദ്ധിജീവി വർഗം ഇല്ലായിരുന്നുവെങ്കിൽ നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തം ജനങ്ങൾ അറിയുമായിരുന്നോ? അറിയുമായിരുന്നില്ല. അപ്പൊ സന്യാസി ശ്രേഷ്ഠനായ നാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തം ജനകീയമായത് ബുദ്ധിജീവികൾ വഴിയാണ്. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് സംഘടനയാണ്. അതുകൊണ്ടാണ് ഈ ശിവഗിരി തീർത്ഥാടന കാര്യത്തിലും ഈശ്വരചിന്ത സംഘടന എന്ന് അദ്ദേഹം പറയുന്നു. സംഘടിച്ച് ശക്തമാക്കാൻ സംഘടന ആവശ്യമാണ്. ചട്ടമ്പി അങ്ങനെ പോയില്ല. ചട്ടമ്പിയെ ഒരുപക്ഷെ പിന്തുണയ്ക്കേണ്ടിയിരുന്ന NSSകാർ, ചട്ടമ്പി നായരായതുകൊണ്ട് ചിലപ്പോൾ നായന്മാർക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ഏറ്റെടുക്കാമായിരുന്നു. അവര് മരുമക്കത്തായം അവസാനിപ്പിക്കാൻ നമ്പൂരിമാർക്കെതിരെയുള്ള യുദ്ധത്തിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സംബന്ധം അവസാനിപ്പിക്കണം, മരുമക്കത്തായം അവസാനിപ്പിക്കണം. എന്തായിരുന്നു NSSന്റെ ഡിമാൻഡ്? പിതൃസ്വത്തിൽ പങ്കുവേണം. ആരാ പിതാവ്? ബ്രാഹ്മണനാണ്. നമ്പൂരി സംബന്ധം നായർ സ്ത്രീയെ നമ്പൂരി എല്ലാം കുറച്ചെങ്കിലും ഉണ്ട്, സംബന്ധം ചെയ്യുന്നു. അയാൾക്ക് മക്കളിൽ യാതൊരു ഉത്തരവാദിത്വമില്ല, മക്കളെ പോറ്റുന്നു അയാളല്ല. അപ്പൊ NSSന്റെ ഡിമാൻഡ് എന്താ? NSSന്റെ ഡിമാൻഡ് പിതൃസ്വത്തിൽ പങ്കാളിത്തം വേണം. ഇത് എവിടുന്ന് തുടങ്ങും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 865 പണ്ടാരപ്പാട്ട വിളംബരം വന്നപ്പോൾ ഭൂമിയിൽ ഉടമസ്ഥാവകാശം കിട്ടി. ഉടമസ്ഥാവകാശം കിട്ടിയപ്പോൾ ഉടമ മരിച്ചാൽ അവകാശം ആർക്ക്? പിന്തുടർച്ച അവകാശം വന്നു. ആ പിന്തുടർച്ച ആർക്ക് വേണം? മരുമക്കത്തായവനുസരിച്ച് അനന്തരവന്മാർക്ക് വേണമോ, മക്കത്തായവനുസരിച്ച് മക്കൾക്ക് വേണമോ? മക്കത്തായികളായിരുന്നു NSS. അന്നത്തെ നാം പറഞ്ഞത് പിതൃസ്വത്തിൽ പങ്കാളിത്തം വേണം, അത് നായരായാലും നമ്പൂരിയായാലും. അവിടെയാണ് ഇത് തകർന്നത്. അപ്പോൾ അവരത്തരം നമ്പൂരിമാർക്കെതിരായിട്ടുള്ള യുദ്ധത്തിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾ നേടിയെടുക്കുക. കാരണം നായര് നമ്മൾ സവർണനാണെന്ന് പറഞ്ഞാലും ഒരുപാട് നായന്മാർ ദരിദ്രന്മാരായിട്ട് കഴിയും. അതുകൊണ്ട് അവരെ ഉദ്ധരിക്കാനാണ് NSS ഉണ്ടാക്കിയെന്ന് മന്നത്തൂപ്പനാവ്, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഉദ്ധാനം അനുസരിച്ച്. അപ്പോൾ ചട്ടമ്പി പറഞ്ഞെന്ന് അവർ ശ്രദ്ധിച്ചില്ല. ഈ വേദാധികാര നിരൂപണത്തിലൂടെയോ അല്ലെങ്കിൽ പ്രാചീന മലയാളത്തിലൂടെയോ പരശുരാമ കഥയെയും വേദം പഠിക്കാനുള്ള അവകാശത്തെയും ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സംഘടന ചട്ടമ്പി സ്വാമിക്ക് ഇല്ലാതെ പോയി. സംഘടന വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ബുദ്ധിജീവി വർഗം ചട്ടമ്പിയെ പിന്തുണയ്ക്കാൻ അന്നുണ്ടായില്ല. അവിടെ ബുദ്ധിജീവി എന്നൊരു പദപ്രയോഗം ഞാൻ നടത്തിയത് ബോധപൂർവമാണ്. സാമൂഹ്യ മാറ്റത്തിൽ ബുദ്ധിജീവികൾക്ക് നിർണായകമായ പങ്കുണ്ട്. ആ പങ്കിനെക്കുറിച്ച് പറഞ്ഞയാൾ ഗ്രാംഷിയാണ്. കാരണം ബുദ്ധിജീവി രണ്ട് തരത്തിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പാരമ്പര്യ ബുദ്ധിജീവി, ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ്,
അതായത് നമ്മുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഗുരുവായൂർ മേൽശാന്തി, അദ്ദേഹത്തിന്റെ കുടുംബം അല്ലെങ്കിൽ മേൽശാന്തി ആവുന്നവരെല്ലാം എത്രയോ 1000 വർഷം മുമ്പുണ്ടായ വിജ്ഞാനം അതേപോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഋഗ്വേദത്തിന്റെ എല്ലാ ഭാഗങ്ങളും എന്താ പറഞ്ഞ ജഡരഥം അറിയാമോ, കാണാതെ അറിയാം, മനപ്പാഠം അറിയാം, മഹാപണ്ഡിതനല്ലേ. പക്ഷെ എന്തെങ്കിലും സമൂഹത്തിൽ ചലനം ഉണ്ടാക്കാൻ സാധിക്കും? ഉരുവിട്ട് ഇങ്ങനെ ദേവന കൃഷ്ണ വേണ്ടി മൂലമന്ത്രവും മറ്റേ മന്ത്രമുണ്ട്, വിശേഷാൽ മന്ത്രമുണ്ട്, ഇത് മാത്രം ഉരുവിട്ടിരിക്കുന്ന അയാൾ മഹാപണ്ഡിതനാണ് എങ്കിലും അയാൾ സമൂഹത്തിന് ഒരു സേവനവും ചെയ്യുന്നില്ല. ആ പാണ്ഡിത്യൻ സമൂഹത്തിന്റെ മാറ്റത്തിന്, സമൂഹത്തിന്റെ പുരോഗതിക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ല. അയാൾ ട്രഡീഷണൽ ഇന്റലക്ച്വൽ, പാരമ്പര്യ ബുദ്ധിജീവി. അതായത് ജൈവ ബുദ്ധിജീവിയാണെങ്കിലോ ഈ കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കി ഇതിൽ അനാവശ്യമായത് മാറ്റണം, നല്ലത് കൊണ്ടുപോകണം, അങ്ങനെ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ബുദ്ധിജീവി, അയാളാണ് ജൈവ ബുദ്ധിജീവി, ഓർഗാനിക് ഇന്റലക്ച്വൽ. അങ്ങനെ ഒരു ഓർഗാനിക് ഇന്റലക്ച്വൽ കമ്മ്യൂണിറ്റി ചട്ടമ്പി സ്വാമിയുടെ സിദ്ധാന്തങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ വന്നില്ല. ഈ ഓർഗാനിക് ഇന്റലക്ച്വൽസ് എന്നാണ് പിന്നെ വർക്കിംഗ് ക്ലാസ് ഉണ്ടാകുന്നത്. പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളി അവൻ ചൂഷിതനാണെന്ന് അറിഞ്ഞിരുന്നില്ല ജാതി വ്യവസ്ഥയിൽ. വിധികൽപ്പിതമാണു തായേ എന്നായിരുന്നു വിശ്വാസം. ജാതി വ്യവസ്ഥ ആരോ ഉണ്ടാക്കിയാണ്, എൻ്റെ വിധിയാണിത്, പിന്നെ ജന്മിയോട് അകലം പാലിച്ച് നിൽക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്, കടമയാണെന്ന ബോധം. പട്ടേല മറ്റുണ്ടല്ലോ, തൊമ്മി പട്ടേലും ആ തൊമ്മി മനോഭാവമാണ്. ആ തൊമ്മി മനോഭാവത്തെ മാറ്റിയെടുത്തപ്പോഴാണ് തൊഴിലാളി വർഗം ഉണ്ടായത്, അവകാശബോധം ഉണ്ടായത്. അത് മധ്യവർഗത്തിൽ വന്ന ബുദ്ധിജീവികളാണ് തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലാളി വർഗത്തിന്റെ വർഗബോധം ഉണ്ടാക്കിയെടുത്തത്. അത്തരത്തിലൊരു മധ്യവർഗം ചട്ടമ്പി സ്വാമിയുടെ സിദ്ധാന്തങ്ങൾ ഏറ്റെടുക്കാൻ ഉണ്ടായില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സിദ്ധാന്തം എവിടെയോ കൊണ്ട് ശിഷ്യന്മാർ ചുരുട്ടിക്കൂട്ടി ഏതെങ്കിലും അമ്പലത്തിന്റെ കവലയിൽ വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥശാലയിൽ ഇരുന്നിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ തന്നെ വരുന്നത് എപ്പോഴാണ്? വളരെ കാലത്ത് 20-ാം നൂറ്റാണ്ടിന്റെ അന്ത്യമാവുമ്പോഴല്ലേ വരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വാഴൂർ പടം കുറെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, വേറെ പലരും. കാരണം ഇദ്ദേഹം കൃത്യമായിട്ട് ഇത് എഴുതി വെച്ച് ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചില്ല. ഏതെങ്കിലും ഒരു ഗൃഹസ്ഥ ശിഷ്യന്റെ വീട്ടിൽ പോയി 2 ദിവസം താമസിക്കും, അവിടെ ഇരുന്ന് കുറെ കുറിക്കും, അവിടെ ഇട്ടിട്ട് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ പോയിരിക്കും, അവിടെ കുറെ ആൾക്കാർ അവരായിട്ട് വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് വല്ലതും എഴുതി വെച്ച് അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകും. അപ്പൊ ഇതൊക്കെ സമ്പാദിച്ചെടുക്കാൻ വളരെ പാടുപെട്ടു. ഇതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോഴാണല്ലോ ഈ മാറ്റം വരുന്നത്. പാശ്ചാത്യ ദർശകർ പലതും പറഞ്ഞത് ചട്ടമ്പിക്ക് ഉണ്ടായിരുന്നോ ഇപ്പോഴല്ലേ മനസ്സിലാകുന്നേ. 1 നൂറ്റാണ്ടിന് ശേഷം, അദ്ദേഹത്തിന്റെ സമാധി അടഞ്ഞ 1 നൂറ്റാണ്ടിന് ശേഷമാണ് നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്തതെന്ന് ഓർക്കണം. കഴിഞ്ഞ ഒരു 50 കൊല്ലത്തിന് ഇപ്പുറമാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ കുറിച്ച് സമഗ്രമായ പഠനം പോലും ഉണ്ടാകുന്ന, കൃതികൾ പോലും സമ്പൂർണമായ രൂപത്തിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു ബുദ്ധിജീവി വിഭാഗം ചട്ടമ്പി സ്വാമിയുടെ സിദ്ധാന്തം ഏറ്റെടുക്കാൻ ഇല്ലാതെ പോയതാണ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം വിജ്ഞാനം എത്ര ജനകീയമായിരുന്നാലും എത്ര ആധുനികമായിരുന്നാലും ജനങ്ങൾക്ക് കിട്ടാതെ പോയത്. ആധുനികമാണെങ്കിലും ജനകീയമാവാത്തത്. അതാണ് എൻ്റെ മറുപടി. സാർ, അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തു മതചേതനം എന്ന് പറഞ്ഞൊരു വർക്കില്ലേ, അത് ക്രിസ്തു മതത്തിലെ പല തത്വങ്ങളെയും ഭയങ്കരമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു വർക്കില്ലേ? 2 കൃതിയുണ്ട്. ക്രിസ്തുമത സാരവുമുണ്ട്, ക്രിസ്തുമത ഛേദനവുമുണ്ട്. ക്രിസ്തുമത സാരം, അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അദ്ദേഹം ഈ പുരോഹിതന്മാരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതി ഉണ്ടാക്കിയത്. ക്രിസ്തുമത ഛേദനം വരുന്നത് ഈ നാട്ടിൻപുറത്ത് വന്ന് ആൾക്കാർ യാന്ത്രികമായിട്ട് ക്രിസ്തുമതത്തിൽ ചേരാൻ പ്രേരിപ്പിച്ച ഇവരുടെ പുരോഹിതന്മാർ. അവരെ പുരോഹിതൻ എന്നല്ല, എൻ്റെ നാട്ടിലേക്ക് അവരെ പ്രസംഗി എന്നാ പറഞ്ഞത്, സുവിശേഷകൻ, യേശുവിൻ്റെ നല്ല വിശേഷം പറയാൻ വന്നവർ. അതുകൊണ്ട് നാട്ടുകാരിട്ട് കൊടുത്ത പേര് അവർ തന്നെ സ്വയം സുവിശേഷകനാണെന്ന്. അവര് നാട്ടിൻപുറത്ത് വന്ന് പാവപ്പെട്ട കർഷക തൊഴിലാളിയോ അല്ലെങ്കിൽ അവരെ മുമ്പിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ് യാന്ത്രികമായിട്ട്. ഇവനൊന്നും മനസ്സിലാകുന്നില്ല. ഇവന് മനസ്സിലാകുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകണം, ഒരു ബൈബിൾ കയ്യിൽ കൊടുത്തിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ച് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാത്തവന്റെ മുമ്പിൽ ഉപദേശം വിളമ്പുന്ന ഈ പൂജാരിമാരെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അയുക്തികമായ ഒരു ജനനകഥയെ അദ്ദേഹം എടുത്തു പിടിക്കുന്നത്. യേശുവിൻ്റെ ജനനം പിന്നെ യഥാർത്ഥ രീതിയിലായിരുന്നില്ല എന്നല്ലേ അതിൽ പറയുന്നത്. കന്യാമറിയം എന്നാണല്ലോ പറയുന്നത്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ യുക്തി അവിടെ അദ്ദേഹം, ഞാൻ ഈ ക്രിസ്മസ് ഛേദനം കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. ആ ഛേദനം നിങ്ങളെ കൃതി വായിച്ചു നോക്കുക. അതിനകത്ത് യുക്തിസഹമായിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രസവിച്ചില്ലെങ്കിൽ എങ്ങനെ കുഞ്ഞുണ്ടാവും? കുഞ്ഞുണ്ടാവാൻ ഒക്കൂലല്ലോ. അപ്പോൾ കന്യകയായി തുടരുന്നു. ഇവിടെ യേശു ജനിക്കുകയും ജദീവ്യ ഗർഭം വെച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നു. ആ യുക്തി അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ആ യുക്തി ഇല്ലായ്മയെ
ചോദ്യം ചെയ്യുകയാണ്. അത് ഒരുപക്ഷെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്താൽ വളരെ വിവാദങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഒരിക്കലൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ ആ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രസിദ്ധീകരണമായ വിജ്ഞാന കൈരളിയിൽ ഞാനൊരു മുഖപ്രസംഗം എഴുതി. എല്ലാ മാസവും ഞാനാണ് മുഖപ്രസംഗം എഴുതുന്നത്, ചീഫ് എഡിറ്റർ എന്നുള്ള നിലയ്ക്ക്. അതിൽ ഒരു ലക്കത്തിൽ ഞാൻ ഈ കുംഭസാരത്തെക്കുറിച്ചൊരു കാര്യം എഴുതി. കുംഭസാരത്തെക്കുറിച്ച് എഴുതാൻ കാരണം റാന്നിയിൽ ഒരു പുരോഹിതൻ കുംഭസരിച്ച സ്ത്രീ, കുംഭസാരത്തെ വെളിവിടാൻ പാടില്ലെന്ന്, അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു. ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു. നിവൃത്തിയില്ലാതെന്ന് അവർ ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് ഇത് ചോദ്യം ചെയ്തു, പോലീസ് കേസായി. ആ പുരോഹിതൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായി. അതിൻ്റെ അടുത്ത ദിവസം കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ ഫാദർ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഇത് എഴുതി, ഞാൻ ഉത്തമ വിശ്വാസത്തിൽ നല്ല കാര്യം വെച്ചാണ് എഴുതിയത്. കാരണം ഈ സ്ത്രീകൾ കുമ്പസരിക്കാൻ പോകുന്നതുകൊണ്ടാണല്ലോ ഈ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുമ്പസരിക്കണ്ട. നിങ്ങൾ കുമ്പസരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നേരിട്ട് കുമ്പസരിച്ചാൽ മതി. കർത്താവിൻ്റെ പ്രതിപുരുഷനാകാൻ യോഗ്യതയില്ലാത്ത പുരോഹിതന്റെ മുമ്പിൽ വേണ്ടെന്നാണ് ഞാൻ എഴുതിയത്. അത് വിവാദമായി, ചർച്ച വന്നു. ഭരണത്തിൽ നമ്മുടെ സർക്കാരിന് സമ്മർദ്ദം വന്നു. ബിഷപ്പുമാരെല്ലാം കൂടി മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കണ്ടു. ഞാനത് അവസാനം അത് റദ്ദാക്കുന്നു ഞാൻ ഒരു പ്രസ്താവന എഴുതി രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പറയുന്നത് അതൊരു വളരെ സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് ആ യുക്തിചിന്തയിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ക്രിസ്തുമത സാരവും എഴുതിയിട്ടുണ്ട്, ക്രിസ്തുമത ഛേദനവും എഴുതിയിട്ടുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ അന്തസ്സത്ത ശരിക്കും മനസ്സിലാക്കിയ ആളായിരുന്നു ചട്ടമ്പി സ്വാമി. അത് ക്രിസ്തുമത സാരം വായിച്ചാൽ മനസ്സിലാവും. പക്ഷേ യാന്ത്രികമായിട്ട് നീങ്ങുന്നതിന് അദ്ദേഹം ചോദ്യം ചെയ്യും. പക്ഷേ എൻ്റെ പേര് സൗമിത്ത്. മാസ്റ്റർ പ്രഭാഷണം വളരെ ഗംഭീരമായിരുന്നു. വിഷാദ് മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ ഹിന്ദോദ്ദീപകമായ വളരെ ഗഹനമായി വിഷയത്തെ വിശകലനം ചെയ്ത് മാഷ് അവതരിപ്പിച്ചു. നന്ദി. എൻ്റെ ഒരു സംശയം, നമ്മൾ നവോത്ഥാനത്തിന്റെ സന്ദർഭത്തിൽ അല്ലെങ്കിൽ നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രപ്രവേശനം വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശ നേട്ടമായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ ചരിത്രം പഠിക്കുന്ന സമയത്ത്. പിന്നീട് നമ്മൾ അതിന് കുറെ കൂടി മുമ്പോട്ട് പോകുന്നു, ദേശീയതാബോധം വരുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, ഭരണഘടന നിലവിൽ വരുന്നു, നമ്മളൊരു ജനാധിപത്യ സംസ്കാരത്തെ പിന്തുടരുന്നു. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ പറയുന്ന ക്ഷേത്രാചാരവുമായിട്ടോ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്ന സന്ദർഭത്തിൽ ആധുനിക സമൂഹം അടിസ്ഥാനമാക്കേണ്ടുന്ന ഭരണഘടനയെ പോലും നമ്മൾ പരിഗണിക്കാതെ ഒരു മതഗ്രന്ഥത്തെയോ അല്ല, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഏറിൽ നിൽക്കുന്നതായിട്ടുള്ള ചില വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അവകാശങ്ങളെ നിർണ്ണയിക്കുന്ന ഒരു തരത്തിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം, അത്തരം ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയും. ഇത് ശരിക്കും നവോത്ഥാനം സംഭവിച്ച വളരെ പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് നവോത്ഥാനമായിട്ട് വാസ്തവത്തിൽ ഇത് വളരെ എന്താ പറയാ, ഒരു പരസ്പര വൈരുദ്ധ്യമായിട്ടുള്ള ഒരു പ്രവണതയല്ല ഇത് ശരിക്കും അതിൻ്റെ ഒരു കാരണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, കേരളീയ നവോത്ഥാനം വഴിമുട്ടിയത് ശ്രീകോവിലിൻ്റെ മുമ്പിലാണ്. വഴി നടക്കാനുള്ളതുപോലെയോ വിദ്യാഭ്യാസം കിട്ടാനുള്ളതുപോലെയോ തൊഴിൽ കിട്ടാനുള്ളതുപോലെയോ വിവേചനം അവസാനിപ്പിക്കാനുള്ളതുപോലെയോ ഉള്ള ഏതെങ്കിലും നവോത്ഥാന മൂല്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല ക്ഷേത്രപ്രവേശനം. ഏത് മതമായിരുന്നാലും ഈശ്വരനെ എവിടെ ഇരുന്നും ഭജിക്കാമെന്നാണ് പറയുന്നതെങ്കിൽ ആ തത്വം ശരിക്കും മനസ്സിലാക്കിയ ഒരു വിശ്വാസി ക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ടോ? വേണ്ട. ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇത് എരച്ചു കയറി 936 ക്ഷേത്രപ്രവേശന വിളംബരം 90 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ ഞാൻ പറയും അത് പ്രതിലോമകരമാണ്. ഇന്ന് അന്നലപ്പോൾ അതിന് പുരോഗമനവശം ഉണ്ടാവാം, ഇന്നത് പ്രതിലോമകരമാണ്. എന്തുകൊണ്ട്? ആ പ്രതിലോമകരമായ അവസ്ഥയാണ് ഭരണഘടനാ വിരുദ്ധമായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ യുവതികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണ്, അതുകൊണ്ടാണ് കോടതി പ്രവേശനം അനുവദിച്ചത്. പക്ഷെ നമ്മുടെ ആചാരം നിൽക്കുന്ന എവിടെ? ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്ന ആചാരം ഏതാണ്? നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം. അപ്പൊ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളുടെ വക്താക്കളായി കേരളത്തിലെ ഈ ജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോയതല്ലേ നവോത്ഥാനം? അത് നവോത്ഥാന വിരുദ്ധമാണ്. നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് പറയാവുന്നത് ആചാര അനുഷ്ഠാനങ്ങളില്ലാത്ത ദേവാരാധന അഥവാ ദേവാലയ ബാഹ്യമായ ദേവാരാധന.
നമ്മൾ അമ്പലത്തിൽ പോയാലല്ലേ ആരാധന അവിടെ ആചാരം അനുഷ്ഠിക്കുക. നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ കയറണമെങ്കിൽ പാസ് എടുക്കണം. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അമ്പലത്തിൽ കയറണമെങ്കിൽ അവിടുത്തെ ആചാരം പാലിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആ ആചാരം പാലിക്കാൻ പറ്റില്ലെങ്കിലോ നിങ്ങൾ അങ്ങോട്ട് പോകരുത്. നിങ്ങൾ അങ്ങോട്ട് പോയില്ല എന്ന് പറഞ്ഞ് ദേവൻ നിങ്ങളെ ശിക്ഷിക്കുമോ? നിങ്ങൾ വിശ്വസിക്കുന്ന ദേവൻ സർവശക്തനാണ്, സർവേശ്വരനാണ്, സർവവ്യാപിയാണ് എങ്കിൽ, ഒമിനിപൊട്ടന്റ്, ഒമിനിപ്രസന്റ്, ഒമിനീഷ്യന്റ് ആണെങ്കിൽ ആ ദേവൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതാണ് വിശ്വാസം. ആ വിശ്വാസമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ദേവാലയത്തിൽ പോകണ്ട. ദേവാലയ ബാഹ്യമായ ദേവാരാധന എന്ന ആശയമാണ് 90 കൊല്ലത്തിന് ശേഷം ഇപ്പോഴത്തെ കേരളം മുന്നോട്ട് വയ്ക്കേണ്ട ആവശ്യം. എങ്കിൽ ദേവസ്വം ബോർഡ് അനാവശ്യമാവും, ആചാരങ്ങളെല്ലാം തനിയെ കൊഴിഞ്ഞു പോകും. ആറ്റുകാൽ പൊങ്കാല വേണ്ട, അല്ലെങ്കിൽ തിരുനാവായ കുംഭമേള വേണ്ട, തെയ്യങ്ങൾ വേണ്ട, എല്ലാം ഒഴിവാക്കാം. ഉത്സവങ്ങൾ നിലയ്ക്ക് ഇതെല്ലാം നടത്താം, തെരുവിൽ നടത്താം, കുഴപ്പമില്ല. അതും ഭരണഘടന നിയമം അനുസരിക്കുന്ന നിയമങ്ങൾ മാത്രം. കവിൾ കൂടെ ശൂലം കയറ്റിക്കൊണ്ട് പോകുന്ന ആചാരം നവോത്ഥാനമാണ്. മുതുകത്തെ മാംസത്തിൽ ഈ ഹൂക്കിട്ട് കയറ്റുന്ന ആകാശ പറവക്കാവടി നവോത്ഥാനമാണ്. അപ്പം നമ്മളിപ്പോൾ ചിന്തിക്കണം, ആ രൂപത്തിൽ നമ്മൾ നവോത്ഥാനം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവിയുടെ ജോലിയാണത്. ചട്ടമ്പി സ്വാമിയുടെ യുക്തി 2026 നമുക്ക് പ്രയോഗിക്കാം. യുക്തിസഹമായി ചിന്തിക്കുക. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച സംസ്ഥാനമാണ്. പിറന്നു വീഴുന്ന മുഴുവൻ കുട്ടികൾക്കും പള്ളിക്കൂടത്തിൽ പോവാം. 12ാം ക്ലാസ് വരെ സർക്കാർ ചെലവിലാണ് അവർ പഠിക്കുന്ന, ഫീസില്ല. അതായത് റവന്യൂ ഇൻകം ഇല്ലാതെയാണ് ഏതാണ്ട് കേരളം ബഡ്ജറ്റിൻ്റെ 16% വിദ്യാഭ്യാസത്തിനായി നമ്മൾ മാറ്റിവെക്കുന്നു. ഇപ്പോൾ പുതിയ ബഡ്ജറ്റ് അനുസരിച്ച് അടുത്ത കൊല്ലം മുതൽ ഡിഗ്രി പഠനത്തിനും ഫീസ് കൊടുക്കണം. അത് സ്റ്റേറ്റിൻ്റെ ഒരു കൺസേൺ ആണ്. കാരണം വിദ്യാഭ്യാസം നേടുന്നവരിലൂടെ മാത്രമേ കേരളത്തിൻ്റെ ഭാവി അധ്വാനശേഷിയുള്ള മനുഷ്യരെ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ്. അത് സ്റ്റേറ്റിൻ്റെ കൺസേൺ ആണ്, സ്റ്റേറ്റിൻ്റെ നല്ല നിലപാടാണത്. അങ്ങനെ നേടുന്ന സാക്ഷരത പ്രബുദ്ധതയാണോ? സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളം സമ്പൂർണ്ണ പ്രബുദ്ധത കൈവരിച്ചിട്ടുണ്ടോ? നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്. അങ്ങനെ സമ്പൂർണ്ണ പ്രബുദ്ധത കൈവരിച്ചു എങ്കിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിലെ ബൈക്കനൂരിൽ നിന്ന് ISRO നിർമ്മിച്ച ബഹിരാകാശ പേടകം വിക്ഷേപിച്ചപ്പോൾ അത് സുഗമമായി ഗഗനയാത്ര നടത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്തെ ISROയിലെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ തിരുവനന്തപുരത്തെ പഴവങ്ങാടി എന്നൊരു ഗണപതി അവിടെ വന്ന് തേങ്ങ ഉടച്ചു വിഘ്നേശ്വര പൂജ നടത്തി. അവർ സാക്ഷരരല്ലേ? ശാസ്ത്രം പഠിച്ചവരല്ലേ? ശാസ്ത്രീയ വീക്ഷണമുണ്ടോ? ഇല്ല എന്ന് ഞാൻ പറയും. അത് ആവശ്യമുണ്ടായിരുന്നോ? അത് പ്രബുദ്ധ കേരളം ചോദിക്കേണ്ട ചോദ്യമാണ്. ഈശ്വര വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അത് അവനവൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. ആ വ്യക്തിപരമായ വിശ്വാസം നിലനിർത്താനാണ് ഭരണഘടന പറയുന്നത്. അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. അത് പഠിപ്പിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങൾ നടത്താൻ 30ാം വകുപ്പിൽ പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, യാതൊരു തർക്കവുമില്ല, അത് നിലനിൽക്കാം. പക്ഷേ ഭരണഘടനാ വിരുദ്ധമായ പല ആചാരങ്ങൾ, അതാണ് സ്ത്രീ പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്നാണെങ്കിൽ യങ് വിമൻ ആർ നോട്ട് ഈക്വൽ ബിഫോർ ലോ എന്ന് പറയേണ്ടി വരും. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എടുത്തുചാട്ടമല്ല വേണ്ടത്. ഇത് സാക്ഷരതയെ പ്രബുദ്ധതയാക്കി മാറ്റാനുള്ളൊരു യജ്ഞത്തിൽ ബുദ്ധിജീവികൾ ഏർപ്പെടണം. വിശ്വാസത്തെ മുന്നിൽ നിർത്തണമോ യുക്തിബോധത്തെ മുന്നിൽ നിർത്തണമോ? ചട്ടമ്പിയെ വെച്ച് പറഞ്ഞാൽ യുക്തിബോധത്തെ മുന്നിൽ നിർത്തണമോ വിശ്വാസത്തെ മുന്നിൽ നിർത്തണമോ? ബ്രാഹ്മണ്യത്തെ തൂത്തെറിയാനുള്ള ചങ്കേറ്റം അതിനിശ്ചിതമായ ഭാഷയിൽ പരിഹാസരൂപേണ കളിയാക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ലേ? ആ ചങ്കൂറ്റം എന്തുകൊണ്ട് നമ്മുടെ ബുദ്ധിജീവികൾക്ക് ഉണ്ടാവുന്നില്ല? ആ ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം വ്യക്തിപരമാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ദേവനുണ്ടാവാം, കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ദേവനുണ്ടാവാം, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴാവാം, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴാവാം, എപ്പോഴും വേണോ നിങ്ങൾക്ക് ഈശ്വര ചിന്തയാവാം. ആ ഈശ്വരനെ ദർശിക്കാൻ വേണ്ടി നിങ്ങളൊരു അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഓച്ചാരിച്ച് അല്ലെങ്കിൽ വണങ്ങി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ സങ്കല്പമാണ്, അത് നമ്മുടെ മനസ്സിലാണ് ആ വിശ്വാസമെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകേണ്ടതില്ല. അപ്പോൾ ദേവാലയ ബാഹ്യമായ ദേവാരാധന എന്ന പുതിയൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ഡിമാൻഡ് നമുക്ക് ഇന്നത്തെ നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കാം.
സാർ ഒരു സംശയം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പണ്ട് കാലങ്ങളിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിനെ നിയന്ത്രിക്കുന്ന ഘടകമായിരുന്നു മതവും മത നിയമങ്ങളും ആചാരങ്ങളും ഒക്കെ. അതിൽ നിന്ന് പുറത്തു വരുന്ന നമ്മൾ നവോത്ഥാനത്തിലൊക്കെ പെട്ട് വന്നാലും നമുക്കിപ്പോൾ നമ്മുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. മതത്തിൻ്റെതായ ചില അനാചാരങ്ങളും തോന്നിപ്പോകുന്ന പല വ്യവസ്ഥകളും നിയമത്തിന്റെ പഴുതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. പല കേസുകളും പല കാര്യങ്ങളും നമ്മൾ കോടതിയിലെത്തുമ്പോഴും അല്ലാത്തപ്പോഴും നിയമത്തിലുണ്ടായിരിക്കുന്ന ചില സാങ്കത്യങ്ങൾ പലപ്പോഴും ഈ മതത്തിൻ്റെതായ ചില ആചാരങ്ങളെ പോലെ, മീൻസ് അത്തരത്തിലല്ല, എന്തായാലും പൊതുസമൂഹത്തിൽ രണ്ടഭിപ്രായം ഉണ്ടാകുന്ന രീതിയിലോ, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകിൽ ബ്ലൈൻഡ് ആയിട്ട് നിയമത്തെ അനുസരിച്ച് പോവുക, അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുക. ഈ ചലഞ്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടനയിൽ അല്ലെങ്കിൽ കോടതി വ്യവഹാരത്തിലുണ്ട്. അപ്പൊ അത് മതം ഒരു കാലത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് ഭരണഘടനയായിട്ട് അല്ലെങ്കിൽ നിയമം ആയിട്ട് ഇത്തരത്തിൽ ഒരു അസ്വാരസ്യത്തിൽ ഏർപ്പെടേണ്ട ഒരു കാലം എപ്പോഴെങ്കിലും വന്നു പോകില്ലേ? ഈ മതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന സംഘർഷം പോലെ ഭരണഘടനയുമായിട്ടും നിയമവ്യവസ്ഥയായിട്ടും, നിയമവ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിന്റെ മതമെന്ന് കരുതിയാൽ, അങ്ങനെ ഒരു കാലം ഉണ്ടായാൽ അന്നും അതിനെ അനാചാരമായിട്ടോ പഴയ നിയമങ്ങൾ കാലാനുസൃതമായി മാറ്റപ്പെടാത്തൊരു സമയമാണെങ്കിൽ അത് ഇന്ന് മതത്തിനെ, നമ്മൾ അനാചാരത്തെ പലതിനെ എതിർക്കുന്ന പോലെ ഭരണഘടനയുടെ പല കണ്ടന്റിനെ നമുക്ക് എതിർക്കാനുള്ള ഒരു സാങ്കത്യം വരും. അപ്പൊ അതും ഈ മതവ്യവസ്ഥയായിട്ട് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ, മുസ്ലിം, പാഴ്സി, സിഖ്, പ്രധാനപ്പെട്ട 4 മതങ്ങൾ. ഇതിന് വെളിയിലുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിന്ദു. ആ ഹിന്ദുവിന് ഒരു മതസങ്കല്പമില്ല. ആ ഹിന്ദുവിന് ദേവകളുണ്ട്, എല്ലാം ജാതി ദേവകളാണ്. ഏത് ജാതിക്കും ഇന്ത്യയിൽ ദേവന്മാരുണ്ടായിരുന്നു. നിങ്ങൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോയോ, നിങ്ങൾ ഏതെങ്കിലും ജാതി സംഘടനയോട് ചോദിച്ചു നോക്കൂ ഏതാണ് അവരുടെ ദേവനെന്ന്. ഇപ്പം എല്ലായിടത്തും എല്ലാ ദേവന്മാരെയും കാണാൻ പോകുന്നുണ്ട്, ജാതി വ്യത്യാസം ഇല്ലാതെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ജാതി അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദർശിച്ചിരുന്നത്. അതിൽ സവർണ ക്ഷേത്രങ്ങളെന്ന് പറയുന്ന ത്രിമൂർത്തികൾ, ശിവൻ, വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, കൃഷ്ണൻ അങ്ങനെ വല്ലതും ആയിരിക്കാം, ഒരു ദേവി ശക്തി, അത് കാളി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സരസ്വതി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ദേവി എന്ന് വിളിക്കാം, അങ്ങനെ ഈ 3 പേരാണ് സവർണ ദേവതകൾ അഥവാ ത്രൈവർണിക ദേവതകൾ, ത്രിമൂർത്തി ദേവതകൾ. ഇതിന് വെളിയിലാണ് കോടിക്കണക്കിന് ദേവന്മാർ വേറെ ഉള്ളത്. അതൊരു ജാതിക്ക് തന്നെ ഒന്നിലേറെ ദേവന്മാർ കാണും. ഇവിടെയൊക്കെ എന്തെങ്കിലും മതമുണ്ടോ? ഇല്ല, ജാത്യാചാരങ്ങൾ മാത്രമല്ലേ. ചില ദേവന്മാർ, നമ്മളിപ്പോൾ ജന്തുബലിയൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് നരബലി ഉണ്ടായിരുന്നില്ലേ, ജന്തുബലി ഉണ്ടായിരുന്നില്ലേ? ഇപ്പം ജന്തുബലി നിരോധിച്ചത് കൊണ്ടാണല്ലോ നടക്കാത്തത്. എന്നിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് 2 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പ്രതീകാത്മകമായി കോഴിയെ കൊടുക്കുന്നു, കോഴിയെ കൊന്ന് ചോര വീഴ്ത്തുന്നു എന്നാണ് സങ്കല്പം. ഒന്ന് തിരുവനന്തപുരത്ത് കരിക്കം എന്നൊരു ക്ഷേത്രമുണ്ട്, തീരപ്രദേശത്ത്, നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനടുത്ത്. മറ്റൊന്ന് ഇവിടെ വട്ടിയൂർക്കാവിൽ പോകുന്ന വഴിക്ക് തൊഴുവങ്കോട് ക്ഷേത്രമുണ്ട്. 2ഇടത്തും കോഴിയെയാണ് ബലി കൊടുക്കുന്നത്. കൊല്ലാൻ നിവൃത്തിയിൽ അവർ ലേലം ചെയ്ത് വിൽക്കും. അപ്പം ജന്തുബലി പ്രതീകാത്മകമായി ഇപ്പം തുടരുകയാണ്. സർക്കാർ ദൈവം മുഖേന നിരോധിച്ചതാണ്. അപ്പോൾ ആചാരങ്ങൾ നിൽക്കുന്നു. അതൊക്കെ ജാത്യാചാരങ്ങളാണ്, അത് മതാചാരങ്ങളല്ല. അപ്പം അങ്ങനെ മതാചാരങ്ങൾ ഇല്ലാത്ത ഒരു മതമായി നിൽക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, വേദസങ്കല്പത്തെല്ലാം എല്ലാം അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയാണ് അത്തരക്കാരുടെ മതഗ്രന്ഥം. പാഴ്സി, സിഖ്, ക്രിസ്ത്യൻ, ഇസ്ലാമിക, മുസ്ലിം വിഭാഗങ്ങൾക്ക് അവരുടെ മതഗ്രന്ഥങ്ങളുണ്ട്. അവ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളുണ്ട്. അവയെ നോക്കുന്ന ഒരു പൗരോഹിത്യ ശ്രേണിയുണ്ട്, ഹൈറാർക്കിക്കലായ ശ്രേണിയുണ്ട്. അങ്ങനെ ഹൈറാർക്കിലായ ഒരു ശ്രേണി മറ്റ് ഇന്ത്യൻ ജാതികൾക്കില്ല. ആ ജാതികൾക്ക് പ്രബലമായി നിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. പക്ഷേ ആ ഭരണഘടനയെ എഴുതി വെച്ച കാര്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നത് നമ്മുടെ ആചാരങ്ങൾ, ജാത്യാചാരങ്ങളാണ്. ആ ജാത്യാചാരങ്ങൾ ചില ഘട്ടങ്ങളിൽ ക്ഷേത്രാചാരങ്ങളായി മാറുന്നു. അതാണ് തടസ്സം നിൽക്കുന്നത്. ഇപ്പം ആസ് ഓൺ ഡേറ്റ് നമ്മളിപ്പോൾ 2026 വരെ പറയുമ്പോൾ ഈ ജാത്യാചാരങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ന്യായാധിപന്മാരും ശാസ്ത്രജ്ഞന്മാരും ഉൾപ്പെടെയുള്ള സമൂഹമാണ് ഭാരതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ജഡ്ജിമാരായിരുന്നാലും ശാസ്ത്രജ്ഞന്മാരായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും
എന്തിന് രാഷ്ട്രീയ നേതാക്കന്മാരായി മന്ത്രിമാരാകുന്നവരായിരുന്നാലും നിലവിലുള്ള ആചാരങ്ങളെ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇതിനെ സംരക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ. അപ്പം ഇത് വേണ്ട എന്ന് തോന്നുന്ന ഒരു സമൂഹത്തിൽ ഒരു 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 ജനതയ്ക്ക് സമൂഹത്തിൽ ഭൂരിപക്ഷം മേൽക്കൈ കിട്ടും വരെ ഈ ജാത്യാചാരങ്ങളും മതാചാരങ്ങളും നിലനിൽക്കും. ആ 4 വിഭാഗത്തിൻ്റെ മതാചാരങ്ങളും മറ്റു വിഭാഗങ്ങളുടെ ജാത്യാചാരങ്ങളും നിലനിൽക്കും. അവിടെ കോൺട്രഡിക്ഷൻ വരുന്നത് ഭരണഘടനയും ആചാരങ്ങളും തമ്മിലാണ്. മതാചാരങ്ങളും ജാത്യാചാരങ്ങൾക്കും വേണമോ പ്രാമാണികത്വം, പ്രാഥമികത്വം, അതോ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണമോ? ഈ കോൺട്രഡിക്ഷനാണ് ഇപ്പം കേരളത്തിൽ, ഇന്ത്യയിൽ നടക്കുന്നത്. എൻ്റെ വിശ്വാസം, ഉത്തമമായ വിശ്വാസം, അത് ഭരണഘടനാ മൂല്യങ്ങൾക്ക് തന്നെ മേൽക്കൈ കിട്ടും എന്നാണ്. പ്രൈമസി എന്ന് നമ്മൾ പറയും. ഏതിനാണ് പ്രൈമസി കിട്ടേണ്ടത്? ജാത്യാചാരങ്ങൾക്കും മതാചാരങ്ങൾക്കും ആണോ അതോ ഭരണഘടനയ്ക്കാണോ? ഭരണഘടനയാണെങ്കിൽ ഇതെല്ലാവർക്കും ബാധകമാവും. ജാത്യാചാരങ്ങളും മതാചാരങ്ങളും ആണെങ്കിലോ അതാത് വിഭാഗത്തിന് മാത്രമേ ബാധകമാവൂ. അതുകൊണ്ട് ഈ കോൺട്രഡിക്ഷൻ ഇപ്പം പ്രകടമായി നിൽക്കുന്നു. ആ കോൺട്രഡിക്ഷൻ പരിഹരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹൃതമാവൂ. പക്ഷേ ഭരണഘടന അതിന് സഹായകരമാണ്. ഭരണഘടനയെ നമ്മൾ ആ രൂപത്തിൽ കാണണം. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ദ്വിത്വ സ്വഭാവമാണ്, ഇരട്ട സ്വഭാവമുണ്ട്. അത് പരിപൂർണമായൊരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടിയും ഉപയോഗിക്കാം, ഒരു ഏകാധിപത്യ രാഷ്ട്രമാക്കി മാറ്റാനും കഴിയും. കേരളത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ 57 നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് പറഞ്ഞ പേരിനെ ഉള്ളൂ, EMS പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് നടപ്പിലാക്കാനല്ല ശ്രമിക്കുന്ന, ഭരണഘടനയ്ക്ക് വിധേയമാണ്. അവരൊരു ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാനുള്ള നിയമനിർമ്മാണം നടത്തിയത്. ഭൂപരിഷ്കാരം, വിദ്യാഭ്യാസ നിയമം, പിന്നെ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം, സ്ത്രീധന നിരോധന നിയമം കൊണ്ടുവന്നത് ഒരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കലാണ്. പക്ഷേ ക്ഷേമരാഷ്ട്രം നിർമ്മിക്കാനുള്ള ആ ഭരണഘടന തന്നെ ഉപയോഗിച്ചുകൊണ്ടല്ലേ 59 പിരിച്ചുവിട്ടത്. ജനാധിപത്യപരമായി നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭയെ പിരിച്ചുവിടാനുള്ള വകുപ്പും ഭരണഘടനയിലുണ്ടല്ലോ. അപ്പോൾ ഏകാധിപത്യവും ആവാം, ക്ഷേമരാഷ്ട്രവും ആവാം. ആ ഇരട്ട മുഖം, ദ്വിത്വ സ്വഭാവം ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അപ്പോൾ അവിടെ പ്രസക്തമായി വരുന്നത് ഈ ഭരണഘടനയെ ആര് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ്. അപ്പോൾ ആ ഭരണഘടന നിലവിൽ കൊണ്ടുവരേണ്ട ഭരണവർഗത്തിൻ്റെ വർഗബോധം, വർഗവീക്ഷണം ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. നമ്മുടെ കയ്യിലൊരു കത്തിയുണ്ട്. ആ കത്തി നമുക്കൊരു മാമ്പഴം അരിഞ്ഞ് തിന്നാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു പഴം അരിഞ്ഞ് തിന്നാൻ ഉപയോഗിക്കാം, പച്ചക്കറി അരിഞ്ഞ് ഉപയോഗിക്കാം. അതേ കത്തി തന്നെ അയലത്തുകാരൻ്റെ വാരിയലിൻ്റെ ഇടയിലേക്ക് കയറ്റാം. അത് കത്തി കൈവശം വെച്ചിരിക്കുന്നവൻ്റെ മനോഭാവമാണ്. അതിന് സമാനമാണ് ഭരണവർഗത്തിൻ്റെ മനോഭാവം. ക്ഷേമരാഷ്ട്രത്തിന് വേണമോ ഏകാധിപത്യത്തിന് വേണമോ അതൊക്കെ ആലോചിക്കാം. അത് വർഗത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ ആചാരങ്ങൾ നിലനിർത്തണമോ ആചാരങ്ങൾ മാറണമോ? ആചാരങ്ങൾ നിലനിർത്തുന്നതുകൊണ്ട് സാമൂഹ്യ പുരോഗതി ഉണ്ടാകുമോ? ശാസ്ത്ര പുരോഗതി ഉണ്ടാകുമോ? ഭൗതിക സമ്പത്ത് വർദ്ധിക്കുമോ? വികസനം ഉണ്ടാകുമോ? ഈ ചിന്തയാണ് വരേണ്ടത്. ഇല്ലെങ്കിൽ അത് മാറ്റണമെന്നാണ് ചട്ടമ്പി പറഞ്ഞത്, നാരായണഗുരുവും പറഞ്ഞത് തന്നെയാണ്. നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു സാർ. ഓക്കെ. വളരെ സാർത്ഥകമായ ഒരു സായാഹ്നം, ഒരു ചിന്താ സായാഹ്നം. വളരെ സന്തോഷം. ഈ സെഷന് ഔപചാരികമായ കൃതജ്ഞത അറിയിക്കാൻ രജിത ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സർ, എല്ലാവർക്കും നമസ്കാരം സർ. ഒരു സെക്കൻഡ്, ആകെ എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? 20 കാണുന്നുണ്ട്. എല്ലാവരും 35ഓളം പേരുണ്ടായിരുന്നു. 35ഓളം പേരുണ്ടായിരുന്നു. ഇപ്പോൾ 23 പേരായി. ശരി, നമസ്കാരം സർ. എല്ലാവർക്കും ചട്ടമ്പി സ്വാമികൾ സെന്റർ ഫോർ യോഗ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 5 ദിവസത്തെ ഓൺലൈൻ പ്രഭാഷണ പരമ്പരയിലെ 2ാമത്തെ ദിവസമായ ഇന്ന് നമ്മളുടെ ഈ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് നമ്മളുടെ തിരുവനന്തപുരം പ്രാദേശിക കേന്ദ്രത്തിന്റെ ക്യാമ്പസ് ഡയറക്ടറായ NM ഫൈസൽ സാറാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ ലെക്ചർ സീരീസിന്റെ പേരിലും
ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമ്മളുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ നമുക്ക് ഇത്രയും ഒരുപാട് അറിവുകൾ എന്ന് പറഞ്ഞാൽ എവിടേക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. എങ്കിൽ നമ്മൾ അത്രയും അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ നവോത്ഥാനം എന്ന പദത്തിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ചും ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, ജന്മിത്വ വ്യവസ്ഥ, മക്കത്തായം, മരുമക്കത്തായം, ദേവസ്വം, ബ്രഹ്മസ്വം, ഭണ്ഡാരവക, വിദ്യാഭ്യാസം, ഭാഷ, വസ്ത്രധാരണ രീതി, കേരളോത്പത്തി തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ സമകാലികങ്ങളായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നല്ല രീതിയിൽ ഒരു പ്രൗഢഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തിയ നമ്മളുടെ പ്രൊഫസർ വി കാർത്തികൻ സാറാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഭാഷണ പരമ്പര അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണം നമുക്ക് നവോത്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ പുനർചിന്തയ്ക്കും പുനർവായനയ്ക്കും ഒക്കെയുള്ള ഒരു പുതിയ വാതായനങ്ങൾ തുറക്കാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയത്. അപ്പം ഈ ഒരു ഇതിന്റെ പേരിൽ നമ്മളുടെ ഈ ലെക്ചർ സീരീസിന്റെ പേരിൽ സാറിന് ഏറ്റവും ബഹുമാനവും അതുപോലെ തന്നെ ഏറ്റവും ആദരവുമായ നന്ദി അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ ഈ ലെക്ചർ സീരീസിന്റെ സ്വാഗതം ആശംസിച്ച നമ്മളുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മളുടെ നിനിത ടീച്ചറിന് ഈ ലെക്ചർ സീരീസിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു 35ഓളം അംഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഈ ഒരു ഈ ഒരു പ്രഭാഷണത്തിന് നല്ല രീതിയിൽ അതിന്റെ ചർച്ചകൾ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഡോക്ടർ TS നിഷാദ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഷാജിൻ മുഹമ്മദ് സാർ, സൗമിത്ത് സാർ, അതുപോലെ മറ്റെല്ലാ അധ്യാപകരും, ഡോക്ടർ ഓമന ടീച്ചർ, അതുപോലെ തന്നെ ശിവകുമാർ സാർ, ഫൈസൽ സാർ തുടങ്ങിയ എല്ലാ അധ്യാപകർക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.